നമുക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. ഈ സുവിശേഷ യോഗത്തിൻ്റെ 3-ാമത്തെ ദിവസം ഞങ്ങൾക്ക് കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന പോലെ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വന്ന മധ്യയോടെന്ന് അരുളി ചെയ്ത പിതാവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്തൃപാദപീഠത്തിൽ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഈ സുവിശേഷത്തിൻ്റെ 3-ാമത്തെ ദിവസം ശക്തമായി വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇതിൻ്റെ കർത്താവെ പ്രാരംഭത്തിൽ അവസാനം വരെയും ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദേശമെല്ലാം കർത്താവെ സ്വർഗീയ സൈന്യത്തെ കൊണ്ട് അവിടുന്ന് കാവൽ ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവേ. പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ദൈവവചനം ധ്യാനിക്കുമ്പോഴെല്ലാം ശക്തമായ കർത്താവെ ദൈവ സാന്നിധ്യം വെളിപ്പെടുവാൻ പരിശുദ്ധനായ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം അത് യേശു എന്ന നാമം. ഞങ്ങൾ ഉയർത്തുന്ന ആ നാമത്തിന്റെ മധ്യേ ഹല്ലേലൂയ, സകല മുഴങ്കാലും സത്യ ഏക ദൈവമെന്ന് ആ നാമത്തിന് ഞങ്ങൾ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ കർത്താവേ, ഈ ദേശത്തിലെ സകല ജനത്തെയും സ്വർഗം കൂട്ടിവരുത്തുന്നതിനായി സ്തോത്രം. അവർ രോഗികളെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. ഭൂതങ്ങളെ പുറത്താക്കുന്നതിനായി സ്തോത്രം. ഓരോ കുടുംബത്തിനകത്തും സന്തോഷവും സമാധാനവും സ്വസ്ഥതയും പരിശുദ്ധാത്മ നൽകുന്നതിനായി സ്തോത്രം ചെയ്തു കർത്താവേ. വചനം പ്രസ്താവി കർത്തദാസനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ അഭിഷേകത്തോടെ, അധികാരത്തോടെ, ശക്തിയോടെ, ബലത്തോടെ സ്വർഗം ഉപയോഗിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവവചനം ആത്മമാരി പോലെ പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ ഹൃദയങ്ങളെ സ്വർഗം തുറക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ശക്തമായ ശുശ്രൂഷ വെളിപ്പെടട്ടെ. ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ വിട്ടേക്കട്ടെ കർത്താവേ. സ്തോത്രം ചെയ്യുന്നപ്പ ഈ ദേശം ഒരു കൂട്ടം കർത്താവേ ജനം കർത്താവ് ദൈവത്തെ ആരാധിക്കുന്നതിന് എഴുന്നേൽപ്പത്തക്കവണ്ണം സ്വർഗം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. തുടർന്ന നിമിഷം അങ്ങ് നയിക്കുന്നതിനായി സ്തോത്രം. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് അത്ഭുതം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കൺവെൻഷൻ്റെ 3-ാമത്തെ ദിവസം നമുക്ക് ദൈവസന്നിധിയിൽ ആരംഭിക്കാൻ ദൈവം ഒരിക്കൽ വലിയ ഭാഗ്യത്തെ ഓർത്ത് സ്തുതിക്കുന്നു. കടന്ന എല്ലാവരെയും ഈ ദേശത്തിൽ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന സകല ദേശനിവാസികൾക്കും ദൂരത്തും ചാരത്തും ഇരുന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നതിന് തുല്യമായിരിക്കുന്ന പ്രിയ മക്കളോടും കടന്നു വന്ന എല്ലാവരോടും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ വാത്സല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കുടുംബത്തിലെ സഹോദരനായി, സഹോദരിക്കായി, മക്കൾക്കായി, മരുമക്കൾക്കായി, ചെറുമൈതനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കുടുംബത്തെ, ഒരു 3 മക്കളെയും മരുമക്കളെയും എൻ്റെ ദൈവം, ചെറുകുഞ്ഞിനെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവരുടെ കുടുംബം യഹോവയിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ കൺവെൻഷൻ അവരുടെ കുടുംബത്തിന് ഏറ്റവും അനുഗ്രഹത്തിൻ്റെ നന്മയുള്ളതായി മാറട്ടെ. ഈ ദേശത്തിന് ഈ കൺവെൻഷൻ അനുഗ്രഹമാകട്ടെ. കടന്നു വന്ന മക്കൾക്ക് ഈ കൺവെൻഷൻ ഒരു അനുഗ്രഹമായി മാറട്ടെ. സ്തോത്രം. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ അടുക്കലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൂടുതൽ എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. യേശു കർത്താവ് നമ്മുടെ സന്നിധിയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ അടുക്കൽ യേശു വന്നിട്ടുണ്ട്. ആ കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മുടെ കണ്ണുകൾ അടച്ചോ. അപ്പച്ചൻ്റെ സന്നിധിയിൽ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥന കേട്ടൊരു നാമ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, ഈ 3-ാമത്തെ രാത്രി ഞാൻ അപ്പൻ്റെ അടുക്കൽ വന്നിരിക്കുമ്പോൾ ഞാൻ വന്നതുപോലെ പോകരുത്. കർത്താവിനോട് പറഞ്ഞ, അപ്പച്ച, ഞാൻ വന്നതുപോലെ പോകണ്ട. ഇന്ന് ചിലത് പ്രാപിച്ച് എനിക്ക് പോകണം. യേശുവിനെ ഒന്ന് കണ്ടുമുട്ടി എനിക്ക് പോകണം. യേശുവിനെ ഒന്ന് അനുഭവിച്ച് എനിക്ക് പോകണം. എല്ലാ കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ, എല്ലാ കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ചങ്ക് പിളർന്ന് പങ്കാളിയാക്കി ചങ്കിനോട് ചേർത്തു വെച്ചവനേ, മുൻപേ നടന്ന് അൻപാൽ നിറച്ച് ഉള്ളം കൈയിൽ എന്നെ താങ്ങിയോനേ, എന്റെ നെഞ്ചിനിടിപ്പ് യേശു, എന്റെ ഉള്ളിലെ പാട്ട് യേശു, എന്റെ പ്രാണ പ്രേമം യേശു, യേശു മാത്രം, യേശു മാത്രം, എന്റെ നെഞ്ചിനിടിപ്പ് യേശു, എന്റെ ഉള്ളിലെ പാട്ട് യേശു, എന്റെ പ്രാണ പ്രേമം യേശു, യേശു മാത്രം, യേശു മാത്രം. തള്ള പോലും എന്നെ തള്ളിയാലും താതൻ്റെ കൈ എന്നെ തള്ളുകില്ല.
കോരിയിട്ട് നല്ല സ്നേഹമാണ് യേശുനാഥൻ എൻ്റെ നെഞ്ചിലിരിപ്പ്, എൻ്റെ ഉള്ളിലെ പാട്ട്, എൻ്റെ പ്രാണനും പ്രേമം യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം. പരിശുദ്ധനെ സ്വർഗീയ രാജാവേ, കൺവെൻഷന്റെ ഒടുവിലത്തെ രാത്രിക്കായി സ്തോത്രം. കർത്താവെ, കൺവെൻഷന് വേണ്ടി ഒരുക്കപ്പെട്ട ഈ സ്ഥലത്തെ ദൈവകരങ്ങൾ തരുന്നു, ഈ ഭവനത്തെ യേശുവിൻ്റെ കരങ്ങൾ തരുന്നു. അടികൾ സഭയായി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിലെ സഹോദരനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, സഹോദരിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, മൂത്ത മകളെ മരുമകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തിൽ ലഭിക്കേണ്ട നന്മ യേശുവിൻ്റെ നാമത്തിൽ ലഭിക്കട്ടെ. രണ്ടാമത്തെ മകളെ മരുമകനെ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിലെ പ്രിയ മാതാവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബം ഒരു അനുഗ്രഹമായി മാറട്ടെ. തണ്ടിന്മേൽ വെച്ച വിളക്കായി, മലമേലിരിക്കുന്ന പട്ടണമായി, യഹോവയിൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനമായി ഈ കുടുംബം പുറത്തു വരട്ടെ. ഒരു കുളമ്പടി പോലും ശേഷിക്കാതെ ഫറവോന്റെ കോട്ടയ്ക്കകത്ത് കിടന്ന വ്യക്തികളെ മോശെ എന്ന ഭക്തൻ ചെന്ന് ഒരു കുളമ്പടി പോലും ശേഷിക്കാതെ പുറത്തെടുത്ത ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഞങ്ങൾ സഭയായി ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു കുളമ്പടി പോലും ശേഷിക്കാതെ കുടുംബമായി ഒരു വിടുവിക്കപ്പെടട്ടെ. ക്രിസ്തുവിന്റെ ജീവൻ പ്രാപിക്കട്ടെ. ദൈവ ശബ്ദം കേൾക്കട്ടെ. ആത്മാവിന്റെ എരിവോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. ആയുസ്സോടെ ആരോഗ്യത്തോടെ പുറത്തു വരട്ടെ. രോഗങ്ങൾ, ഭാരങ്ങൾ, പ്രതികൂലങ്ങൾ മാറട്ടെ. ഉപജീവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ കർത്താവെ സ്തോത്രം, കച്ചവടം അനുഗ്രഹിക്കപ്പെടട്ടെ. അതിലൂടെ ഉയർച്ച, അഭിവൃദ്ധി ഉണ്ടാകട്ടെ. നിത്യജീവൻ ഈ കുടുംബം അനുഭവിക്കട്ടെ. ഒരു കുളമ്പടി പോലും നഷ്ടമാകാതെ എല്ലാവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടട്ടെ. ആട്, മാട്, പക്ഷി, പറവജാതികർ, കൃഷി സമ്പത്ത് ഇവരുടെ സകലത്തെയും ദൈവകരങ്ങൾ തരുന്നു, വാഹനങ്ങൾ തരുന്നു. അങ്ങിൽ മറഞ്ഞിരിക്കട്ടെ. സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തി ഈ കുടുംബത്തിലെ എല്ലാ മക്കളെ തൊട്ടിരിക്കായി സ്തോത്ര. അപ്പ കടന്നു വന്ന ഓരോ മക്കൾക്കായി സ്തോത്ര. കർത്താവെ, 3 ദിവസവും ഈ ശബ്ദം ശ്രദ്ധിച്ച്, കർത്താവെ, ശബ്ദം കേൾക്കുക മാത്രമല്ല, നോട്ടീസ് കയ്യിൽ കിട്ടിയതിലൂടെ, ശബ്ദം കേട്ടതിലൂടെ ഓടി വന്ന് ഈ ഗ്രൗണ്ടിൽ കടന്നു വന്ന മക്കൾക്കായി സ്തോത്രം. ഏതെല്ലാം രോഗത്തോടെ ഈ സമയത്തായിരിക്കുന്നവരുടെ രോഗങ്ങൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ, വിടുതൽ സംഭവിക്കട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ, ശരീരങ്ങൾ വിടുവിക്കപ്പെടട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ, അതിശയം സംഭവിക്കട്ടെ. എല്ലാ എതിരികളും കോട്ടകളും ഉടഞ്ഞു മാറട്ടെ. അന്ധകാര മണ്ഡലങ്ങൾ തകരട്ടെ. കുടുംബത്തിനകത്ത് സമാധാനം വരട്ടെ. ഇവർ ഭവനത്തിനകത്ത് കാണിച്ചു വിട്ടുമ്പോൾ ഭവനത്തിനകത്തുള്ള മദ്യപാനികൾ മാനസാന്തരപ്പെടട്ടെ. കുടുംബത്തിനകത്ത് സ്വസ്ഥത വരട്ടെ. കുടുംബത്തിനകത്ത് ഉറക്കാൻ പോലും പറ്റാതെ വേണം. കുടുംബ ജീവിതങ്ങളെ തകർത്തൊതുക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ തകർന്നു മാറട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. കടഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ. വഴികളും വാതിലും തുറക്കട്ടെ. സ്വർഗത്തിലെ ശക്തി ഇറങ്ങട്ടെ. ശത്രു അടച്ച വഴികളെ സ്വർഗം ഇറങ്ങി തുറന്ന് വലിയ ഒരു അത്ഭുതം ഈ കടന്നു വന്ന മക്കളുടെ മേൽ സംഭവിക്കട്ടെ. പരീക്ഷ എഴുതുന്ന സകല മക്കളുടെ മേൽ ദൈവകൃപ ഇറങ്ങട്ടെ. വ്യത്യസ്തമായ ക്ലാസ്സുകളിൽ പരീക്ഷ എഴുതുന്ന എല്ലാവരുടെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ. എല്ലാവരും ഉന്നത വിജയമുള്ളവരായി പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ വ്യത്യസ്തമായ വിഷയത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിന്റെ കൃപ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ശബ്ദ ഭാരതിക്കുള്ളിൽ ഈ ദേശത്തിന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും തരുന്നു. വ്യത്യസ്തമായ വേദനയോടിരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. എല്ലാ ഭവനങ്ങൾക്കകത്തും നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്നു. ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്നു. ആ ജീവന്റെ നാഥൻ എല്ലാ ഭവനത്തിനകത്തും ഇറങ്ങി രോഗികൾ സൗഖ്യമാകട്ടെ. സ്തോത്രം. ഏതെല്ലാം വ്യക്തികൾ രോഗത്തോടെ ഈ സമയം ഈ ശബ്ദം ശ്രദ്ധിച്ച് ഭവനങ്ങളിലും പല സ്ഥലങ്ങളിലുമായിരിക്കുന്നു, അവിടെ കിടക്കകളെ വിട്ട് ബെഥസ്ദ കുളത്തിലിറങ്ങിയ ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ എല്ലാ കുടുംബങ്ങൾക്കകത്തും വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവെ, കടന്നു വന്ന ആവാലവൃത്ത മക്കളെ തരുന്നു. സഭയ്ക്കായി സ്തോത്രം. വ്യത്യസ്തമായ ശുശ്രൂഷകൾ ചെയ്ത എല്ലാ ദൈവമക്കളും ദൈവങ്ങൾ തരുന്നു. കർത്താവെ, ആരംഭ ദിവസം മുതൽ ഇതുവരെ വ്യത്യസ്തമായ ശുശ്രൂഷകൾ കൈകാര്യം ചെയ്ത കർത്താവെ, സൗണ്ട് സിസ്റ്റം ആകട്ടെ, കീബോർഡ് ആകട്ടെ, കർത്താവെ, മറ്റുള്ള പാട്ടാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, വിസിറ്റ് ആകട്ടെ, സൗണ്ട് സിസ്റ്റങ്ങൾ സെറ്റ് ചെയ്യുന്നതാകട്ടെ, എന്തോ ആകട്ടെ, ഏത് ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ടോ അവരുടെ മേൽ ഇരട്ടി ശക്തി ഇറങ്ങട്ടെ. ഈ ശുശ്രൂഷ കഴിയുമ്പോൾ ഞങ്ങളുടെ സഭയ്ക്കകത്തുള്ള ജനം ഇരട്ടി ബലത്തോടെ പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ദേശം ക്രിസ്തുവിനാൽ പിടിക്കപ്പെടട്ടെ. ഒരു കുളമ്പടി പോലും ശേഷിക്കാതെ ഈ ദേശത്തെ കർത്താവിന്റെ കരങ്ങൾ തരികയാണ്. എല്ലാവരും കൂട്ടത്തോടെ മോശ പറഞ്ഞതുപോലെ ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ അയച്ചിരിക്കുന്നു. ആകയാൽ എന്റെ ജനത്തെ വിട്ട് തരിക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സഭയായി ചവിട്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അത്ഭുതം ഈ ദേശത്തിൽ വെളിപ്പെടുന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. കർത്താവേ, ഇന്നത്തെ വചനം യേശു സംസാരിക്കുന്നു. ഒരു മാനുഷിക ശബ്ദം ഞങ്ങൾക്ക് വേണ്ട. എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം, എൻ്റെ ക്രിസ്തുവിൻ്റെ ശബ്ദം, എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുത ശബ്ദം ഞങ്ങൾ ഇന്ന് കേൾക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവേ ഇന്ന് ഞങ്ങളോട് ഇടപെടുന്നതിനായി സ്തോത്രം. ഒരു മനുഷ്യൻ്റെ ശബ്ദമായിട്ടല്ല, സ്വർഗത്തിലെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കണപ്പാ. യേശുവിൻ്റെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കണം. ആത്മാവ് ഇന്ന് ഞങ്ങൾ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഇരിക്കായി സ്തോത്രം. വചനം അവിടുത്തെ വക, അടിയൻ അവിടുത്തെ വക, ഇരിക്കുന്ന മക്കൾ അവിടുത്തെ വക. കർത്താവേ, ഞങ്ങൾ അപ്പൻ്റെ ബാധപ്പെടുത്തിയിരിക്കുന്നു. അപ്പൻ സംസാരിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം വീണ്ടും അറിയിക്കുന്നു. ഈ ഭവനത്തിൻ്റെ മുറ്റത്ത് കടന്നു വരുവാനും ഈ ഭവനത്തിൽ വരുവാനും പ്രിയ മക്കൾ ഒരു കൺവെൻഷൻ ഇവിടെ ക്രമീകരിക്കുവാനും ഞങ്ങൾക്ക് സഭയായി ഇവിടെ ഒരു കൺവെൻഷൻ ക്രമീകരിക്കാനൊക്കെ ദൈവം പണ്ടേ ഒരുക്കിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഉറപ്പായിട്ട് പറയാം, ഈ കൺവെൻഷൻ ഈ ദേശത്തൊരു ഭയങ്കര വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 3 ദിവസം കൊണ്ട് ഈ ദേശത്ത് ഭയങ്കര ഒരു വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ടിൽ മാത്രമല്ല, ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഭവന തലങ്ങൾക്കകത്തിരിക്കുന്നവർക്ക് പോലും, വ്യത്യസ്തമായ വിഷയത്തോടിരിക്കുന്നവരുടെ ഭവന തലങ്ങൾക്കകത്ത് പോലും പരിശുദ്ധ വചനം ഇറങ്ങിച്ചെന്ന് സ്വത്രം അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്വത്രം. 1-ാമത്തെ ദിവസം നമ്മൾ ചിന്തിച്ചു യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 9-ാം വചനം. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് ആര്? യേശു. 2-ാമത്തെ ദിവസം നമുക്ക് ഒരു വാക്യം ദൈവം തന്നു. ഏത് വാക്യമാണ്? ദൈവത്തിന് സ്വത്രം. ഏത് വാക്യമാണ്? ഇന്നലത്തെ ദിവസം തന്ന വാക്യം ഏതാണ്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? വായിച്ചേ. എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിലുണ്ട്. എന്നാൽ ഇന്നും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിച്ചേ. അവൻ ജീവൻ ഉണ്ടായിരുന്നു. അവനിൽ യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ജീവനുള്ളവർ മാത്രം ഒന്ന് കരങ്ങൾ ഉയർത്തിയിരുന്ന് ആരാധിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്തൊരു സന്തോഷം എനിക്ക്. കാരണം കൈ ഉയർത്തി എല്ലാവർക്കും ജീവനുണ്ടല്ലേ? ജീവനുണ്ടായില്ലേ? ഉണ്ടല്ലേ? ഉണ്ടല്ലേ? കൈ ഉയർത്തി. ദൈവത്തിന് സ്വന്തം. ഹല്ലേലൂയ. യേശു ക്രിസ്തു ശിഷ്യന്മാരും കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. എങ്ങനെ? യേശു ക്രിസ്തു ശിഷ്യന്മാരും കൂടെ, ആരൊക്കെ? യേശു ക്രിസ്തുവും ശിഷ്യന്മാരും കൂടെ ഇങ്ങനെ ഒരു റാലി പോലെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ സ്വത്രം ഒരുവൻ അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അവനിൽ ജീവൻ ഉണ്ട്. അപ്പോയോ പറഞ്ഞ ആളല്ലോ ഒരു കൂട്ടം പോകെ നമ്മളിപ്പോൾ എല്ലാവരും കൈവക്കിയില്ലേ? നമുക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞല്ലോ അല്ലേ? സ്വത്രം. ദൈവത്തിന് സ്വത്രം. യേശുവും ഒരു സൈന്യം പോകുമ്പോൾ ഒരുവൻ യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ പണ്ട് യേശുവിനോട് കൂടെ നടന്നപ്പോൾ യേശു മരിച്ചു കഴിഞ്ഞു. അതിനുശേഷം യോഹന്നാൻ എഴുതുകയാണ്. യോഹന്നാൻ പറയുകയാണ്, ഞങ്ങൾ യേശുവിനോട് കൂടെ നടന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരുപാട് പേരുണ്ട്. എന്നാൽ അതിനകത്ത് ജീവനുള്ള ഒരാളെ ഉണ്ടായിരുന്നു. അതാരാ? യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, അടുത്ത് നിന്നവരെല്ലാം തിരിഞ്ഞു മാറി നോക്കി കാണുമല്ലേ? എന്താന്ന് നോക്കിയാ? യോഹന്നാൻ, നീ എന്തോന്നാ പറഞ്ഞേ? ബാക്കിയുള്ളവർക്ക് ആർക്കും ജീവനില്ലായിരുന്നോ? സ്വത്രം ഇല്ലായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ജീവനുള്ളവർക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റും. ആരുടെ ജീവൻ? നിത്യജീവമൊഴികൾ അങ്ങിലുണ്ട് പരനെ. പോകുന്ന ശ്വാസമല്ല, നിത്യജീവമൊഴികൾ. ഇവിടെ മരിച്ചാലും നിത്യതയിൽ ചെല്ലുന്ന ആ ജീവൻ എത്ര പേർക്കുണ്ട്? ഓ, നിത്യജീവമൊഴികൾ അങ്ങിലുണ്ട് പരനെ. അങ്ങ് വിട്ടിട്ടടിയാൽ എങ്ങ് പോയി വസിക്കും? അപ്പനെ വിട്ടിട്ടടിയാൽ എങ്ങ് പോയി വസിക്കും? നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ. ഹല്ലേലൂയ. യേശു കർത്താവ് ശിഷ്യന്മാരോട് കൂടെ പോയ ദിവസത്തെക്കുറിച്ച് യോഹന്നാൻ എഴുതി വെക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഒരുവൻ കൂടെ നടന്നു, കൂടെ ഇരുന്നു, കൂടെ താമസിച്ചു, കൂടെ പോയി. യേശു പോയിടത്തല്ല ഞങ്ങളുണ്ടായിരുന്നു. യേശു പോയി അത്ഭുതം ചെയ്തെടുത്ത് ഞങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ കൂടെയുള്ള യേശുവിന് പ്രത്യേകത ഉണ്ടായിരുന്നു. അവനിൽ ജീവനുണ്ടായിരുന്നു.
ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയാം, ജീവനുള്ളവർക്ക് മാത്രമേ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാനും ജീവനുള്ള ദൈവത്തിന്റെ അടുക്കൽ കയറി പോകാനും പറ്റത്തുള്ളൂ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ജീവൻ പ്രാപിക്കാത്തവരെല്ലാം ആമേൻ നശിച്ചു പോകുന്ന കാര്യമല്ല പറഞ്ഞത്. ഓ, നിത്യജീവൻ പ്രാപിക്കാത്ത എല്ലാവരും ഈ രാത്രി ശബ്ദം കേൾക്കുമ്പോൾ ജീവൻ പ്രാപിക്കണമേ. ആമാനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആരിൽ? ഈ യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു. യോഹന്നാൻ 7-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 46-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായം 46-ാം വാക്യം വായിച്ചേ. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ. ഈ മനുഷ്യൻ ഏത്? ജീവനുള്ള മനുഷ്യൻ, ജീവനുള്ള മനുഷ്യൻ. ഓ, ജീവനുള്ള മനുഷ്യൻ. ശിഖ ഇവിടെ വണ്ടി വന്നിരിക്കണം. ശിഖ ജീവനുള്ള മനുഷ്യൻ. അമ്മ ആരെ? യേശു. യേശു സംസാരിക്കുന്നത് പോലെ ഇതുവരെ ആരും സംസാരിച്ച് കേട്ടിട്ട് ഇല്ല. നിങ്ങൾക്ക് എത്ര പിടി കിട്ടുന്നുണ്ട്? എൻ്റെ യേശു സംസാരിക്കുന്നതിന് ആര് സംസാരിച്ചിട്ടുണ്ട് സ്നേഹിതരെ? അല്ലേ, അതാ ജീവനുള്ളവൻ്റെ വ്യത്യാസം. ജീവനുള്ള സംസാരം വേറെ ആയിരിക്കും, ജീവനുള്ള നോട്ടം വേറെ ആയിരിക്കും, ജീവനുള്ളവൻ്റെ പ്രവർത്തനം വേറെ ആയിരിക്കും, ജീവനുള്ളവൻ്റെ ഏറ്റവും ഈസന്റ് വേറെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിപ്പെട്ടില്ലേ? അല്ലെങ്കിൽ ഒന്നുകൂടെ വായിച്ച 7-ാം അധ്യായം 46-ാം വാക്യം യോഹന്നാന്റെ സുവിശേഷം. എല്ലാവരും വേദപുസ്തകം തുറന്നു നോക്കണം. അങ്ങോട്ട് സ്വത്രം അല്പ കഴിയുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ ആ വചനം കേട്ട് അകത്തോട്ട് ഇറങ്ങണം. ഹല്ലേലൂയ സ്വത്രം കേട്ടിട്ട് നഷ്ടപ്പെടുത്തി കളയരുത്. എങ്ങനെ? കേട്ടിട്ട് നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവത്തിന് സ്വത്രം. അനേകർ പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ പോകും. ദൈവത്തിന് സ്വത്രം. കേട്ട അത്രയും നേരം ഭയങ്കര ശക്തിയായിരിക്കും, കേൾക്കാനൊക്കെ വലിയ സന്തോഷമായിരിക്കും. പ്രസംഗമെല്ലാം കൊള്ളായിരുന്നു കേട്ടോ. ഓരോ കൺവെൻഷനും പ്രസംഗിക്കുമ്പോൾ സ്വത്രം വളരെ ആഗ്രഹമാണ്, ജനം രക്ഷിക്കപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ കൺവെൻഷൻ കഴിയുമ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ട് ആൾക്കാർ പറയും പ്രസംഗം ഓ നന്നായിരുന്നു. നന്നായിട്ട് മാർക്കെടുത്ത് എന്താ കാര്യം? പ്രസംഗം മാർക്കെടുന്നല്ല കാര്യം. കിട്ടുന്നത് ഒരു വരിയായിരുന്നു. എൻ്റെ അകത്തിറങ്ങി എൻ്റെ പാവം കത്തിയിട്ട് എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ജീവനുള്ള ദൈവത്തെ ജീവനോട് ആരാധിക്കുന്നതിനാണ് കാര്യം. വർഷങ്ങൾ കൊണ്ട് നമ്മൾ വചനം കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ജീവൻ നമ്മൾ പ്രാപിച്ചിട്ടുണ്ടോ? വർഷങ്ങൾ കൊണ്ട് വചനം കേൾക്കുന്നുണ്ട്. ഉണ്ട്. യേശു സംസാരിക്കുന്നത് പോലെ ഒരു സംസാരം നമ്മളിലൂടെ ജീവിതത്തിലൂടെ വന്നിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അല്ലെങ്കിൽ ഇവൻ സംസാരിച്ചതുപോലെ ഞാൻ സംസാരിച്ച് കേട്ടിട്ട്, ഓ ഇവൻ സംസാരിച്ചതുപോലെ വായിക്കാം. ഒന്നുകൂടെ 7-ന്റെ 46 യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 46-ാം വാക്യം വായിച്ചേ. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. ആരും വാക്ക് തരിപ്പോലും ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. ഹല്ലേലൂയ. യേശു സംസാരിച്ചതുപോലെ ആരും ഒരിക്കലും ഒരു നാളും സംസാരിച്ചിട്ടില്ല. കാരണം യേശു സംസാരിക്കുന്നത് അപ്രകാരമാണ്. ദൈവത്തിന് സ്തോത്രം. 8-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്നേഹിതരെ, അവിടെ സ്തോത്രം ഒരു സഹോദരി, പാപിനിയായ ഒരു സഹോദരി കണ്ടോ? വചനം വരുന്നുണ്ടോ? പാപിനിയായ ഒരു സഹോദരി പാപത്താൽ പിടിപെട്ടു. സ്തോത്രം. പാപം ചെയ്ത ആ സഹോദരി പാപിനി എന്ന് മുദ്രകുത്തി പാപത്താൽ പിടിപെട്ടു. എല്ലാവരും കല്ലെറിഞ്ഞ് ആരുടെ അടുത്ത് കൊണ്ടുവന്നു? യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ആരുടെ അടുക്കൽ കൊണ്ടുവന്നു? യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എങ്ങനെ കൊണ്ടുവന്നു? കല്ലെറിഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. സ്തോത്രം. യേശു എങ്ങനെ സംസാരിക്കുന്നു നോക്കാം നമുക്ക്. ഹല്ലേലൂയ. പാപിനിയായ സ്ത്രീ പാപം ചെയ്തു. പക്ഷേ എല്ലാവരും ഇവിടെ യേശുവിനെ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ 8-ന്റെ 10-ഉം 11-ഉം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം 10-11 വാക്യം വായിക്കുമ്പോൾ വായിച്ച യേശു എന്ത് മറുപടി പറഞ്ഞു നോക്കിയേ. യേശു നിവർന്ന് നോക്കിയേ. അതിന് തൊട്ട് മുമ്പ് 2 വാക്യം കൂടെ വായിക്കാമോ? പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അതിന് മുമ്പ് 2 വാക്യം കൂടെ. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിനെ അവനെ പരീക്ഷ ചോദിച്ചതായിരുന്നു. യേശുവോ കുഞ്ഞു വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു. നിങ്ങളിൽ പാപമില്ലാത്തവൻ. നിങ്ങളിൽ കല്ലെറിഞ്ഞു കൊണ്ടുവന്നില്ലേ? നിങ്ങളിൽ പാപമില്ലാത്തവൻ. യേശുവിന്റെ സംസാരം നോക്കിയേ. യേശുവിന്റെ സംസാരം കണ്ടോ? ജീസസ്. നിങ്ങളിൽ പാപമില്ലാത്തവൻ. അടുത്ത് അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് യേശുവിന്റെ സംസാരം കേട്ടോ. അടുത്ത വരി. പിന്നെയും കുനിഞ്ഞ് നോക്കിയേ. ഒരു വ്യക്തിയെ കല്ലെറിഞ്ഞ് കൊണ്ടുവരുമ്പോൾ അവരോട് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. കല്ലേറ് കൊണ്ടവളോട് സംസാരിക്കുന്ന അതേ രീതിയല്ല. നിങ്ങൾക്ക് വെളിപ്പെടുന്നുണ്ടോ? യേശുവിന്റെ സംസാരം എന്ന് പറഞ്ഞാൽ അതുപോലെ ആരും സംസാരിച്ചിട്ടില്ല. അതാണ് യേശുവിന്റെ സംസാരം. ദൈവത്തിന് സ്തോത്രം. അവൻ കല്ലെറിഞ്ഞ് കൊണ്ടുവന്നവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയട്ടെ. അടുത്ത വരി. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ട്
തുടരുന്നു. അടുത്ത വരി. അവർ അത് കേട്ടിട്ട് മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി. അപ്പൊ ചെറുപ്പക്കാരുണ്ട്, പ്രായം ചെന്നവരും ഉണ്ട്, കൂട്ടത്തോടെ എത്തി. എന്തിനു വേണ്ടി? പാവിയെന്ന് മുദ്ര കുത്താൻ ആരും അഡ്രസ് കൊടുക്കണ്ട. പാപം ചെയ്തില്ലെങ്കിൽ പോലും നമ്മിൽ അനേകർ നോട്ടീസ് ഒട്ടിച്ചിരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവിടെ ഇതാ യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയാൻ പറഞ്ഞപ്പോൾ വലുതും ചെറുതുമായി എല്ലാവരും തിരികെ പോയി. അടുത്ത വാക്യം വായിച്ചേ. ഇളയവരും ഓരോരുത്തരെ വിട്ടുപോയി. യേശു മാത്രം നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. സ്ത്രീയും യേശു മാത്രമേ ഉള്ളൂ. അടുത്ത വരി. യേശു നിവർന്ന് അവളോട്. യേശു അപ്പം അതുവരെ എങ്ങനെ ഇരുന്നു? കൂറുവേ ഇന്നും അധികമായി ആരാധിപ്പേ, ഇന്നും മാർവമായി അൻപ് കൂറുവേ, ഇന്നും അധികമായി ആരാധിപ്പേൻ, ഇന്നും മാർവമായി ഉമ്മൈ മുഴുവുള്ളത്തോടെ ആരാധിപ്പേ, മുഴുബലത്തോടെ അൻപ് കൂറുവേ. ആരാധന 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 അൻപ് കൂറുവേ, ഇന്നും അധികമായി ആരാധിപ്പേ, ഇന്നും മാർവമായി അൻപ് കൂറുവേ, ഇന്നും അധികമായി ആരാധിപ്പേ, ഇന്നും മാർവമായി മുഴുവുള്ളത്തോടെ ആരാധിപ്പേ, മുഴുബലത്തോടെ അൻപ് കൂറുവേ. ആരാധന 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 ആരാധന. എൽറോയി കണ്ടീരേ നന്ദിയ, എൽറോയി എന്നെ കണ്ടീരേ നന്ദിയ, അയ്യോ എന്നെ കണ്ടീരേ നന്ദിയ, അയ്യോ എന്നെ കണ്ടീരേ നന്ദിയ. ഉമ്മ മുഴുവുള്ളത്തോടെ ആരാധിപ്പേ, മുഴുബലത്തോടെ അൻപ് കൂറുവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ. ഇതുവരെ നിവർന്നു നോക്കാത്ത യേശു അവൾ ഒറ്റയ്ക്കായപ്പോൾ അവളെ നിവർന്ന് നോക്കി. അതേ കണ്ണുകൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കണ്ണുകളിലേക്ക്, ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഈ ദേശത്ത്, ഓ യേശുപ്പച്ചൻ നിങ്ങളുടെ കണ്ണുകളിലേക്ക് ഇന്ന് രാത്രി നോക്കുവാൻ ഈ ദേശത്ത് സർവ്വസൈന്യാധിപൻ, അത്ഭുത മന്ത്രിയാകുന്ന ദൈവം, നീതി സൂര്യനാകുന്ന യേശു ഈ ദേശത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ സഹോദരിയെ മുഖത്തേക്ക് നോക്കി അവളോട് പറഞ്ഞു. അടുത്ത വരി. യേശു നിവർന്ന് അവളോട് സ്ത്രീയെ അവർ എവിടെ നിന്നെ കല്ലെറിഞ്ഞു കൊണ്ടുവന്ന എല്ലാരും എവിടെ? അടുത്ത വരി. നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്. നമ്മൾ ആ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? കല്ലെറിഞ്ഞു കൊണ്ടുവന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഈ സഹോദരിയെക്കാളും ഇരട്ടി പാപിയാണ്. പിന്നെ ആരും കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ആ കള്ളം പുറത്താകാത്തത് കൊണ്ട് നമ്മളൊക്കെ അങ്ങനെ ഒതുങ്ങി പതുങ്ങി, പല നാൾ കള്ളൻ ഒരു നാൾ എന്ത് ചെയ്യും? പിടിപെടും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പിടിപെടാത്തത് കൊണ്ട് പതുക്കെ ഒതുങ്ങി അങ്ങനെ ഇരിക്കുകയാണ്. കണ്ടോ, ഈ വന്നവരെല്ലാം ഇതിനേക്കാളും അപ്പുറത്തുള്ള ആൾക്കാരാ. അവരൊന്നും പുറത്തു പറയാതെ പിടിപെട്ടവളെ മാത്രം ഈ കല്ലുകൊണ്ട് എറിഞ്ഞുകൊണ്ട് വന്നവർ ഇതിനേക്കാളും വലിയവരാ, ഇതിനേക്കാളും വലിയ പാപം ചെയ്തവരാണ്. അവരെ പിടിപെടാത്തോണ്ട് കല്ലെറിഞ്ഞു കൊണ്ടുവന്നതാണ്. എന്നാൽ യേശുപ്പച്ചൻ പറഞ്ഞു, സ്ത്രീയെ അവരൊക്കെ പോയോ? അടുത്ത വരി വായിച്ചേ. ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. അവരാരും ഒന്നും ചെയ്തില്ല. അടുത്ത വരി. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. അവർ നിനക്ക് ശിക്ഷ വിധിച്ചില്ലല്ലോ, ഞാനും നിനക്ക് ശിക്ഷ. ഇതാരാ നിൽക്കുന്നത്? കൊന്നിട്ട് നരകത്തിൽ എവിടെ കിടക്കുന്നു? ലൂക്കോസ് 12:5-6 വാക്യം വായിച്ചേ. ഞാൻ ആരെ ഭയപ്പെടണമെന്ന് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിയിടവാൻ കഴിവുള്ളവനെ ഭയപ്പെടുവൻ.
സ്വത്രം. മനുഷ്യനെ കൊല്ലാനല്ലേ പറ്റത്തുള്ളൂ. ഏറ്റവും ലാസ്റ്റ് ഒന്നുകിൽ കൊല്ലൂ അല്ലേ, അതല്ലേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തൊന്നുമില്ലല്ലോ, ആണോ അല്ലേ? നിങ്ങളൊന്ന് പ്രതികരിക്കുക. ഏറ്റവും ലാസ്റ്റിൽ ഒരു മനുഷ്യനെ വേണമെന്ന് വെച്ചാൽ കൊന്നിടുമല്ലേ, അതിനപ്പുറം ഒന്നുമില്ലല്ലോ. സ്വത്രം. എന്നാൽ അതിനപ്പുറം ഒരു കാര്യമുണ്ട്. അതാണ് യേശു പറഞ്ഞത്, കൊന്നിട്ട് നരകത്തിൽ തള്ളിയിടാൻ കഴിവുള്ള ആ ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത്, കൊല്ലുന്നവനല്ല ഭയപ്പെടേണ്ടത്. കൊന്നിട്ട് നരകത്തിൽ തള്ളിയിടുവാൻ അധികാരമുള്ള ഒരാളെ ഉള്ളൂ, അതത്ര യേശു ക്രിസ്തു. ആ യേശു അത്രേ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി, അവൻ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നത് അതേ കർത്താവത്രേ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, സ്തോത്രം, സ്ത്രീയെ അവരാരും കുറ്റം വിധിച്ചില്ലല്ലോ, പക്ഷേ കൊന്നിട്ട് നരകത്തിൽ തള്ളിയിടാൻ കഴിവുള്ള ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. ഓ, നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? യേശുവിന്റെ ശബ്ദം മനസ്സിലായോ? ശബ്ദം മനസ്സിലായോ? പാപിയായ ഒരാൾ വരുമ്പോഴും കുത്തി കീറി കരയിപ്പിക്കാത്ത ഒരാളുണ്ടെങ്കിൽ, ഓ ഓ ആമേ, പാപം ചെയ്തിട്ട് വരുമ്പോഴും അല്ലെങ്കിൽ വീട്ടുകാരും നാട്ടുകാരും ലോകം ഒരുമിച്ച് വലിച്ച് തേച്ചൊട്ടിക്കുമ്പോഴും തേച്ചൊട്ടിക്കാതെ മക്കളെ ഇനി നീ പാപം ചെയ്യില്ല എന്ന് പറയുന്ന ഒരു സ്നേഹിതനെ ഉള്ളൂ. അതത്രേ ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു. ഹല്ലേലൂയ. മാറോട് ചേർത്ത് പിടിച്ച് അപ്പനെ അമ്മയെ അടിച്ച് പുറത്താക്കുമ്പോഴും കെട്ടിപ്പിടിച്ചിട്ട്, മക്കളെ നിനക്ക് വേണ്ടി ഞാൻ മരിച്ചില്ലേ, ഞാനുണ്ട്. ആമേ, പ്രതികൂലം വന്ന് ആത്മഹത്യക്ക് വേണ്ടി ഇറങ്ങി തിരിക്കുമ്പോഴും ആ സ്ഥലത്ത് ചെന്ന് പൊക്കിയെടുക്കുന്ന ഒരു സ്നേഹിതനുണ്ടെങ്കിൽ, പ്രിയരെ, ഞാൻ പ്രസംഗിക്കുന്ന യേശു മാത്രമേ ഉള്ളൂ. ആ യേശു ആ സഹോദരിയോട് പറഞ്ഞു, സ്വത്രം, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക. അടുത്ത വരി, ഇനി പാപം ചെയ്യരുത്, ഇനി നീ എന്ത് ചെയ്യല്ലേ, പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. പോക, ഇനി നീ പാപം ചെയ്യരുത്. യേശു പറഞ്ഞു, മക്കളെ നീ പൊക്കോ, ഇനി നീ എന്ത് ചെയ്യല്ലേ, പാപം ചെയ്യരുത്. യേശുവിന്റെ ശബ്ദം മനസ്സിലായോ? ഒരു പാപിയെ കണ്ട എങ്ങനെ സംസാരിക്കും യേശു? അവളുടെ പാപത്തെ കുത്തി കീറുമെന്നാണോ? അല്ല. നമ്മളെ പോലെയാണോ യേശു സംസാരിക്കുന്നത്? അല്ല. ഹല്ലേലൂയ. പാപം ചെയ്ത് സഹോദരൻ പറഞ്ഞു, മക്കളെ ഞാൻ നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല, നീ എൻ്റെ അടുത്ത് വന്നല്ലോ, എൻ്റെ അടുത്ത് കൊണ്ടുവന്നല്ലോ, വഴി തെറ്റിയില്ല. അവർ കല്ലെറിഞ്ഞ് കൊണ്ടുവന്നെങ്കിലും പാപം ക്ഷമിക്കാൻ കഴിവുള്ള എൻ്റെ അടുത്താണല്ലോ നിന്നെ കൊണ്ടുവന്നത്, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. പക്ഷെ ഇനി നീ പാപം ചെയ്യരുത്. കണ്ടോ, ഇനി നീ പാപം ചെയ്യരുത്. ഓ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം, യേശുവിന്റെ ശബ്ദം കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് ബെഥസ്ദ കുളം എന്ന ഒരു കുളമുണ്ട്. ഹല്ലേലൂയ. അവിടെ 38 ആണ്ട് തൊട്ട് രോഗം പിടിപെട്ട ഒരു മനുഷ്യൻ കിടക്കുക. എത്ര വർഷം കൊണ്ട്? 38 വർഷം കൊണ്ട് കിടക്കുകയാണ്. ആ കുളത്തിനകത്ത് ദൂതൻ ഇറങ്ങുമ്പോൾ ആദ്യം ഇറങ്ങുന്ന വ്യക്തി ആരായാലും എന്ത് ചെയ്യും? സൗഖ്യം പ്രാപിക്കും. സൗഖ്യത്തിന് വേണ്ടി കാത്തു കിടക്കുകയാണ്. എങ്ങനെയോ കൊണ്ട് അവിടെ ആക്കിയിട്ട് ആൾക്കാർ പോയി. പക്ഷേ ഇയാളെ പിടിച്ചുകൊണ്ട് 38 വർഷം കൊണ്ട് ഈ പിടിച്ച് വെള്ളത്തിനകത്ത് ദൂതൻ കലക്കുമ്പോൾ ആദ്യം ചെന്നിറങ്ങിയാലേ സൗഖ്യമാകും. ഈ മനുഷ്യൻ 38 ആണ്ട് കിടക്കുകയാണ്. എന്നാൽ ഇവനെ കണ്ട ഒരു ദൈവമുണ്ട്. ഇവനോട് സംസാരിപ്പാൻ ഇവന്റെ അവസ്ഥ കണ്ട് ബെഥസ്ദ കുളത്തിന്റെ കരയിൽ ഹല്ലേലൂയ ഇറങ്ങി വന്ന് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? കിടക്ക എടുത്ത് നടക്ക. ഓ ജീസസ്, ഹല്ലേലൂയ. യേശുവിന്റെ ശബ്ദം കണ്ടോ? കിടക്ക എടുത്ത് നടക്ക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ദൈവത്തിന് സ്തോത്രം. കണ്ടോ യേശുവിന്റെ ശബ്ദം കണ്ടോ? ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിനകത്ത് യേശു സംസാരിച്ചു. മാർത്തയും മറിയുടെയും സഹോദരൻ ലാസർ മരിച്ചു. സ്തോത്രം. യേശു കർത്താവ് അപ്പ പോയില്ല, പിന്നത്തേതിൽ യേശു അവിടെ പോയി. ഹല്ലേലൂയ. മാർത്തയുടെയും മറിയുടെയും കണ്ണുനീര് കണ്ട് യേശു ഒപ്പം കരഞ്ഞു. ഹല്ലേലൂയ. ഒപ്പം കരയുന്ന അനേകർ കരയാറുണ്ടല്ലേ? ഒരാളുടെ വേദന കാണുമ്പോൾ ചിലർ അടുത്ത് വന്നെന്ന് പറയും, പാവം, എന്നാലും നിനക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് കരയൂലേ? കണ്ണീരൊക്കെ വരും. അകത്തെന്തോന്നാ പറയുന്നത്? നിനക്കൊക്കെ അങ്ങനെ തന്നെ വേണം, ഇന്നോളൊക്കെ ഇങ്ങനെയല്ലേ ഞങ്ങളോട് ചെയ്തത്, നിനക്ക് അങ്ങനെ തന്നെ വേണം. ഇതല്ല യേശു. യേശു കരഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്തും പുറത്തും ഒരുപോലെ കരഞ്ഞ ഒരാളുണ്ടെങ്കിൽ അത് യേശു മാത്രമേ ഉള്ളൂ. ഇന്ന് അനേക മനുഷ്യർ പുറത്തൊന്ന് കരഞ്ഞ് അഭിനയിക്കാറുണ്ട്. അങ്ങനെ കരഞ്ഞതല്ല യേശു ക്രിസ്തു. പിന്നെ എങ്ങനെ കരഞ്ഞു? മാർത്തയുടെയും മറിയയുടെയും കണ്ണുനീര് കണ്ട് യേശു കരഞ്ഞു. ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വെച്ചത് എവിടെ എന്ന് യേശു അവരോട് ചോദിച്ചു. സ്തോത്രം. യേശു കല്ലറയിൽ പോയി വേദനയുടെ നടുവിൽ, അവൻ ഭാരത്തിന് നടുവിലിരുന്ന ആ മക്കളുടെ സഹോദരനെ, ഓ ലാസറേ പുറത്തു വാ എന്ന് പറയുന്ന മാത്രയിൽ ലാസർ പുറത്തു വന്നു. ഇന്ന് രാത്രി ഞാൻ പറയാം, യേശുവിൻ്റെ ശബ്ദം മരിച്ചതിനെ എഴുന്നേൽപ്പിക്കുന്ന ശബ്ദമാണ്. യേശുവിൻ്റെ ശബ്ദം വേദനിക്കുന്നവരോടൊപ്പം വേദനിക്കുമ്പോൾ ആശ്വാസം കൊടുക്കുന്ന ശബ്ദമാണ്. ആമേൻ. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ ഒരു വിധവ, തൻ്റെ ഏകജാതനായ മകൻ മരിച്ചു, ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി. ആ വിധവ കരഞ്ഞ് അടക്ക ശുശ്രൂഷയ്ക്ക് കൊണ്ട് കൊണ്ടുപോകുമ്പോൾ ഇത് യേശു നടന്നു വരികയാണ്. യേശു മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. അവിടെ നിൽക്കുക മാത്രമല്ല, യേശു അവരുടെ സഹോദരൻ പറഞ്ഞ്
കരയണ്ട. കണ്ടോ, കരയുന്നവരുടെ കൂടെ കരയുന്ന കർത്താവ്, കരയണ്ട എന്ന് പറയുന്ന കർത്താവ്. ആമേൻ. ഇന്ന് രാത്രി ആ യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട് സ്നേഹിതരെ. എൻ്റെ വിഷയം ഇതൊന്നും അല്ലാത്തത് കൊണ്ട് ഞാൻ ഓടിച്ചു പോകുകയാണ്. നിന്നെ അറിയുന്നൊരു ദൈവം വന്നിട്ടുണ്ട്, നിന്നെ കാണുന്നൊരു ദൈവം വന്നിട്ടുണ്ട്, നിന്നെ മനസ്സിലാക്കുന്നൊരു ദൈവം വന്നിട്ടുണ്ട്, നിന്നെ അടുത്തറിയുന്നൊരു ദൈവം വന്നിട്ടുണ്ട്. നിന്റെ കണ്ണുനീരൊപ്പ, നിന്റെ പ്രാർത്ഥന കേൾക്കാം, നിന്റെ ഞരക്കം അറിയുന്നൊരു ദൈവം. ഓ, നിന്റെ കണ്ണുനീര് മാറ്റി നിനക്ക് ആശ്വാസം തരുന്നൊരു ദൈവം. വേദനയോടെ ആയിരിക്കും നീ ഇവിടെ കടന്നു വന്നത്, പക്ഷേ ഈ വേദന മാറ്റുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5 മുതൽ അങ്ങോട്ട് വായിച്ചു പോകുമ്പോൾ 5-ാം അധ്യായത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ എന്താ കിടക്കുന്നത്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ബെഥസ്ദാ കുളമാണെങ്കിൽ 6-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ യേശു നോക്കുമ്പോൾ ഒരു കൂട്ടം ദൈവമക്കൾ ഇരിക്കുകയാണ്. അവർ 3 ദിവസമായിട്ട് പോകുന്നില്ല. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ചു. കർത്താവ് ചോദിക്കുമ്പോൾ അവിടെ പറഞ്ഞു 5 അപ്പവും 2 മീനും ഉണ്ട്, മതി, 5000 വരെ ഇരുത്താൻ പറഞ്ഞു. ഹല്ലേലൂയ. 5 അപ്പവും 2 മീനും വാഴ്ത്തി നുറുക്കി 5000 പേർക്ക് കൊടുത്തു. മിച്ചം എന്ത് ചെയ്തു? പിടിച്ചു. ഹല്ലേലൂയ. മിച്ചവും മാറ്റിയെടുത്തു അല്ലേ? അത്രയ്ക്ക് അത്ഭുത മന്ത്രിയാകുന്ന യേശു. ആ യേശുവിൻ്റെ സംസാരം എല്ലാവരെയും പോലെ അല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ ഇന്ന് രാത്രി പ്രാപിച്ചിട്ടേ പോകാവൂ. യേശുവിൻ്റെ ജീവനുള്ളവന്റെ ശബ്ദം സാധാരണ ശബ്ദമല്ല, അസാധാരണ ശബ്ദം. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ശബ്ദം, രോഗിക്ക് സൗഖ്യമാക്കുന്ന ശബ്ദം, മരിച്ചവനെ ഉയർപ്പിക്കുന്ന ശബ്ദം, ബന്ധനത്തിൽ കിടക്കുന്നവരെ കെട്ടുകളെ പൊട്ടിപ്പിക്കുന്ന ശബ്ദം, കണ്ണുനീരൊഴുക്കുന്നവരുടെ കണ്ണുനീര് മായ്ക്കുന്ന ശബ്ദം, തീർന്നില്ല, ഭാവിയായി കല്ലെറിഞ്ഞ് കൊണ്ടുവരുന്നവരെ കുറ്റം വിധിക്കാത്ത ശബ്ദം, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ശബ്ദം ഉണ്ടെങ്കിൽ യേശുവിന്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. ഇന്ന് ഈ ശബ്ദ പരിധിക്കുള്ളിൽ ദേശനിവാസികളെ, നിങ്ങൾ വ്യത്യസ്തമായ വിഷമത്തോടെ ആയിരിക്കും ഇരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ വിഷമം അറിഞ്ഞ് അത്തിയുടെ കീഴിലിരുന്ന ആവേശത്രം മനുഷ്യനെ ഇന്നലെ നമ്മൾ ചിന്തിച്ചു. അത്തിയുടെ കീഴിലിരുന്ന മനുഷ്യനെ കണ്ട എൻ്റെ ദൈവം, ഹല്ലേലൂയ, നഥനയേലിനെ കണ്ട ദൈവം ഇന്ന് രാത്രി നിന്നെയും കാണുന്നുണ്ട്. നീ എവിടെ ഇരുന്നാലും ഇരിക്കുന്ന സ്ഥാനം അറിയുന്ന കർത്താവ് ഇന്ന് രാത്രി ദേശത്തിൽ വന്നിട്ടുണ്ട് സ്നേഹിതരെ. ഹല്ലേലൂയ. യോഹന്നാൻ 6-ലേക്ക് പോകുമ്പോൾ ആമേൻ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. യേശു സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങോട്ട് കഠിന വാക്കുകൾ, കഠിന വചനങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ജനം മാറാൻ തുടങ്ങി. 6-ാമത്തെ നിങ്ങൾ വീട്ടിൽ പോയി യോഹന്നാൻ വായിക്കണം. വായിക്കുമ്പോൾ അതിനകത്ത് അങ്ങോട്ട് യേശുവിൻ്റെ രക്തത്തെക്കുറിച്ചും യേശുവിൻ്റെ മാംസത്തെക്കുറിച്ചും, ഹല്ലേലൂയ. പിന്നെ അവിടെ രോഗസൗഖ്യമൊന്നുമല്ല. ഓ, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഹല്ലേലൂയ. യേശു അങ്ങ് സംസാരിക്കാൻ തുടങ്ങി, കഠിന വാക്ക് സംസാരിക്കാൻ തുടങ്ങി. യേശോത്രം കണ്ണടച്ച് തുറക്കുമ്പോൾ 10,000ങ്ങളിൽ നിന്ന് ജനം എല്ലാം പിരിഞ്ഞു. ഇപ്പം എത്രയുണ്ട്? അപ്പം കൊടുത്തപ്പോൾ എത്ര ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? കറങ്ങൊന്ന് അടിച്ചേ. ഓരോ അധ്യായങ്ങൾ ധ്യാനിച്ച് വരുമ്പോൾ യേശു എല്ലാം ശുശ്രൂഷ ചെയ്തു. കട്ടിയുള്ള വചനം കൊടുക്കാൻ തുടങ്ങി. അടുത്ത് ഇനി അങ്ങോട്ട് കട്ടിയുള്ള വചനം വരാൻ പോകുകയോ. ഇന്നലെ രഹസ്യവരവ് പറഞ്ഞില്ലേ? മിനിഞ്ഞാന്ന് വചനം പറഞ്ഞ് ഓർത്തല്ലോ. ഇന്നലെ പറഞ്ഞ വചനം നിങ്ങൾ ഓർത്തല്ലോ. ഇന്ന് പറയാൻ പോകുന്ന വചനം കട്ടിയുള്ളതാണ്. യേശുക്രിസ്തു 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് പറയാൻ തുടങ്ങി. 10,000-കണക്കിന് ജനം തടിച്ചു കൂടിയിരുന്നു. പ്രസംഗം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ 12 പേരിലെത്തി. എത്ര? യേശു പ്രസംഗിച്ചപ്പോൾ എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ എത്ര പേരായി? 10,000 ഇരുന്ന് ഇപ്പം എത്ര പേരേ ഉള്ളൂ? 12 പേരുള്ളൂ. ഒരു ശിഷ്യൻ വന്ന് ഓടി വന്നു, ഗുരു കണ്ടോ, ഇരുന്ന് എല്ലാം പോയി, നീ എങ്ങനെ പ്രസംഗിക്കും? ആര് കേൾക്കും? യേശു ചോദിച്ചു, നിങ്ങൾക്ക് പോകണമെന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? കോടികൾ വരുന്നതിലല്ല കാര്യം, ക്രിസ്തുവിൽ നിൽക്കുന്നതില കാര്യം. മനസ്സിലാകുന്നുണ്ടോ? യേശു അകത്ത് വരുന്നില്ല കാര്യം, കോടിക്കണക്കിന് എന്തിന്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. എത്ര ലഗ്യോനാണ്? ലഗ്യോനിൽ എത്ര ഭൂതം ഉണ്ടായിരുന്നു? 2000 പന്നിയിൽ എത്ര ഭൂതം പോയെ? 6000 അല്ലേ? 6000 ഇല്ലെങ്കിലും 5 പേരെങ്കിലും രക്ഷിക്കപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. 6000 ലഗ്യോന്റെ ആവശ്യമില്ല. 5 രക്ഷിക്കപ്പെട്ട മക്കളുണ്ടെങ്കിൽ ഒരു കൺവെൻഷനിൽ ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ അത് മതി സ്നേഹിതരേ. യേശു നോക്കിയപ്പോൾ 12 പേരും യേശു മാത്രം 13 പേര് ശേഷിച്ചു. യേശുപ്പച്ചനോടൊന്ന് ശിഷ്യന്മാരെ ചോദിച്ചു, കർത്താവേ, ഇങ്ങനെ വല്ലതും നീ പ്രസംഗിച്ചാൽ, ഈ എല്ലാ ജനങ്ങളും പോയി കഴിഞ്ഞു, ഇനി അടുത്തേക്ക് നീ പ്രസംഗിച്ചാൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേൾക്കാൻ. യേശു ചോദിച്ചു, പത്രോസ്, നിങ്ങൾക്ക് പോകണമെന്നുണ്ടോ? എന്നാ പൊക്കോ. എന്നാ അപ്പോൾ മറുപടി പത്രോസിന്റെ, നിത്യജീവമൊഴികൾ അപ്പനിലുണ്ട് പാരനെ, അങ്ങേ വിട്ടിട്ടാടി എങ്ങു പോയി വസിക്കും, അങ്ങേ വിട്ടിട്ടാടി എങ്ങു പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.
ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഒന്നാമത്തെ ദിവസം നമ്മൾ വചനം കേട്ടു, രണ്ടാമത്തെ ദിവസം യേശുവിൻ്റെ വരവിനെ കുറിച്ച് കേട്ടു, മൂന്നാമത്തെ ദിവസം നമ്മൾ കേട്ടു ഈ യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു. ആ ജീവൻ എന്തായിരുന്നു? ആ ജീവനുള്ള കർത്താവിൻ്റെ ശബ്ദം എങ്ങനെയായിരുന്നു? ആ കർത്താവ് എന്തും ചെയ്യും. ഹല്ലേലൂയ. എല്ലാം ചെയ്യാൻ കഴിവുള്ള ഒരാളെ ഉള്ളൂ, അതത്രേ ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ യേശു. ഞാൻ പറയട്ടെ, യേശുവിൻ്റെ വരവ് താമസമെങ്കിൽ ജനിച്ചാൽ ഒരു മരണമുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യം ശ്രദ്ധിക്കുന്നുണ്ടോ? കഠിന വാക്ക് കേട്ട് 12 പേരൊഴിച്ച് ബാക്കി എല്ലാവരും വീട്ടിൽ പോയി കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ട് ദൈവത്തിന് സ്തോത്രം, പ്രസംഗമെല്ലാം കൊള്ളാമെന്ന് പറഞ്ഞ് പോണ്ട. പിന്നെ ഇന്നത്തെ രാത്രി ഗുണപ്പെട്ടോളണം, ഇന്നത്തെ രാത്രി രക്ഷപ്പെട്ടോളണം, ഇന്നത്തെ രാത്രി പാപം വിട്ടു തിരിഞ്ഞോളണം, ഇന്നത്തെ രാത്രി ദൈവവചനത്താൽ നിറഞ്ഞോളണം, ഇന്നത്തെ രാത്രി വലിയൊരു വിടുതലോടെ പുറത്തു വന്നോളണം, ഇന്നത്തെ രാത്രി ഒരു മാറ്റത്തിന് രാത്രി ആയിക്കൊള്ളണം. ഇതുവരെ കേട്ടതുപോലെ കേട്ടിട്ട് പോകരുത്, ഇതുവരെ കണ്ടതുപോലെ കണ്ടിട്ട് പോകരുത്. ഇതുവരെയും കേൾക്കാത്ത കാണാത്ത രീതിയിൽ വചനം കേട്ട് ജീവന്റെ പുസ്തകത്തിൽ പേര് പ്രാപിച്ചിട്ട് ആരാധന വിട്ടു പോകാവൂ. അല്ലാതെ ഒറ്റ വ്യക്തി ആരാധന വിട്ടു പോകരുത്. യേശു ശിഷ്യന്മാർ മാത്രം ഉണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, മക്കളെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകണമെന്നുണ്ടോ? ഹല്ലേലൂയ. കർത്താവ് നട്ടിട്ടില്ലാതെല്ലാം വേരോടെ പറഞ്ഞു പോകും. കർത്താവ് നട്ടിട്ടില്ലാത്തെല്ലാം വേരോടെ പറഞ്ഞു പോകും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരില്, യേശുവിന്റെ വരവ് താമസമായാലും നമ്മൾ മനുഷ്യൻ ജനിച്ചാൽ ഒരു മരണമുണ്ട്, മരണശേഷം ഒരു ജീവിതമുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ എല്ലാവരും വേദപുസ്തകം തുറന്ന്, നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ മെസ്സേജ് നോട്ട് ചെയ്തില്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ കയറി സിസ്റ്റർ ശാലിനി എന്ന് മാത്രം, ശാലിനി ബി എന്ന് മാത്രം അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മെസ്സേജ് എല്ലാം കിട്ടും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കേൾക്കുക, ദൈവവചനത്തിന് മുന്നിൽ വീഴുക. ഈ ആരാധനകൾ ഞങ്ങളങ്ങ് പോകും, പക്ഷേ ക്രിസ്തുവിന്റെ വചനം പോകത്തില്ല. ഈ വചനം ജീവനുള്ളതായി, ചൈതന്യമുള്ളതായി, ഇരുവായുത്തുള്ള ഏതൊരു വാളിനേക്കാളും മൂർച്ചയേറിയ പ്രാണനെ ആത്മാവിനെ സന്ധി മജ്ഞങ്ങളെ വരെ വേർതിരിക്കും വരെ തുളച്ചെല്ലുന്ന വചനം, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന വചനം. തീർന്നില്ല, വചനം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കാര്യം സാധിപ്പിച്ചിട്ട് എൻ്റെ ദൈവത്തിന്റെ അടുക്കൽ എത്തുമെന്ന് യെശയ്യാവിന്റെ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, സഹോദര സഹോദരി, ഈ ശബ്ദം കേട്ട് ദേശത്തിൽ, ഭവനങ്ങളിൽ, മുറ്റത്ത്, റോഡിൽ ആയിരിക്കുന്ന പൈതല്, ഇന്ന് രാത്രി നിന്നെ സ്നേഹിക്കുന്ന ഒരുവൻ ഈ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. നീ അറിയാതെ ഒരുവൻ നിന്റെ അടുത്തുണ്ട്. ഓ സ്തോത്ര. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. നീ അറിയാത്ത ഒരുവൻ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാകുന്ന യേശു, ഇന്ന് രാത്രി നീ ജനിക്കും മുമ്പേ നിനക്ക് വേണ്ടി മരിച്ച ഒരുവനുണ്ട്. നീ എന്ത് പാപം ചെയ്താലും, നിനക്ക് എത്ര ശാപമുണ്ടെങ്കിലും ഈ ശാപം പോകാൻ നേർച്ചയിലൂടെ ശാപം പോകത്തില്ല. യേശു നിനക്ക് വേണ്ടി ശാപമായി. ഓ, ഈ യേശുവിന്റെ മുന്നിൽ നീ മുട്ടുമടക്കിയാൽ നീ ശാപം തീരാൻ വേറെ ഒന്നും ചെയ്യണ്ട. യേശു നിനക്ക് വേണ്ടി ശാപമായി. നിന്റെ ശാപത്തെ പൊട്ടിക്കുവാൻ യേശു ക്രിസ്തു പച്ചമര കുരിശിൽ ശാപം ഏറ്റെടുത്തു. പാപം ഏറ്റെടുക്കുവാൻ യേശു എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി തകർന്നു. ആ യേശുവിന്റെ രക്തത്തിൽ ശുദ്ധീകരണമുണ്ട്. നീ ഏത് കൊടും ഭാവിയായാലും ശരി, നിന്റെ നേർച്ച കാഴ്ചകൾ കൊണ്ട് ഒരിക്കലും നിന്റെ പാപത്തിന് ശുദ്ധീകരണം വരത്തില്ല. നീ എന്തെല്ലാം ചെയ്താലും, ഓ സ്വത്ര, എത്ര ലക്ഷം മുടക്കി നീ എന്ത് കാര്യം ചെയ്താലും നിന്റെ ശാപം ഒഴിയത്തില്ല. ശാപം മാറണമോ? യേശുവിന്റെ മുൻപിൽ വാ. ഒരു പൈസ പോലും നിനക്ക് മുടക്കില്ല. നീ ലക്ഷങ്ങൾ മുടക്കി ശാപം തീർക്കാൻ പോയിട്ട് ശാപം മാറിയോ? ഇല്ല. എന്നാൽ യേശുവിന്റെ അടുത്ത് വന്നാൽ ഒറ്റ ദിവസം മതി, നിന്റെ ശാപം പൊട്ടും. Oh Jesus, 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 Jesus. Hallelujah, hallelujah, hallelujah. ദൈവത്തിന് സ്തോത്രം. ആ യേശു ഇന്ന് ഈ ദേശത്ത്, ഈ ശബ്ദ പരിധിക്കുള്ളിൽ യേശു വന്നിട്ടുണ്ട്. ആമേൻ. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യം വായിച്ചേ. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകും. മനുഷ്യൻ തന്റെ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? ഹല്ലേലൂയ. ഈ ഭൂമിയിൽ, ഓ സ്തോത്രം, ഒരു വ്യക്തി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മരണമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയാം, മരണശേഷം ഒരു ജീവിതമുണ്ട്. അനേകർ പറയാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ കൂടുതൽ പാടുമെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ സംസാരിക്കാതെ എല്ലാ വചനം ശ്രദ്ധിച്ചിരിക്കണം. ഹല്ലേലൂയ. ഉറങ്ങരുത് ആരും. ഇന്നത്തെ ശുശ്രൂഷയിൽ ഉറങ്ങരുത് ഒറ്റ മനുഷ്യര്. എല്ലാം ശ്രദ്ധിച്ച് ഹൃദയത്തിന്റെ അകത്ത് പകർത്തിക്കൊള്ളണം. പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിക്കൊള്ളണം. ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ പോകാവൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതൽ, അനേകർ പറയും മരണം കൊണ്ടെല്ലാം തീർന്നു എന്ന്. അനേകർ പറയാറുണ്ട്, അയ്യോ ഒന്ന് മരിച്ചെങ്കിൽ മതിയായിരുന്നു. തലമുറകൾ വഴിതെറ്റിപ്പോകുമ്പോൾ അപ്പനും അമ്മയും വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ മരിക്കാൻ പോകുന്നു, ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. അനേകർ ചിന്തിക്കുന്നത് ആത്മഹത്യ
ഒരു പരിഹാരമാണെന്ന്. ഇല്ല, ആത്മഹത്യ ഒരു പരിഹാരമല്ല. സ്വോത്രം, ദൈവത്തിന് സ്വോത്രം. അനേകർ പറയാറുണ്ട്, അയ്യോ ഈ രോഗം ഒന്ന് മരിച്ചെങ്കിൽ മതിയായിരുന്നു, ഈ അസുഖം കൊണ്ട് നടക്കാൻ വയ്യ, അയ്യോ ഒന്ന് മരിച്ചാൽ പിന്നെ ഒന്നും അറിയണ്ടല്ലോ. സ്നേഹിതരെ, മരിക്കും മുമ്പുള്ളതുപോലല്ല മരിച്ച ശേഷം കേട്ടോ. ഇവിടെ ഒരു 70, 80, 90 വയസ്സ് വരെ ഉള്ളൂ. സങ്കീർത്തന പുസ്തകം 90-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ വേദ പുസ്തകം പറയുന്നു, സങ്കീർത്തനങ്ങൾ 90:10 വായിക്കുമ്പോൾ വായിച്ചേ. സങ്കീർത്തന പുസ്തകം 90-ാം അധ്യായം 10-ാം വചനം വായിച്ചേ. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം ഏറെയായാൽ 80 സംവത്സരം അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവുമത്രേ. അത് വേഗം തീരുകയും, അത് എപ്പോ തീരും? വേഗം തീരുകയും. ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. ഞങ്ങൾ എങ്ങനെ പോകും? പറന്നു പോവുകയും ചെയ്യും. ഹല്ലേലൂയ. അത് വേഗം തീരും, ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. ഇന്ന് രാത്രി ഞാൻ പറയാം, നമുക്ക് ഈ ഭൂമിയിൽ ഒരു 4 വിരൽ നീളമുള്ള ആയുസേ ഉള്ളൂ. അത് ഇന്ന് വയസ്സ് പ്രായം ഭേദം ഒന്നുമില്ല സ്നേഹിതരെ. ഇന്ന് 90 എന്നില്ല, 100 എന്നില്ല, 80 എന്നില്ല, 40 എന്നില്ല, 50 എന്നില്ല, 20 എന്നില്ല, 10 എന്നില്ല, 5 എന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ജനിച്ചാൽ ഒരു ദിവസം പോയേ തീരൂ. ഞാൻ പറയാം, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദേശം ഇവിടെ അല്ല, നമ്മുടെ ദേശം സ്വർഗമാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ഉള്ള കാലം ജീവിച്ചിരിക്കത്തില്ല. ഈ ഭൂമിയിൽ ജീവിക്കാൻ തരുന്ന ഒരു പീരീഡ് ഒരു 4 വിരൽ നീളം മാത്രമേ ഉള്ളൂ. ഈ 4 വിരൽ നീളം ക്രിസ്തുവിൽ ജീവിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ മരണശേഷം അയ്യോ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ് ചെന്ന് ചേരുന്നുള്ള കാര്യം മറന്നു പോകല്ലേ സ്നേഹിതരെ. ഹല്ലേലൂയ. ഇത് കളിപ്പീരിന്റെ സുവിശേഷമല്ല, ഇത് ചെപ്പടി വിദ്യ പറയുന്ന സുവിശേഷമല്ല, ഇത് റിയലിയുള്ള സുവിശേഷമാണ്. ഇത് സത്യസന്ധമായ സുവിശേഷമാണ്. ഇത് നടക്കാൻ പോകുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന സുവിശേഷമാണ്. ഇത് അന്ന് നടന്ന, ഇന്ന് നടക്കുന്ന, ഇനി നടക്കാൻ പോകുന്ന വചനമത്രേ തിരുവചനം. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറി പോകാത്ത ഒന്നുണ്ടെങ്കിൽ ഈ തിരുവചനം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അനേകർ പറയും, ഈ ഭൂമിയിൽ മരിച്ചു കഴിഞ്ഞാൽ പക്ഷിയായി, മൃഗങ്ങളായി, പറവകളായി അവിടെ ഇവിടെ കൂടെ നടക്കും. അതാ ദേ വന്നു കാക്ക, അത് ഒരു മനുഷ്യൻ മരിച്ചതാണെന്ന് പറയും. എന്നാൽ വേദപുസ്തകം പറയുന്നത് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഹല്ലേലൂയ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരിടവും കാണത്തില്ല. 2 സ്ഥലമുണ്ട്, അതിലേതെങ്കിലും സ്ഥലത്ത് പോകും. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ കണ്ണടച്ച് തുറക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് പോകും. ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ കണ്ണടച്ച് തുറക്കുമ്പോൾ എല്ലാവരും പോയെന്ന് പറയൂല്ലേ. ഞങ്ങളുടെ കൂടെ സ്തോത്രം, ഞങ്ങളുടെ ചർച്ചിൽ വന്നിട്ട് സിസ്റ്റർ, ഞാൻ ഇവിടെ ഇരുന്നപ്പോഴാ മെസ്സേജ് വന്നേ. ബേബി എന്ന് പറഞ്ഞ സിസ്റ്റർ കർത്താവിൻ്റെ അടുക്കൽ കയറിപ്പോയി. അവർ കർത്താവിന് വേണ്ടി ജീവിച്ചു, കർത്താവിൽ ശുശ്രൂഷിച്ചു, കർത്താവിനായി ജീവിച്ചു, വിസിറ്റ് ചെയ്തു, പ്രവർത്തിച്ചു, ആരാധനകളിലെല്ലാം പങ്കെടുത്തു, കഴിവുള്ളപ്പോഴൊക്കെ പങ്കെടുത്തു. ഞാനിപ്പോൾ കൂടെ ഇരിക്കുമ്പോഴാണ് ആളിലെ മെസ്സേജ് വന്നത്. സ്തോത്രം, സിസ്റ്റർ കർത്താവിൻ്റെ രാജ്യത്തിൽ കയറിപ്പോയി. ഓ റഖറ സാരദര ജൂഡിമാന റിപ്പലദര സഖോറദര സെരദരെ റാന്തൽകന റാന്തൽകന റാന്തൽകന. യേശു മാത്രം സർവശക്തൻ, യേശു മാത്രം സർവജ്ഞാനി, യേശു മാത്രം സർവവ്യാപി. യേശുവിനെ പോലെ മറ്റൊരുവനില്ല. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ കണ്ണടയ്ക്കുമ്പോൾ എല്ലാം തീർന്നു എന്ന് പറയും. ഇനി എനിക്ക് മക്കളെ ദുഃഖം കാണണ്ട, ഇനി എനിക്ക് ദേശത്തിന്റെ ദുഃഖം കാണണ്ട, എനിക്കിനി ആൾക്കാരുടെ കളിവാക്ക് കാണണ്ട, ഒന്ന് മരിച്ചു കിട്ടിയാൽ മാത്രം മതി എന്ന് പറയും. എന്നാൽ മരണശേഷം ഒരു ജീവിതമുണ്ട്. ഇവിടെ 80, 90, 100 വയസ്സ് വരെ, അതിനുശേഷം 100 വയസ്സല്ല, 200 വയസ്സല്ല, 300 വയസ്സല്ല, യുഗം ഒരു മരണമുണ്ട്, യുഗം ഒരു ജീവിതമുണ്ട്. ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് നമ്മൾ കണ്ണ് തുറക്കും മറ്റൊരു സ്ഥലത്ത്. 2 സ്ഥലമുണ്ട്. വേദപുസ്തകം 2 സ്ഥലത്തെ കുറിച്ച് പറയുന്നു. ഒന്ന്, ദൈവത്തിന് സ്തോത്രം, ഇവിടെ കണ്ണടയ്ക്കുമ്പോൾ പോകുന്നത് പർദീസ എന്ന് പറയുന്ന സ്ഥലം. 2, ഇവിടെ കണ്ണടയ്ക്കുമ്പോൾ പോകുന്നത്, പാപികൾ പോകുന്നത് പാതാളം എന്ന താൽക്കാലിക ഇടം. ദൈവത്തിന് സ്തോത്രം. താൽക്കാലിക ഇടമാകുന്ന പാതാളത്തിലും പർദീസ എന്ന ദൈവമക്കൾ പർദീസ എന്ന സ്ഥലത്തുമാണ് പോകുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇവിടെ കൂടെ കറങ്ങി നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സഭാപ്രസംഗി പുസ്തകത്തിനകത്ത് പറയുന്നത്, മനുഷ്യൻ ഈ ഭൂമിയിൽ മരിച്ചു കഴിയുമ്പോൾ അവന്റെ പ്രാണൻ 11:7 പറയുന്നു, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് കയറിപ്പോകും. വായിച്ച 11:7 വാക്യം. ദൈവത്തിന്റെ ആത്മാവ് തനിക്ക് ദൈവത്തിന്റെ ആത്മാവ് ആമേൻ എവിടെ നിന്നാണോ വന്നത് അവിടത്തേക്ക് എന്ത് ചെയ്യും? ഈ ഭൂമി വിട്ടു പോകുമ്പോൾ മടങ്ങിപ്പോകും. ആത്മാവിനെ അയച്ചവന്റെ അടുക്കലേക്ക് അത് മടങ്ങിപ്പോകുമെന്ന് വേദപുസ്തകം എഴുതിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ പൈതല്, ഈ ഭൂമിയിൽ കറങ്ങി ചുറ്റി മറ്റൊരു പക്ഷിയായി മൃഗമായി മാറുമെന്ന് വേദപുസ്തകം പറയുന്നില്ല. എന്നാൽ ഈ ഭൂമിയിൽ യേശുവിന് വേണ്ടി ജീവിച്ചാൽ ആ വ്യക്തിക്ക് ഒരു പ്രത്യാശയുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത്, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ 2:17. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ശ്രദ്ധിക്കണേ, ചെവിയുള്ളവൻ. യേശു മിക്കയിടത്തും പറഞ്ഞിട്ടുണ്ട് ചെവിയുള്ളവർക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഒരിക്കൽ യേശു ക്രിസ്തു ഒരു വീട്ടിൽ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേര് യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുകയാണ്. അവിടെ
മറിയയുടെ മാർത്തയുടെ വീട്ടിലാണ് യേശു വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാർത്ത അകത്ത് അടുക്കളയിൽ ജോലിയാണ്, മറിയ യേശുവിൻ്റെ പാദത്തിൽ കാത്തിങ്ങനെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ വായിൽ നിന്ന് കിട്ടുന്ന ലാവണ്യ വാക്കുകൾ, ഇതുവരെ കേൾക്കാത്ത ആ ശബ്ദം, ആ സാന്നിധ്യം, ആ കൃപ, ആ സഹോദരി ലയിച്ച് ക്രിസ്തുവിൻ്റെ വചനത്തിൽ ഇരിക്കുമ്പോൾ മറ്റുള്ള പലരും കർത്താവിൻ്റെ കാൽക്കരുന്ന് വചനം ശ്രദ്ധിക്കുമ്പോൾ മാർത്ത പലതിനെയും ചൊല്ലി വിചാരപ്പെട്ട് കലങ്ങിയിട്ട് ഓടി വന്ന് ചോദിച്ചു, ഗുരു അങ്ങ് കാണുന്നില്ല ഈ സഹോദരിയെ? ഞാൻ അടുക്കള ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്, ഇവളിതാ ഇവിടെ ഇരുന്ന് കർത്താവിൻ്റെ അടുത്തിരിക്കുന്നു, എന്ത് ചെയ്യാൻ? എൻ്റെ കൂടെ വന്ന് സഹായിക്കാൻ പറ കർത്താവേ. കർത്താവ് പറഞ്ഞു, സ്വത്രം മാർത്തേ മാർത്തേ, നീ പലതിനെയും ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. നിന്റെ മനസ്സ് കലങ്ങിയിരിക്കുക. ഒന്ന്, നിന്റെ മനസ്സ് കലങ്ങിയിരിക്കുന്നു. രണ്ട്, ഒരു വിഷയത്തിനെ ചൊല്ലിയല്ല നീ വിചാരപ്പെടുന്നത്, പല വിഷയം, ഒന്നിലധികം വിഷയത്തെ ചൊല്ലി നീ മനസ്സ് കലങ്ങിയിരിക്കുന്നു. അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. എൻ്റെ കാൽക്കലിരിക്കുന്ന മറിയുണ്ടല്ലോ, നല്ല അംശം തിരഞ്ഞെടുത്തു. അവളിൽ നിന്നത് ആർക്കും അപഹരിക്കാൻ പറ്റത്തില്ല. ഞാൻ ചോദിക്കട്ടെ, 2 ദിവസം നിങ്ങൾ ഈ വചനം കേൾക്കാൻ വന്നു, എൻ്റെ ഒരു സമാധാനത്തിൽ ചോദിക്കുക, നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു സഹോദരിയായിട്ട്, ഒരു കൂടപ്പുറപ്പായിട്ട്, ഒരു ബന്ധുവായിട്ട്, ഒരു അയൽക്കാരിയായിട്ടെങ്കിലും നിങ്ങൾ എന്നെ കരുതിയിട്ട് ഞാൻ ചോദിക്കട്ടെ സ്നേഹിതരെ, സ്വത്രം 2 ദിവസം സത്യസുവിശേഷം കേട്ടു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പ്രാപിച്ചത് ഈ ലോകത്തിന് ആർക്കും അപഹരിക്കാൻ പറ്റാത്തതാണോ, അതോ മാർത്തയെപ്പോലെ സ്വത്രം പുലമ്പി ഒന്നും പ്രാപിക്കാൻ പറ്റാത്ത ഒരാളായിട്ടാണോ ഇരിക്കുന്നത്? അതോ കഴിഞ്ഞ 2 ദിവസവും ഈ വചനം കേട്ടപ്പോൾ എന്നെ പിടിച്ചു കുലുക്കുക മാത്രമല്ല, എൻ്റെ പഞ്ച ഇന്ദ്രിയങ്ങളെ വെട്ടി പൊളിച്ച് യേശു എൻ്റെ അകത്തിറങ്ങി എൻ്റെ പാപ മനുഷ്യനെ തകർത്ത് എൻ്റെ യേശുവിനായിട്ട് ജീവിച്ചാൽ മതി, എനിക്ക് സ്നാനപ്പെടണം, ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണം, പാപത്തെ വിട്ടുതിരിഞ്ഞ് കർത്താവിനായി ജീവിക്കണം, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണണം എന്നുള്ള ആ ഒരു ചിന്ത അകത്ത് വന്നോ, അതിനു വേണ്ടി ഒരു ദാഹം വന്നോ, ആർക്കും അപഹരിക്കാൻ പറ്റാത്ത യേശു നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വന്നു എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? അതോ ഇന്നലത്തെ മെനഞ്ഞാന്തേ വചനം കേട്ടിട്ട് 3-ാമത്തെ ദിവസമല്ലേ ഒന്ന് പോയി കേട്ടുകളയി എന്ന് പറഞ്ഞ് വന്നതാണോ സ്നേഹിതരെ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആർക്കും അപഹരിക്കാൻ പറ്റാത്തത് മറിയ പ്രാപിച്ചു. ഈ 3 ദിവസം ഇവിടുന്ന് ഇന്ന് ആരാധന കഴിഞ്ഞു പോകുമ്പോൾ ആർക്കും അപഹരിക്കാൻ പറ്റാത്ത, ആർക്കും ആമേൻ അപഹരിക്കാൻ പറ്റാത്ത, മരണത്തിനെ അപഹരിക്കാൻ പറ്റാത്ത, രോഗത്തിനെ അപഹരിക്കാൻ പറ്റാത്ത, ശാപത്തിനെ അപഹരിക്കാൻ പറ്റാത്ത, നിന്നക്ക് അപഹരിക്കാൻ പറ്റാത്ത, ഓ ദൈവത്തിന്റെ കൃപ പ്രാപിച്ചിട്ടേ പോകാവൂ, നിത്യജീവൻ പ്രാപിച്ചിട്ടേ പോകാവൂ, ഓ നിത്യത ഉറപ്പാക്കിട്ടേ പോകാവൂ, കർത്താവിന്റെ ജീവൻ പ്രാപിച്ച് പാപത്തെ വിട്ടുതിരിഞ്ഞിട്ടേ പോകാവൂ, ആത്മാവിനെ പ്രാപിച്ചിട്ടേ പോകാവൂ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇന്ന് പ്രാപിച്ചതൊന്നും നഷ്ടമാകല്ലേ. കർത്താവിൻ്റെ രാജ്യത്തിൽ ഇന്നിവിടെ നമ്മൾ കണ്ടതുപോലെ എവിടെ വെച്ച് കാണണം? അല്ലെങ്കിൽ ഞാൻ 3 ദിവസം കണ്ട ഒരുപാട് മുഖം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ പറയാം, ഇവിടെ വെച്ച് നമ്മൾ കണ്ടതുപോലെ ഒരു ദിവസം എവിടെ വെച്ച് കാണണം? കർത്താവിൻ്റെ അടുത്ത് വെച്ച് കാണണം. അപ്പോൾ കർത്താവ് പറയും, ശാലിനി നീ പ്രസംഗിച്ചപ്പോൾ വന്ന ജനമായത്, ഓ ജീസസ് കരം നടിച്ചേ, ഓ മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, ചെറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിന, ചെറ്റിൽ നിന്നെ വീണ്ടെടുത്തതിന, സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൻ നാളെല്ലാം, സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൻ നാളെല്ലാം, നന്ദിയോടടിവാണങ്ങും, നന്ദിയോടടിവാണങ്ങും, പൊന്നാട്ടി തീരും രക്തത്താ ഞാൻ ശുദ്ധനായി തീർന്നു, തഞ്ചങ്കിലെ ശുദ്ധരക്തത്താ ഞാൻ ജയം പാടിയിടും, മഹത്വം രക്ഷക സ്തുതി നീരക്കെന്നും, മഹത്വം രക്ഷക സ്തുതി നീരക്കെന്നും, ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാ, ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാ, സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൻ നാളെല്ലാം, അങ്ങേ ഞാൻ ആയുസ്സിൻ നാളെല്ലാം, നന്ദിയോടടി വണങ്ങും, നന്ദിയോടടി വണങ്ങും. ദൈവത്തിന് സ്വാധീനം. നിങ്ങൾ ഇന്ന് ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ യേശുവിനെ കൊണ്ടാ പോകാവൂ. നിങ്ങൾ പാപം ചെയ്യരുത് സ്നേഹിതരെ. നമുക്ക് പാപം ഇനി വേണ്ട. നമുക്ക് അപ്പൻ്റെ രാജ്യത്തിൽ പോയാൽ മതി. നിത്യ നരകത്തിലോട്ട് പോകാൻ ആരും ഒരുങ്ങരുത്. യേശുവിൻ്റെ അടുത്ത് എത്തണം. സ്നാനപ്പെടാത്ത എല്ലാവരും സ്നാനപ്പെടണം. ആമേൻ. അഭിഷേകം പ്രാപിക്കാത്ത എല്ലാവരും അഭിഷേകം പ്രാപിക്കണം. യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ പ്രാർത്ഥിക്കണം. ഇന്നു മുതൽ ജീവിതത്തിനകത്ത് ഭയങ്കര മാറ്റം വരണം. ആമേൻ. ഒരു അടിച്ചു പണി വരണം. ഇനി പാപം നമ്മൾക്ക് ചെയ്യാൻ പോകരുത്. സഹോദരൻ്റെ മക്കളെ, ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല. ഇനി നീ പാപം ചെയ്യരുത്. കണ്ടോ, ഇനി നമ്മൾ പാപം ചെയ്യരുത്. ഇന്ന് ഈ വചനം കേട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ, ഓ സ്തോത്ര, ഒരു കൊള്ള കണ്ട് കിട്ടിയതുപോലെ, ഓ സ്വർഗം കിട്ടിയ സന്തോഷം, എൻ്റെ യേശുവിനെ കൊണ്ടുപോയ സന്തോഷം,
ഓ ജീസസ് ജീസസ്, ഇത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇന്നെൻ്റെ യേശുവിനെ കൊണ്ടേ നിങ്ങൾ വീട്ടിൽ പോകാവോ? എനിക്ക് സമയം കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ സ്പീഡിൽ പോവുകയാണ്. ദൈവത്തിന് സ്വന്തം. ഹല്ലേലൂയ. മറിയ കല്ലറയുടെ പുറത്തു നിന്നില്ലേ, ആ യേശുവിനെ കാണാനില്ല, കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിനെ കാണാനില്ല. അവൾ പറഞ്ഞു, എൻ്റെ യേശുവിനെ കൊണ്ടേ ഞാൻ പോകും. ദൂതൻ വന്ന് പറഞ്ഞിടാ സ്വത്ര, ഓ മറിയ മറിയ, നീ എന്തിനാ കരയുന്നത്? ഓ അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റ്. ഹല്ലേലൂയ. നീ എന്തിനാ കരയുന്നത്? സ്വത്ര. മറിയ പറഞ്ഞില്ല, എൻ്റെ കർത്താവിനെ കൊണ്ടേ ഞാൻ പോകും. ഓ എൻ്റെ അപ്പനെ കൊണ്ടേ ഞാൻ പോകും, എൻ്റെ യേശുവിനെ കൊണ്ടേ പോകും. ഇവനെ പോലെ സംസാരിക്കുന്ന ആരുമില്ല. അവനിൽ ജീവനുണ്ട്, അവനോടുകൂടെ ഞാൻ നടക്കും, എനിക്കും ജീവൻ വരും. ഓ ധൈര്യത്തോടെ പറ. ഇന്നിവിടെ വിട്ടു പോകുമ്പോൾ ആർക്കും അപകരിക്കാത്ത സ്വർഗീയ നിക്ഷേപം പ്രാപിച്ചിട്ട് നിങ്ങൾ പോകാവോ? ജീവന്റെ പുസ്തകത്തിൽ പേര് പ്രാപിച്ചിട്ട് പോകാവോ? നമ്മൾ ഇവിടെ ഇന്ന് കണ്ടതുപോലെ, ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നും കണ്ടതുപോലെ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ എല്ലാവരും കാണണം. അവിടെ വെച്ച് നമ്മൾ സ്തോത്രം പറഞ്ഞ് സ്തുതിച്ച് നൃത്തം ചെയ്യണം. ഓ ഓ ഹല്ലേലൂയ. നമ്മ ഒറ്റ വ്യക്തികൾ നഷ്ടപ്പെടാതിരിക്കട്ടെ. ഈ ദേശത്തിന്റെ ശബ്ദപരിധിക്കുള്ളിൽ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഒരു കൂട്ടം പേർ, ഒരു സൈന്യം കർത്താവിനായി എഴുന്നേൽക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുന്ന കർത്താവിനായിട്ട് എഴുന്നേൽക്കട്ടെ. ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള വ്യക്തി ജീവിതങ്ങൾ ദേശത്തിൽ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് കെട്ടുകൾ പൊട്ടി പുറത്തു വരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. മനുഷ്യൻ തൻ്റെ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? ഞാൻ പറയാം, സ്തോത്രം. കർത്താവിൽ ജീവിക്കുന്ന പൈതലിന് പേടിയില്ല. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപം വിട്ടുതിരിഞ്ഞ് ഇന്നലെ കേട്ടതുപോലെ രക്ഷിക്കപ്പെട്ട് മനസ്സന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന പൈതലിന് പേടിക്കാൻ ഒന്നുമില്ല. അവൾ കാത്തിരിക്കുകയാണ്, അവൻ കാത്തിരിക്കുകയാണ്. എപ്പോൾ വിളിച്ചാലും അവർ നേരെ കർത്താവിൻ്റെ അടുത്ത് തന്നെ കണ്ണു തുറക്കും. അവർക്കൊരു ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായത്തിനകത്ത് വായിച്ച ഇപ്പോൾ പറഞ്ഞ വാക്യം വായിച്ച വെളിപ്പാട് പുസ്തകം 2:17 ആത്മാവ് സഭകളോട് പറയുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്തവൻ ജയിക്കുന്നവൻ ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ജയിക്കുന്നവൻ പാപത്തെ ജയിച്ച് ദുഷ്ടൻ ജയിച്ച് വചനപ്രകാരം ക്രിസ്തുവിൽ ജീവിക്കുന്ന പൈതലിന് മന്ന ലഭിക്കും. അടുത്തവരി ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തത് ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. അടുത്തവരി സഭയുടെ ദൂതൻ എഴുതി. വെളിപ്പാട് 2:26 വാക്യം വായിക്കുമ്പോൾ കർത്താവിൽ ജീവിക്കുന്ന പൈതലിനെ കുറിച്ച് പറയുന്ന വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 26 വാക്യം വായിച്ചേ. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനെ. ഇന്നും നാളെയും പ്രാർത്ഥിച്ച പോരാ, പിന്നെയോ അവസാനം പ്രാർത്ഥിക്കാത്ത പൈതൽ ഇന്നു മുതൽ നിന്റെ ജീവിതത്തിന് പ്രാർത്ഥന തുടങ്ങട്ടെ. വേദപുസ്തകം വായിക്കാത്ത പൈതലെ, ഹല്ലേലൂയ, 12 അധ്യായം വെച്ച് ഒരു ദിവസം നീ 12 അധ്യായം വെച്ച് വായിച്ചാൽ 99 ദിവസമാകുമ്പോൾ വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിനക്ക് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്നു മുതൽ വേദപുസ്തകം വായിക്കുന്ന ഒരാളായി മാറട്ടെ, പ്രാർത്ഥിക്കുന്ന ഒരാളായി മാറട്ടെ, ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരാളായി മാറട്ടെ, പാപത്തെ വിട്ടുതിരിഞ്ഞ ഒരാളായി മാറട്ടെ, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ള ഒരാളായി മാറട്ടെ, ക്രിസ്തുവിന്റെ ജീവനുള്ള ഒരാളായി മാറട്ടെ, പുതിയ സൃഷ്ടിയായി മാറട്ടെ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ഇപ്പൊ വായിച്ച വചനം ഒന്നുകൂടെ വായിച്ചേ. വെളിപ്പാട് പുസ്തകം 2:26 മുതൽ ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനെ. എത്ര ദിവസത്തേക്ക് അനുഷ്ഠിക്കണം? എത്ര ദിവസത്തേക്ക്? 1 മാസം അല്ലേ? ആണോ? 1 വർഷം? പിന്നെ 2021 ഡിസംബർ മാസം അല്ലേ? എന്നിട്ട് ഡിസംബർ 31 ഒരു സാക്ഷ്യം, ഇനി ഞാൻ യേശുവിനായി ജീവിക്കും. ജനുവരി മാസം 2-ാം തീയതി വീണു, കോരി എടുപ്പേം തിരുമ്പി വന്ന്. അങ്ങനെയല്ല, ജീവിച്ചാൽ ഞാൻ യേശുവിനായി. ഓ ജീവനായാലും നഷ്ടമായാലും, ജീവനായാലും പ്രാണൻ പോയാലും അങ്ങേ മാത്രം സ്നേഹിച്ചിടും ഞാൻ. ജീവനായാലും പ്രാണൻ പോയാലും അങ്ങേ മാത്രം സ്നേഹിച്ചിടും ഞാൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, സ്തോത്രം. അതിലെഴുതിയിരിക്കുന്നു, വായിച്ചേ. അവസാനത്തോളം പിടിച്ചു നിൽക്കണം കർത്താവിൽ, അവസാനത്തോളം ക്രിസ്തുവിൽ നിൽക്കണം. അടുത്തവരെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന്, വചനം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. അടുത്ത് ഞാൻ അവന് ഉദയ നക്ഷത്രം കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവർ കേൾക്കട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം 5-6 വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, പറഞ്ഞു വായിച്ചേ. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത ഒരു സഭയെ കുറിച്ച് പറയുകയാണ്. ആ സഭയ്ക്കകത്ത് ഒരുപാട് പേരുണ്ട്, പക്ഷേ ഒരു കൂട്ടം പേരുടെ ഉടുപ്പ് മലിനമായിട്ടില്ല. ആരാധിക്കുന്നെങ്കിലും വചനം വായിക്കുന്നെങ്കിലും ഒരു കൂട്ടം പേരുടെ ഉടുപ്പ് മലിനമായി പോയി. എന്നാൽ ഒരു കൂട്ടം പേരുടെ ഉടുപ്പ് മലിനമായില്ല. കർത്താവിൽ ജീവിക്കുന്ന മകനെ, മകളെ, നിന്നെ കുറിച്ച്
പറയുകയാണ്, ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർവീസിൽ നിനക്കുണ്ട്. കുറെ പേർ സർവീസിൽ നിനക്കുണ്ട്. അടുത്ത വരി, അവർ യോഗ്യന്മാരാകിയ വചനം അനുസരിക്കുന്ന മക്കൾ യോഗ്യർ. ക്രിസ്തുവിൽ ജീവിക്കുന്ന മക്കൾ യോഗ്യർ. പാപത്തെ ജയിക്കുന്ന മക്കൾ യോഗ്യർ. ക്രിസ്തുവിന്റെ വചനത്തിന്റെ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ വചനപ്രകാരം ആരെല്ലാം ക്രിസ്തുവിനെ ആരാധിച്ച് മുന്നോട്ട് പോകുമോ അവർ യോഗ്യരത്രേ. അവർ യോഗ്യന്മാരാകയാൽ. അടുത്ത, വെള്ള ധരിച്ചുകൊണ്ട്. വെള്ള ധരിച്ചുകൊണ്ട് അർത്ഥം എന്താ? വെള്ള ഡ്രസ്സാണോ അർത്ഥമല്ല. വിശുദ്ധിയോടെ ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. എന്നോട് കൂടെ ക്രിസ്തുവിനോട് കൂടെ നടക്കും. അടുത്ത വരി, ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. വെള്ള ഉടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. കണ്ടോ, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയത്തില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, വായിച്ചേ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. മലാഖിയുടെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ചൂള പോലെ കത്തുന്നൊരു നാൾ വരുന്നു, വേരും കൊമ്പും ശേഷിക്കാതെ സകലത്തെ താളാടയാക്കുന്ന ഒരു നാളുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് 20-ന്റെ-15 വായിക്കുമ്പോൾ വായിച്ചേ, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയെങ്കിലും ചിലർ കൊണ്ടല്ലോ പേരൊക്കെ എഴുതി, പക്ഷെ 5-6 ദിവസം കർത്താവിനായിട്ട് ജീവിച്ചു. അത് കഴിഞ്ഞപ്പോൾ കർത്താവിൽ നിന്ന് അകന്നു. അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിനകത്ത് എന്ത് ചെയ്തു? മായ്ച്ചു കളഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ? എന്നാൽ കർത്താവ് ഇവിടെ പറയുകയാണ്, യോഗ്യന്മാരുടെ പേര് മായ്ക്കത്തില്ല. വചനപ്രകാരം ജീവിക്കുന്ന, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? വചനപ്രകാരം ജീവിക്കുന്നവരുടെ പേരെന്ത് ചെയ്യത്തില്ല? എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? വചനപ്രകാരം ജീവിക്കുന്ന മക്കളുടെ പേരെന്ത് ചെയ്യത്തില്ല? മായ്ക്കത്തില്ല. അവന്റെ പേര് ഞാൻ മായ്ച്ചു കളയാം. അടുത്തവർ എല്ലാവരും എന്നെ ശ്രദ്ധിച്ച്. ആ കുഞ്ഞുമോൾ അവിടെ നിൽക്കും. ദൈവത്തിന് സ്തോത്രം. കൊച്ചുമാവ് അവിടെ നിൽക്കും. അവൾ അവിടെ നിന്നോളും. സ്തോത്രം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. അല്പസമയം കൂടെ അല്ലേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുക. കർത്താവിന്റെ വചന ആഴത്തിലേക്ക് അങ്ങ് ഇറങ്ങട്ടെ. ഈ വചനം മാറത്തില്ല സ്നേഹിതരെ. വായിച്ചേ, ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. എന്റെ നിങ്ങളുടെ പേര് ദൂതന്മാരുടെ മുൻപിൽ ഏറ്റുപറയണമെങ്കിൽ, മായ്ച്ചു കളയാതിരിക്കണമെങ്കിൽ അവസാനത്തോളം ക്രിസ്തുവിന്റെ വചനത്തിൽ ജീവിക്കണം. ഒരു ദിവസം, 2 ദിവസം, 2 വർഷമല്ല. പിന്നെയോ ജീവൻ പോകും വരെ, അല്ലെങ്കിൽ യേശു വരും വരെ. അടുത്ത വരി, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. മത്തായി സുവിശേഷം 13-ാം അധ്യായം 43-ാം വാക്യവും ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 2-3 വാക്യം വായിക്കുമ്പോൾ മത്തായി സുവിശേഷം 13-ാം അധ്യായം 43-ാം വാക്യം വായിച്ചേ. അന്ന് നീതിമാന്മാർ ഇന്ന് വചനം കേട്ട് പാപത്തെ വിട്ട് ദൈവഭയത്തോടെ ദൈവവചനപ്രകാരം ജീവിക്കുന്ന പൈതലെ, നിനക്കാണ് ഈ ദൂത്. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. എങ്ങനെ പ്രകാശിക്കും? സൂര്യനെ പോലെ പ്രകാശിക്കും. പാപത്തെ ജയിച്ച് ഈ ഭൂമിയിൽ ഇവിടെ കൊണ്ട് കണ്ണടച്ചാൽ ഇവിടെ കൊണ്ട് തീർന്നു എന്ന് ജനം പറയൂലേ? ഇല്ല, തീർന്നില്ല. നേരെ കർത്താവിനടുത്ത് പോകും. അവരെങ്ങനെ ആയിരിക്കും? ഒന്നുകൂടെ വായിച്ചേ. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. എങ്ങനെ പ്രകാശിക്കും? സൂര്യനെ പോലെ. അടുത്ത വരി, ചെവിയുള്ളവൻ കേൾക്കട്ടെ. മതി, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ക്രിസ്തുവിൽ ജീവിക്കുന്ന പൈതൽ സ്തോത്രം, ഹല്ലേലൂയ, ഒരു അനുഗ്രഹമായിരിക്കും. അവിടെ ഒരു പ്രകാശമായി കർത്താവിനോട് നിൽക്കും. അതിനെ തകർക്കാൻ കഴിയത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ 12-ാം അധ്യായം 2-3 വാക്യം വായിച്ചേ. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ലജ്ജയ്ക്കായിട്ട് എഴുന്നേറ്റ് വരുമോ? നിത്യജീവനായിട്ട് എഴുന്നേറ്റ് വരുമോ? തീരുമാനിച്ചോളുന്ന രാത്രി. ഈ ജീവിതം കഴിഞ്ഞ് ദൈവത്തിന്റെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ലജ്ജാപാത്രമായി അവിടെ നിൽക്കുമോ? ഒരു അപമാന പാത്രമായി ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ കഴിയാതെ നരകത്തിലേക്ക് തള്ളിയെടുത്തക്ക നിലവാരത്തിൽ അവിടെ ചെന്ന് നിൽക്കുമോ? അതോ കർത്താവിന്റെ ഒരു പൈതലായി ചെന്ന് നിൽക്കുമോ? ഇവിടെ വെച്ച് തീരുമാനിച്ചോളണം. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, ക്രിസ്തുവിന്റെ മണമാട്ടിക്ക് ഒരു ഉറപ്പുണ്ട്. ഞാൻ ഇവിടം വിട്ടു പോയാലും, സ്തോത്രം, ഹല്ലേലൂയ, ലാഭമോ നഷ്ടമായാലും യേശു മാത്രമാണ് എൻ്റെ ദൈവം. ഉയർച്ച താഴ്ചകൾ വന്നാലും യേശു മാത്രമാണ് എൻ്റെ ദൈവം. ലാഭമോ നഷ്ടമായാലും യേശു മാത്രമാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. ലാഭമായാലും
നാട്ടമായാലും എന്തൊക്കെ വന്നാലും യേശുവേ അങ്ങ് മാത്രമാണ് എൻ്റെ ദൈവം. സങ്കീർത്തനം 90:10 പറയുന്നു, ഏറിയാൽ 70 അല്ലെങ്കിൽ 80 സംവത്സരം അതിൻ്റെ പ്രതാപമോ പ്രയാസവും ദുഃഖവും. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, പാപമില്ലാതെ ഏദൻ തോട്ടത്തിനകത്ത് ആദമും ഹവ്വയും താമസിച്ചുല്ലേ. കുറച്ചു നാൾ അവർ സന്തോഷത്തോടെ താമസിച്ചു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചതിച്ചപ്പോൾ പാപം മനുഷ്യനിൽ കടന്നു. പാപം കടന്നപ്പോൾ മരണവും കടന്നു. അന്ന് സ്തോത്രം മരണമില്ലാത്ത കാലമായിരുന്നു അന്ന്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വരുമ്പോൾ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവം മനുഷ്യനെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് ചിന്തിച്ച് അവരെ സൃഷ്ടിച്ചു, ഭൂമിയിലാക്കി. എന്നാൽ ബോധിച്ച സ്ത്രീകളെ ഭാര്യമാരെ എടുക്കാൻ തുടങ്ങി. എൻ്റെ ദൈവം ആയുസിനെ വെട്ടിച്ചുരുക്കി. മനുഷ്യന്റെ ആയുസ് 120 ദൈവം അവിടെ ചുരുക്കിയെന്ന് സ്തോത്രം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്നു. എന്നാൽ സങ്കീർത്തന പുസ്തകം 90:10 പറയുന്നു, മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 സംവത്സരം അതിന്റെ പ്രതാപമോ അത് പ്രയാസവും ദുഃഖവും അത് വേഗം തീർന്നു പോകും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, മരണം കൊണ്ടെല്ലാം അവസാനിക്കുമോ? ഇല്ല. ഇവിടെ 70-80 വർഷം ഈ ഭൂമിയിൽ ജീവിക്കും. ചിലപ്പോൾ നമുക്ക് വയസ്സ് പ്രായ ഭേദമില്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല. എപ്പോ വിളിച്ചാലും പോയേ തീരൂ. ആലല്ലേ, കോട്ടയ്ക്കകത്തും വൃത്തി കയറി വരും. കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ. കോട്ടയ്ക്കകത്തും വൃത്തി കയറി വരും. മക്കളുടെ കല്യാണം കഴിഞ്ഞോട്ടെ, എൻ്റെ ഇന്ന കടം തീർത്തോട്ടെ, ഇന്ന കാര്യം ചെയ്തോട്ടെ, ഓ രാവിലെ ആയിക്കോട്ടെ, അയ്യോ എന്ന് പറഞ്ഞാലൊന്നും മരണം മാറി നിൽക്കത്തില്ല. മരണം വന്നാ അത് ചെയ്യേണ്ട കാര്യം ചെയ്തേ തീരൂ. എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ അതിനുശേഷം എവിടെ കണ്ണു തുറക്കും? ഇന്ന് രാത്രി ഞാൻ ദേശത്തോട് വിളിച്ചു ചോദിക്കുന്നു, മനുഷ്യൻ തന്റെ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? ഹല്ലേലൂയ. എല്ലാവരും പറയുക, ഓ ഇനിയൊന്നും അറിയണ്ട, ഇനിയൊന്നും അറിയണ്ടെന്നാണോ? ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നു, അവിടെ ഇതാ സ്തോത്രം ഒരു ലാസറിന്റെയും ധനവാന്റെയും കാര്യം എഴുതിയിരിക്കുന്നു. സ്വർഗത്തെ പർദീസയെക്കുറിച്ചും പാതാളത്തെക്കുറിച്ചും എഴുതിയിരിക്കുന്നു. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ, യേശു കർത്താവിൽ ജീവിക്കുന്ന ഒരു പൈതലാണെങ്കിൽ, ഈ ഭൂമിയിൽ മരണസമയമാകുമ്പോൾ സ്വർഗത്തിൽ ദൈവം ദൂതന്മാരോട് പറയും. ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? ദൂതന്മാരോട് പറയും, പോയി എൻ്റെ പൈതൽ വിളിച്ചിട്ട് വാ എന്ന് പറയും. പറയുന്ന മാത്രയിൽ സ്വർഗത്തിലെ ദൂതന്മാരിറങ്ങി സ്തോത്രം ആ പൈതലിന്റെ അടുക്കൽ വന്ന് പ്രാണനെ കയ്യിൽ വാങ്ങി എവിടെ കൊണ്ടുപോകും? ഇവിടെ കൊണ്ടുപോകും. ഹല്ലേലൂയ. എവിടെ കൊണ്ടുപോകും? ആ പർദീസയിലേക്ക് കൊണ്ടുപോകും. ഒരു പിശാചിന് വിട്ടുകൊടുക്കത്തില്ല. പാതാള ശക്തികൾ അവിടെ വന്ന് നിൽക്കും, അവർക്ക് വിട്ടുകൊടുക്കത്തില്ല. ആര് പിന്നെ കൊണ്ടുപോകും? ഈ ആത്മാവിനെ കൊണ്ടുപോകുന്ന ആര്? ഭാര്യയ്ക്ക് പിടിക്കാൻ പറ്റുമോ? ഭർത്താവിന് പിടിക്കാൻ പറ്റുമോ? മക്കൾക്ക് പിടിക്കാൻ പറ്റുമോ? മാതാപിതാക്കൾക്ക് പിടിക്കാൻ പറ്റുമോ? സഹോദരങ്ങൾക്ക് പിടിക്കാൻ പറ്റുമോ? ദേശനിവാസികളെ, നിന്റെ കൂട്ടുകാർക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇല്ല. അന്ന് നിന്നെ ആര് രക്ഷിക്കും? ഇന്ന് നീ രക്ഷകനെ കണ്ടുമുട്ടിയാൽ അന്ന് നിന്നെ സ്വീകരിക്കാൻ ദൂതന്മാർ നിന്റെ അടുത്ത് വരും. മാറ്റി മാറ്റി വെക്കല്ലേ, കാലമീനി നീട്ടല്ലേ, മൃത്യു വന്നണഞ്ഞിടുവൻ മുട്ടി മുട്ടി വാതിൽ വന്നു നിൽപ്പതാ മകനെ എന്നോതി യേശു പരൻ. ട്രാക്ടർ കയ്യിൽ കിട്ടുമ്പോൾ നീ വലിച്ചു കീറും. റോഡിൽ പോകുന്നവർ ട്രാക്ടർ തന്നാൽ നീ വലിച്ചെറിയും. നിന്റെ നിത്യജീവനാണ് നീ വലിച്ചു കീറി എറിയുന്നെന്നും മരണശേഷം നീ ഇത് തിരിച്ചറിയുമെന്നും വേദപുസ്തകം വിളിച്ചു പറയുന്നു. ഇന്ന് ഇവിടെ വരുന്നത് ദൂതന്മാർ വരും. ദൂതന്മാർ വന്ന് ആ മനുഷ്യന്റെ പ്രാണനെ സ്വീകരിച്ചോ. ജീവനോടെ ഇരിക്കുന്നവർ ഇടിച്ചു വിളിക്കൂലേ? ഒരു കൂട്ടം പേർ പറയും, കണ്ണടച്ച് കഴിയുമ്പോൾ പറയും. ഒരു കൂട്ടം പേര് പറയും, ഓ പോയി, ഇനി ഒന്നും അനുഭവിക്കണ്ടല്ലോ, ഇതല്ലേ പറയുന്നേ. പക്ഷെ അവർ പോയാൽ എവിടെ പോയേ? എവിടെ പോയേ? ഇവിടെ കണ്ണടയ്ക്കുമ്പോ സ്പോട്ട് ടൈമിൽ മറ്റൊരു സ്ഥലത്ത് കണ്ണ് തുറക്കും. എവിടെ തുറന്നു? എവിടാ തുറന്നേ അവര്? സ്തോത്രം. ഇവിടെ 80 ആയിരിക്കാം, ഇവിടെ 70 ആയിരിക്കാം, ഇവിടെ 90 ആയിരിക്കാം. യുഗായുഗം 100 അല്ല, 1000 അല്ല, 2000 അല്ല, 5000 അല്ല, 10000 അല്ല, ഒരിക്കലും മരിക്കാത്ത സ്ഥലത്ത് ആമ ഇനി പോകണം. അവിടെ കണ്ണു തുറക്കും. എവിടെ തുറക്കും? സുവിശേഷ ഘോഷണം നാടകം കേൾക്കുമ്പോൾ വയറ്റിപ്പിഴപ്പെന്ന് കരുതി പുഴുകടിക്കുന്നേ, ദേഹം പൊള്ളുന്നേ, ഇതിനൊരു മോചനമില്ലേ? നരകവാസം ഇങ്ങനെയോ ഞാനിതറിഞ്ഞില്ലേ? ദൈവമൊരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ? പുക വലിച്ചു ഞാൻ മധ്യാനഗരിയിൽ മാന്യനായി നടന്നു. ഇപ്പോൾ പുകയും ഗന്ധകവും അകത്തും പുറത്തും പുഴുവും. നരകവാസം ഇങ്ങനെയോ? സ്നേഹിത,
വാസത്തിലേക്ക് പോകാനാണ് ഇവിടെ ജീവിക്കുന്നത്. 4 വിരൽ നീളമുള്ള ആയുസിൽ നീ യേശുവിനെ കണ്ടുമുട്ടിയില്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്ഥലത്താണ് പോയി വീഴുന്നെന്നുള്ള കാര്യം മറക്കരുത്. ഈ ദേശത്ത് ഈ സുവിശേഷം ഈ ദേശത്ത് കേട്ടില്ല എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ആകാശം സാക്ഷി, ഭൂമി സാക്ഷി, വായുമണ്ഡലം സാക്ഷി, വൃക്ഷങ്ങൾ സാക്ഷി, സകലതും സാക്ഷി നിൽക്കെ, കല്ലുകൾ സാക്ഷി, ചുമര് മതിലുകൾ സാക്ഷി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരു ദിവസം ദൈവത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ദേശനിവാസികളെ, ഇങ്ങനൊരു ശബ്ദം ഞാൻ കേട്ടിട്ടില്ല എന്ന് നിനക്കവിടെ പറയാൻ കഴിയില്ല. മറ്റൊരുവൻ രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, യേശു എന്ന നാമം. ഹല്ലേലൂയ. എല്ലാറ്റിനും മേലായി ഒരേ ഒരു നാമം, സർവമുഴങ്കാലും മടങ്ങുന്ന നാമം. ഹല്ലേലൂയ. പാടാ സമയം പോരാ. എന്നെ കേൾക്കുന്ന പൈതലെ, ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ ജീവിക്കുന്ന പൈതലിനെ സ്വീകരിക്കാൻ കർത്താവിന്റെ ദൂതന്മാർ ഇറങ്ങി വരും. എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടാത്ത ആളെ സ്വീകരിക്കാൻ പാതാളത്തിനകത്തുള്ള ദുർഭൂതങ്ങളുടെ ശിഷ്യഗണങ്ങൾ കൂട്ടത്തോടെ അവർ വലിച്ചുകൊണ്ട് പോകാൻ ഏത് തിരഞ്ഞെടുക്കും? ജനിച്ചാൽ ഒരു മരണം ഉറപ്പാണ്. മരണശേഷം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു ജീവിതം ഉറപ്പാണ്. എവിടെ പോകും? എവിടെ കണ്ണോക്കും? സ്തോത്രം. ആര് സ്വീകരിക്കാൻ വരും? സ്തോത്രം. പാതാള ശക്തികൾ സ്വീകരിക്കണമോ? സ്വർഗീയ ദൂതന്മാർ സ്വീകരിക്കണമോ? സ്തോത്രം. ഇന്ന് തീരുമാനിച്ചോളണം ആര് സ്വീകരിക്കണമെന്ന്. അത് അവരവർക്ക് ദൈവം വിട്ടുതന്നിരിക്കുകയാണ്. നിന്നെ ആര് സ്വീകരിക്കാൻ വരണം? അപ്പനെ സ്വീകരിക്കാൻ പറ്റാത്ത, അമ്മയ്ക്ക് സ്വീകരിക്കാൻ പറ്റാത്ത, നാട്ടുകാർക്ക് സ്വീകരിക്കാൻ പറ്റാത്ത, കൂട്ടുകാർക്ക് സ്വീകരിക്കാൻ പറ്റാത്ത, ആമേ സ്തോത്രം, ആ സമയം പിശാച്, പാതാളത്തിലെ പിശാച് നിന്നെ സ്വീകരിക്കാൻ വരണമോ? സ്വർഗീയ ദൂതന്മാർ നിന്നെ സ്വീകരിക്കാൻ വരണമോ? നീ ഇന്ന് തിരഞ്ഞെടുക്കണം. ഹല്ലേലൂയ. ഇന്നത് തിരഞ്ഞെടുത്തിട്ട് ഈ ആരാധന വിട്ട് മടങ്ങാവൂ. ദൈവത്തിന് സ്തോത്രം. ഇത് ചെപ്പടി വിദ്യയല്ല, ഇത് കള്ളക്കഥയല്ല, ഇത് നോവലല്ല, ഇത് മംഗളം പൂമ്പാറ്റയല്ല. ഇത് ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത സത്യവേദ പുസ്തകത്തിലെ തിരുവചനമത്രേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കണ്ണടയ്ക്കുമ്പോൾ എല്ലാവരും പറയും, പോയെന്ന് പറയൂലേ? എവിടാ സ്നേഹിതരെ പോയേ? എവിടാ പോയേ? ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ 2 പേർ മരിച്ചു. 1 കർത്താവ് ഉള്ള ആള്, 2 കർത്താവ് ഇല്ലാത്ത ആള്. 1 യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപത്തെ വിട്ടുതിരിഞ്ഞ് ലോകമോഹങ്ങളെ വിട്ടുതിരിഞ്ഞ് ഒരു മനുഷ്യൻ. 1 എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു, പണമുണ്ടായിരുന്നു, ബംഗ്ലാവ് ഉണ്ടായിരുന്നു, പേരുണ്ടായിരുന്നു, പ്രശസ്തി ഉണ്ടായിരുന്നു, കാർ തുറന്നു കൊടുക്കാൻ ഒരുപക്ഷെ ഒരാളുണ്ടായിരുന്നു, അവൻ പള്ളിയിൽ ഏറ്റവും ഉന്നത സ്ഥാനം ഒരുപക്ഷെ അയാൾക്കുണ്ടായിരുന്നു, എല്ലാവരെയും അറിയാം, എല്ലാ നേതാക്കന്മാരെ അറിയാം, എല്ലായിടത്തും മുൻസ്ഥാനം. ഒരു കോൾ ചെയ്താൽ മതി, പല കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടം വിട്ട് പോയപ്പോ തൻ്റെ പദവിയും പോയി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? തൻ്റെ അധികാരമെല്ലാം പോയി. ഇവിടെ ജീവിച്ചിരുന്നപ്പോ ഞാൻ ഏറ്റവും വലിയവനാണെന്നുള്ള ഒരു അധികാരമുണ്ട്. 1 മൊബൈൽ ഫോൺ ഒരു നമ്പർ എടുത്ത് 1 ചലിപ്പിച്ചാൽ, വിരൽ ചലിപ്പിച്ചാൽ മതി, ചിലതൊക്കെ കിടുകിട വിറയ്ക്കും. എന്നാൽ ഇവിടെ വിട്ടു പോകുമ്പോൾ നിന്റെ സ്വന്തം മൊബൈലിന്റെ കോള് കേട്ട് ആരും വിറയ്ക്കാൻ ഉണ്ടാകത്തില്ല. അവിടെ നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ന്യായവിധിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദേശത്തിന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഇപ്പൊ കിട്ടുന്ന അവസരം ചവിട്ടി പുറത്താക്കാതെ വീട് മുട്ടുമടക്കി പറ, യേശുവേ എനിക്ക് അങ്ങ് ആവശ്യമാണെന്ന്. ഹല്ലേലൂയ. പലയിടത്തും സുവിശേഷം കേട്ടില്ലേ? വലിച്ചു കീറി ട്രാക്ടർ എറിഞ്ഞില്ലേ? വേദപുസ്തകം വലിച്ചെറിഞ്ഞില്ലേ? പലതവണ സുവിശേഷം പറയാൻ പലരും വന്നപ്പോൾ അടിച്ചു പുറത്താക്കിയില്ലേ? മരിച്ച ശേഷം താങ്കൾ എവിടെ പോകും? ഒറ്റ വഴിയേ ഉള്ളൂ, യേശു. ഏക കർത്താവ് യേശു. പാപമില്ലാത്ത ഒരാൾ യേശു. സത്യം തിരിച്ചറിഞ്ഞിട്ടും എന്തേ നീ മുട്ടുമടക്കുന്നില്ല? ദൈവത്തിന് സ്തോത്രം. 16-ാം അധ്യായം വായിക്കുമ്പോൾ വായിച്ചേ. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ളൊരു ദരിദ്രൻ. ആരും ഒന്നും അറിയുന്നില്ല, നമ്മൾ ആരും ഒന്നും ചിന്തിക്കാറില്ല. നാളെ നമ്മളെ കർത്താവ് വിളിക്കുമെന്നും ഇവിടെ വിട്ട് പോകണമെന്നും നമ്മളൊന്നും
ചിന്തിക്കാറില്ല. അടുത്ത ആഴ്ച ഇന്നത് ചെയ്യാം, അടുത്ത മാസം ഇന്നത് ചെയ്യാം, അടുത്ത വർഷം ആകട്ടെ ഇന്നത് ചെയ്യാന്ന് പറഞ്ഞ് കണക്കൂട്ടലിട്ടിരിക്കുകയാണ്. ദൈവത്തിന് അടുത്ത നിമിഷം നമ്മൾ കണ്ടിട്ട് വേണ്ട. കർത്താവ് തന്നാ നിൽക്കാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കർത്താവ് തന്നാ നിൽക്കാം. എന്നാൽ കർത്താവ് വിളിച്ച് നമ്മളിവിടെ പോകും. ഉറപ്പില്ല നമുക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയുന്നു സഹോദരങ്ങളെ. ഉറപ്പില്ല നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു. ആരെ നിങ്ങൾ ഭയപ്പെടുന്നു? എന്തുകൊണ്ട് ഭയപ്പെടുന്നു? യേശു സ്നേഹിതനല്ലേ? യേശുവിനെ ആരാധിച്ചാൽ അവിടെ വിടുതലില്ലേ? എന്തിന് ഭയപ്പെടുന്നു? ജീസസ്, ഹല്ലേലൂയ. ഇവിടെ ഇതാ സകലതും ഉണ്ടായിരുന്നു. അടുത്ത വാക്യം വായിച്ചേ. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിഷപ്പടക്കുവാൻ ആഗ്രഹിച്ചു. അടുത്ത വരി. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. പാവപ്പെട്ടവന്റെ ശരീരത്തിൽ വ്രണമുണ്ട്, പുഴുത്തു നാറുകയാ. ഒറ്റ മനുഷ്യർ റോഡിൽ പോയ കയറ്റത്തല്ല, ഗേറ്റ് പൊട്ടു, അത്ര ദുർഗന്ധമാണ്. സ്തോത്രം. മറ്റവൻ പണക്കാരൻ, അയാളുടെ വീട്ടിലാണ് എച്ചിലെങ്കിൽ കഴിക്കാൻ പോകുന്നത്. നല്ലൊരു മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ. പക്ഷെ യേശുവില്ലായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു യേശുവിൽ. ഒരുപാട് പേര് ഒരുപക്ഷെ സഹായിച്ചു കാണും. ഒരു 50,000 പേർക്ക് ഒരുപക്ഷെ വീട് വെച്ചു കൊടുത്തു കാണും. താക്കോൽ ദാനം ചെയ്തു കാണും. ഒരുപക്ഷെ ഒരു എത്രയോങ്കിലും കോടി രൂപ സാധുക്കളെ സഹായിച്ചു കാണും. സാധുക്കളുടെ വിവാഹത്തിന് വേണ്ടി കോടികൾ നീക്കി വെച്ച ആളായിരിക്കാം. പക്ഷെ ഇതൊന്നും സ്വർഗത്തിൽ ആ മനുഷ്യൻ എത്തിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. മറ്റൊരുവൻ രക്ഷയില്ല. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചില്ലെങ്കിൽ ഇതൊക്കെ എന്തൊക്കെ കൊടുത്താലും സ്വർഗത്തിൽ കണ്ണ് തുറക്കാൻ പറ്റത്തില്ല. ഉറപ്പാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ദൂതന്മാർ വന്നു സ്വീകരിക്കാൻ. ലാസർ മരിക്കാൻ സമയമായി. സ്വത്രം. ദൂതന്മാർ ഇറങ്ങി വന്നു ലാസറിനെ സ്വീകരിക്കാൻ. അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അടുത്ത വരി. ധനവാൻ മരിച്ച് അടക്കപ്പെട്ടു. ലാസറിനെ അടക്കം ചെയ്യാൻ ആരുമില്ല, പ്രാർത്ഥിക്കാൻ ആരുമില്ല, ആ ശുശ്രൂഷ ചെയ്യാൻ ആരുമില്ല. ആരും അവിടെ ഉണ്ടെന്ന് പറയുന്നില്ല. കയറി കിടക്കാൻ വീടില്ല, ഭക്ഷണമില്ല, വസ്ത്രമില്ല, ഒരു മാടം പോലും അയാൾക്കില്ല. ഒരു സെറ്റ് ഉണ്ടെന്ന് പറയുന്നില്ല. സഹോദരനുണ്ടെന്നോ സഹോദരി ഉണ്ടെന്നോ ഭാര്യ ഉണ്ടെന്നോ മക്കളുണ്ടെന്നോ മാതാപിതാക്കൾ ഉണ്ടെന്നോ ആരും ഉണ്ടെന്ന് അവിടെ വേദപുസ്തകത്തിൽ പറയുന്നില്ല. ഓ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പൈതല്, അയാൾക്ക് ആരും ഇല്ലെങ്കിലും, ഓ ഈ ഭൂമിയിൽ ആരുമില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം അയാൾക്കുണ്ടായിരുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പുഴുക്കൾ മാത്രം ശരീരം, ആമേൻ സ്തോത്രം. വ്രണം നിറഞ്ഞിരിക്കുകയാണ്, പുഴുക്കൾ നിറഞ്ഞൊഴുകയാണ്. നായ്ക്കൾ മുഴുവനും വന്ന് ചുറ്റും വന്ന് വട്ടമിട്ട് നക്കിയെടുക്കുകയാണ് ശരീരത്തെ. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ആ മാംസത്തെ പീസായി പട്ടികൾ കടിച്ചെടുക്കുകയാണ്. എടുത്ത് വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ ഈ മനുഷ്യൻ നടക്കുകയാണ്. സ്നേഹിതരെ, ലാസറിനെ പിടിച്ചു നിർത്തി നമുക്ക് ചോദിക്കാം, സഹോദര ലാസറേ, നിങ്ങൾ എന്താ കരയാത്തെ? സഹോദരൻ, നിങ്ങൾക്ക് വേദനയില്ലേ? നിങ്ങൾ എന്താ ഈ മറ്റാരും നിങ്ങളെ സഹായിക്കാനില്ലല്ലോ. നിങ്ങൾ കുറ്റം പറയുന്നില്ല, ആരെയും കുറ്റം പറയാനില്ല. നിങ്ങൾക്ക് ഭക്ഷണമില്ലെങ്കിൽ കുറ്റം പറയില്ല. അയാൾ പറയും, പട്ടികളെ നിങ്ങൾ എൻ്റെ വ്രണം നക്കിയാലും, പുഴുക്കളെ നിങ്ങൾ എൻ്റെ ശരീര കൃമികളെ തുരന്നാലും ശരി, നിങ്ങൾക്ക് തുരക്കാൻ പറ്റാത്ത, നിങ്ങൾക്ക് നക്കാൻ പറ്റാത്ത, നിങ്ങൾക്ക് കടിക്കാൻ പറ്റാത്ത, ഓ ഞാൻ സ്വർഗത്തിലെ കർത്താവ് എൻ്റെ ആകത്തുണ്ട്. ഓ നിങ്ങൾ എൻ്റെ ശരീരം തകർത്താലും നിങ്ങൾക്ക് തകർക്കാൻ പറ്റാത്ത ഒരു കർത്താവ് എൻ്റെ ആകത്തുണ്ട്. അവനെ തകർക്കാൻ രോഗത്തിനോ ക്ഷീണത്തിനോ കടത്തിനോ ബുദ്ധിമുട്ടിനോ ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ കഴിയത്തില്ല. ലാസറിന്റെ ബോഡി തകർക്കാൻ രോഗത്തിന് പറ്റി, എന്നാൽ അകത്തുള്ള യേശുവിനെ തകർക്കാൻ കണ്ടോ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിത്യത ഉറപ്പാക്കിക്കൊള്ളണം. പ്രശ്നം കണ്ട നീ പേടിക്കണ്ട, സ്വർഗത്തിൽ വെച്ച് കാണാം. ആമേൻ. സ്വർഗത്തിൽ വെച്ച് നമുക്ക് കാണാം, സ്വർഗത്തിൽ വെച്ച് നമുക്ക് കാണാം. വേറെ ഒന്നും നോക്കണ്ട. യുഗായുഗം അവിടെ ഉണ്ട് ജീവിതം. കണ്ണുനീരില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, ദുരിതമില്ലാത്ത യേശുവിനോട് കൂടെ ജീവിക്കുന്ന വെളിച്ചമുള്ള സ്ഥലത്ത് നമുക്ക് കണ്ണു തുറക്കാം. ഹല്ലേലൂയ. സ്വത്രം. കപട ജീവിതം ഉപേക്ഷിക്കാം, പാപ ജീവിതം വലിച്ചെറിയാം. സ്വത്രം. ഇവിടെ ലാസർ തനിക്കൊന്നും പറയാനില്ല, മേന്മയും പ്രശസ്തിയും പദവിയും ഒന്നും പറയാനില്ല. അയാൾ പറയും, ഇതെല്ലാം എന്നെ കാർന്ന് തിന്നുമ്പോഴും എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ഹല്ലേലൂയ. അടുത്ത
അടുത്ത വാക്യം വായിക്കുമ്പോൾ ധനവാനും മരിച്ചു. അടുത്തവർ വായിച്ചേ. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. ധനവാനും മരിച്ചടക്കപ്പെട്ടു. നല്ല അടക്ക ശുശ്രൂഷ എല്ലാം കിട്ടി. ഇവിടെ സ്വത്രം കണ്ണടയ്ക്കുമ്പോൾ 2 സ്ഥലമുണ്ട്. ഒന്ന് കർത്താവ് ഒരുക്കിയിരിക്കുന്ന പർദീസ, സ്വത്രം കർത്താവ് ഒരുക്കിയിരിക്കുന്ന സ്ഥലം. അവിടെ കണ്ണുനീരും ദുഃഖവുമില്ല. അവിടെ കർത്താവിൽ ജീവിക്കുന്ന പൈതങ്ങളെ സ്വീകരിക്കാൻ ദൂതന്മാർ വരികയും ദൂതന്മാർ സ്വീകരിച്ച് പർദീസയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. എന്നാൽ പാവിയായ ഒരു വ്യക്തി ഈ ഭൂമിയിൽ മരിക്കുമ്പോൾ അവരെ സ്വീകരിക്കാൻ പാതാളത്തിലെ പിശാചിന്റെ ദൂതന്മാർ അടുക്കൽ വരികയും യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം 7-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ 10-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ വായിച്ചേ. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ മനുഷ്യൻ തന്റെ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ എത്തുമെന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യെശയ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകം പറയുന്നു, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ആമേൻ 30-ാം അധ്യായം 33-ാം വാക്യം വായിക്കുമ്പോൾ ഒരു ദഹന സ്ഥലത്തെ കുറിച്ച് പറയുന്നു. അത് ആദ്യം വായിച്ചേ. 30-ന്റെ 33 വായിച്ചേ. 30-ാം അധ്യായം 33 വായിച്ചിട്ട് യെശയ്യാവ് 14 വായിക്കണം. വായിച്ചേ. പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. പാവികൾക്ക് പോകാൻ പണ്ട് ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അടുത്ത വരി. അത് രാജാവിനായിട്ട്. അത് രാജാവായാലും പാവിയാണോ അവൻ അവിടെ പോവും. ആർക്കും മാറ്റി വെക്കാൻ പറ്റത്തില്ല. ഞാൻ പറയാം, ഈ ഭൂമിയിൽ ജീവിച്ചു, ഒരാൾ മരിച്ചു, നല്ല അടക്ക ശുശ്രൂഷ കിട്ടി, ഒരുപാട് പേരും പ്രശസ്തിയുള്ള നല്ല ശുശ്രൂഷ എന്നവർ എന്നെ ശുശ്രൂഷ ചെയ്തു എന്നാ സ്വർഗത്തിൽ പോകില്ല. 2 കൊരിന്ത്യർ 5:10 അതങ്ങനെ വെച്ചിട്ട് 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിനൊത്തവണ്ണം പ്രാപിക്കാൻ നാം ഓരോരുത്തരും ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ഈ ശ്വാസം നമ്മുടെ ശരീരത്തിലുള്ളപ്പോൾ പാപത്തെ വിട്ടുതിരിഞ്ഞ് ദൈവവചനപ്രകാരം ജീവിച്ചില്ലെങ്കിൽ ആ വ്യക്തി രാജാവായാലും ഏത് ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആളായിരുന്നാലും ഏത് താണവരായിരുന്നാലും ഏത് ദരിദ്രനായാലും ഏത് ധനവാനായാലും ബർബരനായാലും ശകനായാലും ദാസനായാലും സ്വതന്ത്രനായാലും ആണായാലും പെണ്ണായാലും ആരായാലും ശരി ഒരു ദഹനസ്ഥലം ഭാവികൾക്ക് ഒരുക്കിയിട്ടുണ്ട്. വായിച്ചവരി. ഒരു ദഹനസ്ഥലം പണ്ടേ തന്നെ ഒരുക്കിയിട്ടുണ്ടല്ലോ. അത് രാജാവിനായിട്ട് ഒരുക്കിയിരിക്കുന്നു. അവൻ അതിനെ ആഴവും വിശാലവും ആക്കിയിരിക്കുന്നു. അതിന്റെ ചിതയിൽ കണ്ടോ, ഇവിടെ കണ്ണ് തുറക്കുമ്പോ, ഇവിടെ കണ്ണടയ്ക്കുമ്പോ നേരെ ചെന്ന് പാവികൾ കണ്ണു തുറക്കുന്നത് എവിടെയാ? ചിതയ്ക്കകത്ത്. ഇവിടെ നമുക്ക് ഇത്രയും ചൂട് സഹിക്കാൻ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഇത്രയും ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അതെത്ര നേരം അടുത്ത് നമ്മൾ ഫാൻ ഇടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും എ സിക്കകത്തുള്ള എ സി ഉള്ളവർ എന്ത് ചെയ്യും? എ സിക്കകത്ത് കയറിയിരിക്കും. ഒരു ചൂട്. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ദേഹം കഴിയും അല്ലേ, കുളിക്കും. അല്ലെങ്കിൽ ആറുണ്ടെങ്കിൽ ആറ്റിനകത്ത് കുറച്ചു നേരം മുങ്ങി കുളിച്ചിട്ട് വരും, കുറച്ചൊരു തണുപ്പ് കിട്ടത്തില്ലേ? ഇതങ്ങനെയല്ല. ഒരിക്കലും അണയാത്ത തീക്കകത്താണ് നേരെ പോകുന്നത്. ഇത്രക്ക് മനസ്സിലായി? നിങ്ങൾ നോക്കിക്കേ, കടൽക്കരയിൽ മണൽത്തരി വാരി എറിയുമ്പോൾ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാതെ സെക്കൻഡ് ബൈ സെക്കൻഡായി ലക്ഷങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ഈ കണ്ണടഞ്ഞ് ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ അവർ നേരെ ചെന്ന് വീഴുന്ന എവിടെ നിന്നറിയാമോ? ഈ തീക്കകത്തൊട്ട മണൽത്തരി വാരി എറിയുമ്പോൾ എണ്ണി തിട്ടപ്പെടുത്താൻ അറിയാത്തതുപോലെ എത്രയോ പേർ അതിനകത്ത് ആ ഗന്ധകത്തിനകത്ത് ചെന്ന് വീണുകൊണ്ടിരിക്കുമ്പോൾ, സ്നേഹിത സഹോദര, താങ്കൾ ശിഷ്ടകാലം എവിടെയാണ് താങ്കൾ ഒരുക്കി ഈ ഭൂമിയിൽ ഇരിക്കുന്നത്? ഹല്ലേലൂയ. സ്തോത്രം. നേരെ ചെന്ന് അവർ കണ്ണ് തുറക്കുകയാണ്. ആ തീക്കകത്ത് നേരെ ചെന്ന് പ്ലമ്മെന്ന് വെള്ളത്തിനകത്ത് ഒരാൾ വീണിട്ട് എഴുന്നേൽക്കുമ്പോൾ എങ്ങനെ ഇരിക്കും സ്നേഹിതരെ? തലമുടി 4 ഇഴ മുതൽ നഖത്തിനകം വരെ വെള്ളം നനഞ്ഞിരിക്കും. അതുപോലെ ആ ദഹനത്തിനകത്ത്, ആ ഭാവിക്ക് പോകുന്ന ആ പാതാളത്തിനകത്ത് പോയി വീഴുമ്പോൾ കണ്ണിൽ പുഴുക്കൾ. അപ്പൊ ചോദിക്കും, സിസ്റ്റർ ഇവിടെ ശരീരം തീർന്നല്ലോ, മറ്റൊരു ശരീരം പ്രാപിച്ചത്രേ ഇവിടെ നേരെ പാതാളത്തിൽ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ലാസറിനെ കണ്ണിൽ കണ്ടില്ലേ? അബ്രഹാം പിതാവേ എന്ന് വിളിച്ചില്ലേ ധനവാൻ? ലാസറിനെ കണ്ടില്ലേ? കാണാൻ പറ്റിയില്ലേ? സംസാരിച്ചില്ലേ? വിരലിന്റെ അഗ്രം മുക്കി നാവിനെ തണുപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ? സംസാരിച്ചില്ലേ? അപ്പൊ സംസാരിക്കാൻ പറ്റും, പിന്നെ കാണാൻ പറ്റും, പിന്നെ നിലവിളിക്കാൻ പറ്റും. ദാഹമുണ്ടോ? ഇല്ലേ? ധനവാൻ കിടന്ന് എന്തോന്നാ വിളിച്ച്? ലൂക്കോസ് 16 കിടന്ന് വിളിക്കുകയാണ്, അയ്യോ അബ്രഹാം പിതാവേ, ലാസറിന്റെ വിരലിന്റെ അഗ്രം മുക്കി എന്റെ നാവിനെ തണുപ്പിക്കണമേ. അയ്യോ ഞാൻ ഇവിടെ കിടന്ന് തരയിക്കുന്നു. അബ്രഹാം പിതാവ് പറഞ്ഞു, മോനെ, നീ ഈ ഭൂമിയിൽ നല്ല രീതിയിൽ ജീവിച്ചു. നിനക്ക് സമ്പത്തുണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, കുടുംബത്തിനകത്ത് അംഗങ്ങളുണ്ടായിരുന്നു. നീ ഒരു രാജകുമാരനെ പോലെ രാജാവായി ഈ ഭൂമിയിൽ ജീവിച്ചു. പക്ഷെ നീ ഇവിടെ സുഖിച്ചപ്പോൾ നീ എന്റെ യേശുവിനെ സ്വീകരിച്ചില്ല. അതുകൊണ്ട് നീ അവിടെ വീണു. എന്നാൽ ഈ ലാസർ ഉണ്ടല്ലോ, അവന് പേരില്ല, പ്രശസ്തിയില്ല, സമ്പത്തില്ല, വേറെ ഒന്നുമില്ല. എന്നാൽ സ്വർഗത്തിലെ സമ്പത്താകുന്ന യേശു ഉണ്ടായിരുന്നു.
നിങ്ങൾക്ക് മനസ്സിലായോ? സ്നേഹിത, സഹോദര, സഹോദരി, ഈ ശബ്ദം കേൾക്കുന്ന ദേശനിവാസികളെ, ഒന്നും ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും ഒരു പൈസയും കൊടുക്കണ്ട, യേശുവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കാം. ഇന്ന് രാത്രി ആർക്ക് വേണം യേശുവിനെ? യേശുവിനെ നീ സ്വീകരിച്ചാൽ ഈ ഗന്ധകത്തിനകത്ത് നീ പോകണ്ട. ഇവിടെ നമുക്ക് മൂടുവാൻ നല്ല പുതപ്പുണ്ട്, കിടക്കുവാൻ ഏറ്റവും കൂടിയ മെത്തയുണ്ടല്ലേ? സ്വത്രം. നമ്മൾ അനേകർക്ക് കിടക്കുവാൻ സ്വത്രം നല്ല മെത്തയുണ്ട്. നല്ല AC റൂം ഒരു പക്ഷേ കാണും, കൂളർ കാണുമായിരിക്കാം, ഫാൻ കാണുമായിരിക്കാം, എല്ലാ സൗകര്യങ്ങളും, സ്വിമ്മിംഗ് പൂൾ കാണുമായിരിക്കാം, എല്ലാം ഉണ്ട്. ഇനിയൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ഭാവികൾക്കുള്ള സ്വിമ്മിംഗ് പൂൾ, തീക്കകത്തുള്ള സ്വിമ്മിംഗ് പൂൾ. അവിടെ തീ കൊണ്ട് ഉപ്പിടുന്നൊരു കാലം, തീ കൊണ്ട് ഉപ്പിടുന്നൊരു കാലം. സ്നേഹിത, സഹോദര, പാപത്തെ വിട്ടുതിരിഞ്ഞ് യേശു മാത്രം കർത്താവ്. ഓ, യേശു തന്നെ വഴി, സത്യവും ജീവനും. യേശു മുഖാന്തരമല്ലാതെ ആർക്കും സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റത്തില്ല. യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷിക്കപ്പെടും, അവൻ രക്ഷപ്പെടും. ഹല്ലേലൂയ. ഇവിടെ ഇതാ ധനവാൻ നേരെ പോയി വീണപ്പോൾ വെള്ളത്തിനകത്ത് ഒരാൾ വീണിട്ട് എഴുന്നേൽക്കുമ്പോൾ കണ്ണുകളിൽ പുഴുക്കൾ, കാതുകളിൽ പുഴുക്കൾ, വായ്ക്കകത്ത് നിറയെ പുഴുക്കൾ. പാതാളത്തിലെ പുഴു ചാകത്തില്ല, എന്ത് ചെയ്താലും ചാകത്തില്ല. ഞെക്കുന്നുണ്ട്, കണ്ണിൽ നിന്ന് തട്ടുന്നുണ്ട്, പോകുന്നില്ല. ശരീരം നോക്കുന്നുണ്ട്, കയ്യിൽ നോക്കുന്നുണ്ട്. കൃമികൾ കൊണ്ട് മെത്ത, ആമേൻ, പുഴുക്കൾ കൊണ്ട് മെത്ത. ഇവിടെ ഏറ്റവും കൂടിയ മെത്ത 50,000, 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 10 ലക്ഷത്തിന്റെ മെത്തയുണ്ട്. പക്ഷെ അവിടെ നല്ല ഏറ്റവും കൂടിയ മെത്തയുണ്ട്, ചാകാത്ത പുഴുക്കൾ കൊണ്ടൊരു മെത്ത. നല്ല ഏറ്റവും കൂടിയ കമ്പിളിയുണ്ട്, ഓ, കൃമികൾ കൊണ്ടൊരു കമ്പിളി. അതിനകത്ത് മുങ്ങിക്കിടന്നവന് വിളിക്കുകയാണ്. അയ്യോ, അയാൾ പ്രതീക്ഷിച്ചില്ല, അയാൾ നേരെ അവിടെ കണ്ണു തുറക്കൊന്നും പ്രതീക്ഷിച്ചില്ല. അലറി വിളിക്കുകയാണ്, അബ്രഹാം പിതാവേ. സ്നേഹിതരെ, നിങ്ങൾ ചോദിക്കും, സിസ്റ്റർ, ഇത്രയും തൊള്ള തുറന്ന് നിങ്ങൾ എന്തിനാ വിളിക്കുന്നേ? സ്വത്രം. നിങ്ങൾ ചോദിക്കത്തില്ലേ ഇതിനകത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്? നിങ്ങൾ ചോദിക്കത്തില്ല യൂട്യൂബിൽ എന്തിനാ പ്രസംഗിക്കുന്നത്? നിങ്ങൾ പ്രസംഗം കേൾക്കാത്തവരാണോ? ഞാൻ സത്യസുവിശേഷം പിടിച്ച് പറയുന്നത് എന്തിനാ? ഈ തീക്കകത്ത് പോകാതിരിക്കാൻ വേണ്ടിയാ. ഒറ്റ മനുഷ്യനോട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതിന്റെ ആഴമുണ്ട്, അത് നീളമുണ്ട്, വീതിയുണ്ട്. അവിടെ എന്തോന്നാ ഒന്നുകൂടെ വായിച്ചു താഴേറ്റം. അവിടെ അതിന്റെ ചിതയിൽ വളരെ തീയും വിറകുമുണ്ട്. യഹോവയുടെ ശ്വാസം, ഒരു യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കുന്നു. എവിടെ? പാവികൾ പോയി വീഴുന്ന സ്ഥലം. 24 മണിക്കൂറും. അത് 1 വർഷമാണോ, 5 വർഷമാണോ, 500 വർഷമാണോ, 5000 വർഷമാണോ? ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണമില്ല. യുഗം മനുഷ്യൻ അവിടെ പോയി കിടക്കും. ഞാൻ ചോദിക്കട്ടെ സ്നേഹിതരെ, 80 വർഷം അല്ലെങ്കിൽ എത്ര വയസ്സോ ആവട്ടെ, നമുക്ക് തരുന്ന ഈ ഒരായുസ് ഒരു രൂപ കൊടുക്കണ്ട യേശുവിന്. യേശു ഫ്രീ ആയിട്ട് ഹൃദയം തുറന്നു കൊടുത്താൽ, അപ്പാ എൻ്റെ അകത്തൊന്നു വാപ്പാ, ഞാൻ പാവിയാണ്. ഏത് കുറ്റവാളിയായാലും, ഏത് കൊടും പാവിയായാലും ഇന്ന് ആ പാപത്തെ ക്ഷമിച്ച് പേര് ജീവപുസ്തകത്തിൽ എഴുതാൻ കഴിവുള്ള യേശു ഇന്ന് ഈ ദേശത്ത് ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. നിന്നെ യേശു സ്നേഹിക്കുന്നു. സഹോദര, സഹോദരി, താങ്കൾ എത്ര കഠിനമേറിയ പാപം ചെയ്താലും ശരി, ഇന്ന് യേശു താങ്കളെ സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രി പറ, യേശുവേ, എൻ്റെ പേര് കൂടെ എഴുതണമേ, എന്നെ ആ രക്തം കൊണ്ട് കഴുകണമേ. ഈ സ്വത്രം യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം വായിച്ച് യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 9, 10, 11 വചനം വായിക്കുമ്പോൾ നോക്കിയേ, ഇവിടെ ഒരു മനുഷ്യൻ പാവി കണ്ണടയ്ക്കുമ്പോൾ ബന്ധുക്കളും വീട്ടുകാരെല്ലാം പറയും, ഇനി ഒന്നും അറിയണ്ടല്ലോ, ഇനി ഒന്നും അറിയണ്ട. എന്താ സംഭവിച്ചതറിയാമോ? ആ പാതാളത്തിനകത്ത് കോടിക്കണക്കിന് ജനം അതിനകത്ത് കിടക്കുക, കോടിക്കണക്കിന്. ഇതുവരെ മരിച്ച സകല പാവികളും അവിടെ കിടക്കുക. തൊട്ട് മുമ്പ് പോയ കൂട്ടുകാരവിടെ കിടക്കുക, ബന്ധുക്കൾ കിടക്കുക, നാട്ടുകാർ കിടക്കുക, കൂടെ പഠിച്ചവർ കിടക്കുക, പരിചയക്കാർ കിടക്കുക, കൂടെ പാപം ചെയ്തവർ കിടക്കുക. അവർ നോക്കുമ്പോൾ ദേ വരുന്നു എൻ്റെ പരിചയക്കാരൻ, ദേ വരുന്നു എൻ്റെ കൂട്ടുകാരൻ, ദേ വരുന്നു എൻ്റെ കൂടപ്പിറപ്പ്, ദേ വരുന്നു എൻ്റെ സഹോദരൻ, ദേ വരുന്നു എൻ്റെ അപ്പൻ, ദേ വരുന്നു എൻ്റെ അമ്മ. ഇത് കാണുമ്പോൾ പാതാളം ഇളകി മറിഞ്ഞ് ഇവർ ചാടി എഴുന്നേറ്റ് നോക്കി വിളിക്കണം. വായിച്ചേ, യെശയ്യാ 14:9 വായിച്ചേ. നിന്റെ വരവിങ്കൽ കണ്ടോ, ഒരു മനുഷ്യൻ ഇവിടെ കണ്ണടച്ച് നേരെ ചെല്ലുമ്പോൾ നിന്റെ വരവിങ്കൽ നിന്നെ എതിരേൽപ്പാൻ പാതാളം. ഇന്നിവിടെ ആരെങ്കിലും വന്നാൽ എതിരേൽക്കാൻ ഒരുപാട് ആൾക്കാർ പോകും അല്ലേ? വിശിഷ്ടാതിഥികൾ വന്നാൽ എന്തെല്ലാം എതിരേൽപ്പല്ലേ? ചെണ്ടമേളം, ബാൻഡ് മേളം, അവിടെ എതിരേൽക്കാൻ ഉണ്ട് കുറെ. മനസ്സിലാകുന്നുണ്ടോ? പാതാളത്തിൽ എതിരേൽപ്പിന് ആൾക്കാരുണ്ട്.
വായിച്ച അടുത്ത വരി. നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. അത് നിന്നെ ചൊല്ലി സകല ഭൂപാലകന്മാരുമായ പ്രേതന്മാരെ ഉണർത്തുകയും ജാതികളുടെ സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അവരൊക്കെയും നിന്നോട് നോക്കിയേ. ചെല്ലുമ്പോൾ ബന്ധുക്കൾ പരിചയക്കാർ പറയുന്നുടാ, അവിടെ നീ കൺവെൻഷന് പോയില്ലേ? എടാ സ്വത്രം, കഴിഞ്ഞ ദിവസം ഇന്നടുത്ത് നടന്ന കൺവെൻഷൻ നീ പോയില്ലേ? ആ സിസ്റ്റർ പ്രസംഗിച്ച വചനം കേട്ടില്ലേ? ആ പാസ്റ്റർ പ്രസംഗിച്ച വചനം കേട്ടില്ലേ? എടാ കവലയിൽ നിന്ന് നീ 500 രൂപ ആ ദൈവദാസനെ കൊടുത്തിട്ട് നീ യേശുവിനെ സ്വീകരിച്ചില്ലേ? ആർക്ക് വേണം 500 രൂപ? ആർക്ക് വേണം 50 ലക്ഷം? യേശു ഇല്ലെങ്കിൽ എവിടെ പോകും സ്നേഹിതരെ? ലക്ഷം കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ടൊന്നും സ്വക്കത്തിൽ പോകില്ല. ജീവിതം യേശുവിന് എന്നെ കൊടുത്താൽ, എൻ്റെ യേശു എൻ്റെ അകത്ത് വന്നാലേ സ്വക്കത്തിൽ പോകും. അല്ലാതെ എൻ്റെ വസ്തു മുഴുവൻ എഴുതി കൊടുത്താലും ഞാൻ സ്വക്കത്തിൽ പോകത്തില്ല. യേശു എൻ്റെ അകത്ത് വന്നാലേ എനിക്ക് എൻ്റെ യേശുവിൻ്റെ അടുത്ത് പോകാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പൈതലേ, അതിനകത്ത് എഴുതിയിരിക്കുന്നവർ അലറി വിളിക്കുകയാണ്. ബന്ധുക്കൾ, പരിചയക്കാർ, അയ്യോ നീ ഇങ്ങ് പോന്നോ? നീ ആ കൺവെൻഷന് പോയില്ലേ? നീ ആ യേശുവിന്റെ രക്ഷകനായി സ്വീകരിച്ചില്ലേ? നീ പാപം വിട്ടു തിരിഞ്ഞില്ലേ? ആ മദ്യം നീ ഉപേക്ഷിച്ചില്ലേ? ആ ഭാര്യയെ ഉപദ്രവം മതിയാക്കിയില്ലേ? ആ ഭർത്താവിനെ തെറി വിളിക്കുന്ന സ്വഭാവം മനസ്സിലാക്കിയില്ലേ? മതിയാക്കിയില്ലേ? ആ കള്ളത്തരായോ? കർത്താവ് ആരും എവിടെ ഒരു വചനത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല അപ്പുറത്ത് ജീവിക്കുന്ന ആ മനുഷ്യനെ കണ്ടു പടിയെന്നല്ല പറഞ്ഞു. യേശു പറഞ്ഞു, എൻ്റെ പിന്നാലെ വാ. സ്വത്രം, എന്നെ നോക്ക്, എന്നെ നോക്ക്. ഞാൻ കർത്താവിനെ മാത്രം നോക്കണം, തിരുവചനം നോക്കണം. വചനം എന്നോട് എന്ത് പറയുന്നു? വചനപ്രകാരം ജീവിക്കണം. അപ്പുറത്തിപ്പുറത്തുള്ള ആൾക്കാരെ അല്ല, പ്രസംഗിക്കുന്ന ആൾക്കാരെ നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സ്വത്രം, പാടുന്ന ആൾക്കാർ നല്ല രീതിയിൽ രാഗവും താളവും ഈണവും ഒക്കെ ഇട്ട് പാടും. പക്ഷെ ജീവിതത്തിൽ മുഴുപാവിയായിരിക്കും. മുഴുപാവി ആൾക്കാരുടെ മുമ്പിൽ ഒന്ന് താളം തുള്ളി, ഒന്ന് ചാടി, ഒന്ന് നൃത്തം ചെയ്തൊക്കെ ഒന്ന് എല്ലാവരും ഓ എന്തൊരു കൃപ. പൊട്ട കള്ളവാ ചില പലരെ. ദൈവത്തിന് സ്വത്രം. ഞാൻ സ്വത്രമാ വിഷമത്തോടെ പറയാം, പൊട്ട കള്ളവാ. അഭിനയ നാടകമാ, ഒരു നാടകമാ. ഒന്ന് നാടകം കാണിക്കുമ്പോൾ ഒരു കൂട്ടം പേർ രക്ഷിക്കപ്പെടേണ്ടവർ രക്ഷിക്കപ്പെടാതെ ചിലർ നാടകം കാണിച്ചോണ്ടിരിക്കുക. ഇന്ന് രാത്രി കപട വേഷം കത്തണം. ദൈവത്തിന്റെ യഥാർത്ഥ വചനം അകത്തിറങ്ങി കത്തണം. ജീവൻ ഭാവിക്കണം. സത്യവചനം നമ്മുടെ ജീവിതത്തിനകത്ത് വരണം. സ്തോത്രം. യേശുവിനായി ജീവിക്കണം. ഇവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിക്കുകയാണ്. എനിക്ക് 5 സഹോദരങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, നിന്റെ മക്കൾക്ക് വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നീ യേശുവിനെ കൊടുത്താൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു പരിധിക്ക് നിന്റെ കുഞ്ഞുങ്ങൾ തെറ്റിയാൽ പിന്നത്തേതിൽ അവർ ജയിലിൽ കിടക്കാതെ കർത്താവിൻ്റെ അടുത്ത് വരും. ഉറപ്പ് ഞാൻ പറയുന്നു, കർത്താവിൻ്റെ അടുത്ത് വരും. പെൺമക്കളായാലും ശരി, ആൺമക്കളായാലും ശരി, പാപം ചെയ്യാതെ ജീവിക്കണം. ഇന്ന് എൻ്റെ യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരെ ദൈവവചനം പറഞ്ഞുകൊട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിര്, അവരെ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കാൻ പറഞ്ഞുകൊട്, അവരെ ദൈവ ഭയത്തോടെ വളർത്ത്. ദൈവത്തിനെ കൊട്. ദൈവമായി അവരുടെ അകത്തുണ്ടെങ്കിൽ അവർ എവിടെ പോയാലും രക്ഷപ്പെടും. അവർ ലഭിക്കേണ്ട എല്ലാ നന്മയും ലഭിക്കും. അവരുടെ കുടുംബജീവിതം ശ്രേഷ്ഠമായിരിക്കും. അവരുടെ തലമുറകൾ ശ്രേഷ്ഠമായിരിക്കും. യേശുവിൻ്റെ ഒരു താമസമെങ്കിൽ ഇനി എത്ര തലമുറ അങ്ങോട്ടുണ്ടോ അവർ യേശുവിനെ ആരാധിച്ച് ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു ഉണ്ടെങ്കിൽ അവർ പാപം ചെയ്യത്തില്ല. സ്നേഹിതരെ, ക്രിസ്തുവിനെ കൊട്. മറ്റെല്ലാം കൊടുക്കുന്നതിനേക്കാൾ ഒന്നാമത് യേശുവിനെ കൊട്. ഭക്ഷണം കൊടുക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിലോ, കുറച്ച് കൊടുക്കാൻ പറ്റിയുള്ളെങ്കിലും ഞാൻ പറയും, യേശുവിനെ കൊടു, യേശുവിനെ കൊടു. ഹല്ലേലൂയ. അവിടെ കിടന്ന് എല്ലാവരും വിളിക്കുകയാണ്, അബ്രഹാം പിതാവേ, ലാസറിന്റെ വിരൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കണമേ. എനിക്ക് 5 സഹോദരങ്ങൾ വീട്ടിലുണ്ട്. അവർ ഈ യാതന സ്ഥലത്ത് വരാതിരിപ്പാൻ. വായിച്ച അടുത്ത വാക്യം. അവരും ഈ യാഥാസ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അടുത്ത വരി. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. അടുത്ത വരി. അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ അല്ലല്ല, അവർക്ക് മോശയുണ്ടല്ലോ, പ്രവാചകന്മാരും. അതുകൊണ്ടാണ് സ്നേഹിതരെ ഈ ദേശത്ത് ഈ കൺവെൻഷൻ ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഞങ്ങൾ സഭയായി ക്രമീകരിച്ച് പല ദേശങ്ങളിലും സ്വർഗത്തിലെ ദൈവം എത്രയോ വർഷങ്ങൾ കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല ദേശങ്ങളിലും ഒരു സ്തോത്രം എല്ലാവരോടും പറയും, ആര് കൺവെൻഷൻ വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ഒരു ചെലവുമില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ മുറ്റം ഒരുക്കി തരിക, ഞങ്ങൾക്ക് സ്തോത്രം കരണ്ട് തരിക. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെ പറയും ഞങ്ങൾ. ആ ദേശങ്ങൾ ദൈവം ഒരുക്കി തരും. അവിടെ ചെന്ന് ഇതുപോലെ വിളിച്ചു പറയും. അല്ലെങ്കിൽ ആൾക്കാർക്ക് കാണുന്നവർക്ക് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമായിട്ട് തോന്നിയെന്നവരാ. പക്ഷെ രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവത്തിന്റെ ശക്തിയാണ് ക്രൂശിന്റെ വചനം. ഹല്ലേലൂയ. പോഷത്വമായിട്ട് ഒരുപക്ഷെ തോന്നിയെന്നവരാ. എന്നാൽ രക്ഷിക്കപ്പെടുന്ന മക്കൾക്ക്
ഒരു ദൈവശക്തിയാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കുമ്പോൾ പറയുന്ന 5 സഹോദരങ്ങളുണ്ട്. അവർ ഈ യാതന സ്ഥലത്ത് വരാതിരിപ്പാൻ. എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിത സഹോദര, താങ്കൾ ഈ ഭൂമിയിൽ വിട്ടു പോകുമ്പോൾ എവിടെ പോകും? ഈ ജീവിതത്തിൽ ജീവിച്ച് ആരെ നിങ്ങൾ കണ്ടുമുട്ടി? യേശുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ലോകത്തിൽ ഒരുപാട് പേരായി നിങ്ങൾ കണ്ടുമുട്ടി. ഒരുപാട് കൂട്ടുകാർ കാണും, സ്നേഹിതരെ കാണും, ഒരുപാട് പരിചയമുള്ളവരെ കാണും. എന്നാൽ യേശുവിനെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇത്രയും വർഷം ഈ ഭൂമിയിൽ നല്ലൊരു ആയുസ്സിന്റെ നീളം തന്നില്ലേ? ഈ നീളത്തിൽ നിങ്ങൾ പലരെയും നിങ്ങൾ പരിചയപ്പെട്ടു. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി മരിച്ചുയർന്നേറ്റ ഒരു യേശുവിനെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ യേശുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? നിങ്ങൾ യേശുവിനെ ശബ്ദം കേട്ടിട്ടുണ്ടോ? യേശു ആരാണെന്ന് അറിയാമോ? യേശു നിങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ചെന്ന് വിശ്വസിക്കുന്നുണ്ടോ? യേശു നിങ്ങളെ സ്നേഹിച്ച സ്നേഹമാണ് ആ ക്രൂശിൽ പ്രദർശിപ്പിച്ചെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് ക്രൂശിൽ മരിച്ച നമുക്ക് വേണ്ടിയ സ്നേഹിതരെ, നമ്മളോടുള്ള സ്നേഹനിമിത്തം ആ യേശുവിന്റെ അടുക്കൽ വന്നാൽ ഏത് പാപിക്കും പാപക്ഷമയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ വായിക്കുമ്പോൾ, സമയം വേഗത്തിൽ തിന്നുകൊണ്ട് വായിക്കേ. 25-ാം അധ്യായം 31 മുതൽ വായിച്ചേ, ടക്കന വായിച്ചേ. മനുഷ്യപുത്രൻ തൻ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. അടുത്ത സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ അടുത്ത് വരുവീൻ. ലോകസ്ഥാപനം മുതൽ കർത്താവിന്റെ മക്കൾക്ക് വേണ്ടി ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കി കൊള്ളുവീൻ എന്ന് പറയും. അടുത്ത് നോക്കിക്കേ, 2 വശത്ത് നിൽക്കുന്നുണ്ട് ആൾക്കാർ. പാപികളും ദൈവഹിതപ്രകാരം ജീവിച്ചവര്. ദൈവഹിതപ്രകാരമുള്ള മക്കളോട് ദൈവം പറഞ്ഞു, മക്കളെ നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ വിളിച്ചു. എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യാതെ പാപം ചെയ്ത മനുഷ്യനോട് 40-ാം വാക്യം വായിച്ചേ. രാജാവ് അവരോട് എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തനെ നിങ്ങൾ ചെയ്തെടുത്തോളം. 41. പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ ദൈവം വിളിച്ചു. കണ്ടോ, വചനം കേട്ടിട്ടും വചനപ്രകാരം ജീവിക്കാത്ത വ്യക്തികളോട് ദൈവം വിളിച്ച പേര് ശപിക്കപ്പെട്ടവരെ. അടുത്ത് എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് മതി. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നിത്യ അഗ്നിയിലേക്ക് പോകാനാണോ ഈ ഭൂമിയിൽ കർത്താവിനെ ആരാധിച്ച് ജീവിക്കുന്നത്? അതോ അനേകരെ ആരാധിക്കുന്നുണ്ട്, അഗ്നി ഒരുങ്ങിയിട്ടുമുണ്ട്. പള്ളി പോയി ആരാധിക്കുന്നുണ്ട്. സ്വഭാവത്തിനകത്ത് ഒരു മാറ്റമില്ല, ചീത്ത വിളിക്കകത്ത് ഒരു മാറ്റമില്ല, കള്ളത്തനത്തിനകത്ത് ഒരു മാറ്റമില്ല, പറ്റിപ്പിന് ഒരു മാറ്റമില്ല, വെട്ടിപ്പിന് ഒരു മാറ്റമില്ല. വേഷം കെട്ടിലൊക്കെ ഉണ്ട്. ആര് ചോദിച്ചാലും ഞാൻ ഇന്ന ചർച്ചിലാണ് പോകുന്നവർ, പക്ഷെ യേശുവില്ല. അവരൊരുങ്ങി പോകുന്ന അവിടത്തേക്ക്. നീ നമ്മൾ ആ കൂട്ടത്തിലാകല്ലേ. നമ്മൾ യേശുവിനെ നോക്കിക്കോളൂ, യേശുവിൻ്റെ വചനം നോക്കിക്കോളൂ, വചനപ്രകാരം ജീവിച്ചോളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം വായിക്കുമ്പോൾ, പാതാളത്തിൽ നിന്ന് ന്യായം വിധിച്ച് പിന്നെ എവിടെ കൊണ്ടിടും? നിത്യ നരകത്തിനകത്ത് കൊണ്ടിടും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യം മുതൽ വായിച്ചേ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. ആ ദൈവമാണ് നമുക്ക് വേണ്ടി മരിച്ചത്. എങ്ങനെ? ആ ദൈവത്തിന്റെ മുമ്പിൽ ഭൂമിയും പോകും, പിന്നെ എന്ത് പോകും? ഈ ഇരിക്കുന്നില്ലേ ആകാശം മാറിപ്പോകും. അടുത്ത വരി. അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം. മരിച്ചവൻ ആബാലവൃത്തം വരും. സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നു. സിംഹാസനം, ദൈവത്തിന്റെ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ വന്ന് നിന്നു. പുസ്തകങ്ങൾ തുറന്നു. ഓരോരുത്തർക്കും ഓരോ പുസ്തകം ഇതിനകത്തിരിക്കുന്നില്ലേ? ഈ ശബ്ദം കേൾക്കുന്ന ദേശനിവാസികളെ, നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പാപത്തിനനുസരിച്ച് ഒരു പുസ്തകം ദൈവം വച്ചിട്ടുണ്ട്. ഈ ലോകത്തിലെ സകല പാപങ്ങളും ചെയ്തു കൂട്ടിയിട്ട് ഭാര്യയും ഭർത്താവിനെയും മക്കളെയും മാതാപിതാക്കളെ സഹോദരങ്ങളെ നാട്ടുകാരെയും വീട്ടുകാരെയും സകലരെയും പണം കൊണ്ട് മറച്ചു വെച്ച് നീ പാപത്തിൽ നിന്ന് ഊരി പുറത്തു വന്നിരിക്കാം. എന്നാൽ സ്വത്രം, നീ ഊരി പുറത്തു വരാൻ പറ്റാത്തൊരു സ്ഥലത്ത് കോടിക്കണക്കിന് ജനത്തിന്റെ മുൻപിൽ വെള്ള സിംഹാസന ന്യായവിധിയിൽ ദൈവം ഇരിക്കുമ്പോൾ നിന്റെ പേര് വിളിച്ച് നിന്റെ പുസ്തകം അവിടെ വെച്ച് തുറക്കും. രഹസ്യത്തിൽ ഒരു ജീവിതം, പരസ്യത്തിൽ ഒരു ജീവിതം, കള്ളവും കപടവും കാണിച്ച് ജീവിച്ച മനുഷ്യ, നിന്റെ സകല പാപവും നിന്റെ ഭാര്യയുടെ മുൻപിൽ വെച്ച്, ഭർത്താവിന്റെ മുൻപിൽ വെച്ച്, നാട്ടുകാരുടെ മുൻപിൽ വെച്ച്, സകല ജനത്തിന്റെ മുൻപിൽ വെച്ച് പച്ചയ്ക്ക് ദൈവം വായിക്കുന്ന ഒരു സമയമുണ്ട്.
ഇന്ന് രാത്രി ഏറ്റു പറഞ്ഞാൽ എൻ്റെ യേശു അത് ക്ഷമിക്കും. ഇല്ല എങ്കിൽ അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ കണ്ടുമുട്ടിയില്ല എങ്കിൽ പൈതലെ ഇതെല്ലാം ദൈവം ഒരു ദിവസം വായിക്കും. അടുത്ത വരി വായിച്ചേ. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. അടുത്ത വരി. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന ഒത്തവണ്ണം, ഓരോ പുസ്തകങ്ങൾക്ക് എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക്. നോക്കിയേ, ഒരുത്തനെ കൊണ്ട് വിളിച്ചു. അവൻ ചെയ്ത പാപം പറഞ്ഞു. നീ ഇന്ന പാപം ചെയ്തില്ലേ എന്ന് ചോദിച്ചു. യേശുവേ, അവിടെ എല്ലാവരും മരിച്ചവരെല്ലാവരും വന്ന് നിൽക്കുകയല്ലേ, എല്ലാം നിൽക്കുക. മരിച്ചവരെല്ലാവരും ഉയർത്തി നിൽക്കുക. സ്വത്രം. ഭാര്യ ഒളിച്ച് ചെയ്തില്ലേ, ഭാര്യ തൊട്ടപ്പുറത്ത് നിൽക്കുക. ഭർത്താവിനെ ഒളിച്ച്, ഭർത്താവ് തൊട്ടപ്പുറത്ത് നിൽക്കുക. മക്കളെ ഒളിച്ച്, മക്കളും തൊട്ടപ്പുറത്ത് നിൽക്കുക. നാട്ടുകാരെ ഒളിച്ച് ചെയ്തില്ലേ, അപ്പുറത്ത് നിൽക്കുക. ദൈവവേലക്കാരെ ഒളിച്ച്, അവർ നിൽക്കുക. അവരുടെ നടുവിൽ വെച്ച് കർത്താവ് പുസ്തകം തുറക്കും. തുറന്നിട്ട് വായിക്കും. പറയും, യേശുവേ, പേര് വിളിച്ചു. പേരൊരുത്തൻ്റെ പേരങ്ങ് ഞാൻ പേര് വിളിക്കുന്നില്ല. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിലും പേര് വിളിക്കുന്നില്ല. ഏതെങ്കിലും പേര് പറഞ്ഞ് ആരെങ്കിലും പേരായി പോകണമെങ്കിൽ എനിക്ക് അറിഞ്ഞും കൂടാ. ദൈവത്തിന് സ്തോത്രം. പേര് വിളിച്ചു. ഒരുത്തൻ്റെ പേര് വിളിച്ചു. പേര് വിളിച്ച ആൾ വന്നു. കർത്താവ് പുസ്തകം കൊണ്ട് പറിച്ചു. നീ ഇന്ന ദിവസം മുതൽ ഇന്ന കാര്യം ചെയ്തു, ഇന്ന പാവം ചെയ്തു. അവൻ ഇടിച്ചു വിളിച്ചു പറഞ്ഞു, കർത്താവെ ചെയ്തിട്ടില്ല. ദൈവം പറഞ്ഞു, ആകാശമേ ഇറങ്ങി വാ, താമസിച്ച റൂമേ ഇറങ്ങി വാ. റൂമിനകത്ത് വെച്ച് ചെയ്ത പാവെങ്കിൽ ആ റൂമിനെ സ്വർഗത്തിൽ ദൈവം വിളിച്ചവിടെ വരുത്തും. ചുവരനെ വിളിച്ചു വരുത്തും. കല്ലിനെ വിളിച്ചു വരുത്തും. വീടിന്റെ ഉത്തരത്തെ വിളിച്ചു വരുത്തും. കവലയിൽ വെച്ചാണെങ്കിൽ, നെയ്യാറ്റിൻകര ജംഗ്ഷനിലാണെങ്കിൽ, ആ ഗ്യാരേജിന്റെ അടുത്താണെങ്കിൽ ഗ്യാരേജോടെ വിളിച്ചു വരുത്തി നിർത്തി കാണിച്ചിട്ട്, ഇവിടെ വെച്ച് കണ്ടോ കൊല്ലുന്നത്, നീയല്ലേ കൊന്നത്, കണ്ടോ. സ്വർഗം സകല തെളിവും അനുസരിച്ച് വിളിച്ചു വരുത്തുന്ന ഒരു ദിവസമുണ്ട്. എന്നാൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, യേശുവേ ഞാൻ പാപിയാണെന്ന് എൻ്റെ യേശുവിന്റെ മുമ്പിൽ സറണ്ടറായ നീ വിടുതലോടെ പോകും. നിന്റെ പാപം അവിടെ കാണത്തില്ല. ഇവിടം വിട്ടു പോകുമ്പോൾ അത് യേശു ക്ഷമിച്ചിരിക്കും. ആ പുസ്തകം തുറക്കുമ്പോൾ നിന്റെ ഏത് കഠിന പാപമായാലും അവിടെ കാണത്തില്ല. അല്ല എങ്കിൽ ആ പാപം എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ ആ പാപം കാണും. അടുത്ത വരി വായിച്ചേ. മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തിക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. മരിച്ചവർക്ക് അവരവരുടെ പ്രവർത്തികൾക്ക് അടുത്ത ന്യായവിധി. നല്ല അടക്ക ശുശ്രൂഷ എല്ലാം കിട്ടി. പക്ഷേ ന്യായം വിധിച്ചത് അടക്ക ശുശ്രൂഷ അനുസരിച്ചല്ല, ജീവിച്ചപ്പോൾ ഉള്ള ജീവിതം അനുസരിച്ച്. ഹല്ലേലൂയ. ജീവിതം ഒന്നേയുള്ളൂ, അത് വെറുതെ പാഴാക്കിടല്ലേ. ജീവിതം ജീവിതം ഒന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ഒറ്റ ജീവിതമേ ഉള്ളൂ. യേശുവിനായി ജീവിക്കാമോ സ്നേഹിതരെ? ഹല്ലേലൂയ. അടുത്ത വരി വായിച്ചേ. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ, സമുദ്രത്തിൽ മരിച്ചവരെല്ലാം സമുദ്രം ഏൽപ്പിച്ചു കൊടുത്തു. അടുത്ത് മരണവും പാതാളവും. പാതാളത്തിനകത്ത് കിടക്കുന്നില്ലേ, നേരത്തെ പറഞ്ഞില്ലേ പാതാളം. ധനവാൻ പോയ പാതാളമില്ലേ, അയാൾ ധനവാൻ ആയതുകൊണ്ടല്ല പോയത്, യേശു ഇല്ലാത്തോണ്ടാ പോയത്. ധനമുള്ളവന്മാരെല്ലാം നരകത്തിൽ പോകുന്നല്ല, പിന്നെ അവൻ മാനസാന്തരപ്പെടില്ല. അതല്ല സഹോദരന്മാർ മാനസാന്തരപ്പെടില്ല, അവിടെ ചെന്ന് സുവിശേഷം അറിയിക്കാൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ധനമുള്ളതുകൊണ്ടല്ല ഈ മനുഷ്യൻ പോയത്, എല്ലാ സാഹചര്യം ഉണ്ടായിരുന്നിട്ട് യേശു മാത്രമില്ലായിരുന്നു. അതാ സംഭവിച്ചേ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറയുന്നു, അയച്ചേ. മരണവും പാതാളവും. മരണവും പാതാളവും. പാതാളത്തിൽ പോയ സകല പുള്ളികളെ ദൈവം അവിടെ വിളിച്ചു വരുത്തി വെള്ള സിംഹാസനത്തിൽ. തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. പാതാളം പറഞ്ഞു, പൊയ്ക്കോ, അവിടെ ന്യായവിധി നടക്കുന്നു, പോ, വെക്കോ. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്ക് അവനവന്റെ പ്രവർത്തികൾക്ക് തക്കതായ. സഹോദരങ്ങൾ, എത്ര പാപം ചെയ്തിട്ട് ആരും അറിയാതെ തേച്ച് മായ്ച്ച് കളഞ്ഞു അല്ലേ? എത്ര ദിവസം ഉറങ്ങാത്തവരുണ്ട് ഇതിനകത്തും ദേശത്തിലും പാപം ചെയ്ത നിമിത്തം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രി ആരും അറിഞ്ഞില്ല, യേശു കണ്ടു, അത് എഴുതി. പക്ഷെ ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ നീ ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട്, അപ്പാ എന്നെ രക്ഷിക്കണമേ, ആ പാപത്തെ ക്ഷമിക്കുന്ന രക്തം കൊണ്ട് എന്നെ കഴുകണമേ, യേശു എനിക്ക് വേണ്ടി ശാപമായി, യേശുവേ എന്റെ ശാപത്തെ മാറ്റണമേ, എന്റെ പാപത്തെ ക്ഷമിക്കണമേ, എന്റെ പേര് കൂടെ ആ ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ എന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ ആഗ്രഹമുണ്ട്? പാപത്തെ വിട്ടുതിരിഞ്ഞ് ദൈവസന്നിധി മടങ്ങിയതാ. 1 കൊരിന്ത്യർ 6-10 വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, ആമേൻ, പാപം ചെയ്യുന്ന മനുഷ്യൻ സ്വർഗ്ഗത്തിൽ പോകത്തില്ല. ഏതൊക്കെ പാപം? 1 കൊരിന്ത്യർ 6-9 വെളിപ്പാട് പുസ്തകം 21:8, ഗലാത്യർക്ക് ലേഖനം 6-19-20 വായിച്ചേ, വേഗത്തിൽ വായിച്ചേ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കയില്ലെന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പ് മതിയാക്ക്. വിഗ്രഹത്തെ ആരാധിക്കല്ല, യേശു മാത്രം കർത്താവ്.
യേശു മാത്രം കർത്താവ്. ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന എടുക്കാമോ? ആ വാക്യം നമുക്ക് അത്യാവശ്യമാണ് വായിക്കണം. ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ 5-ാം അധ്യായം അതിന്റെ 8 മുതൽ വായിച്ച്. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 8-ാം വചനം മുതൽ. വിഗ്രഹം ഉണ്ടാക്കരുത്, വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗ്ഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെ പ്രതിമയും നമ്മുടെ വീട്ടിനകത്ത് ഇരിക്കുന്നു. അതിനെ ചെന്ന് കുമ്പിടരുത്. ഇത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? അത് ദൈവമല്ല, അത് നമ്മെപ്പോലൊരു മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്നേഹത്തെ. അത് ദൈവമല്ല. അതിന് കണ്ണുണ്ടെങ്കിൽ കാണുന്നില്ല, കാലുണ്ടെങ്കിൽ നടക്കുന്നില്ല, വായുണ്ടെങ്കിൽ സംസാരിക്കുന്നില്ല. അതിനെ ഉണ്ടാക്കുന്നു, ചുമക്കുന്നു, കൊണ്ടുപോകുന്നു. അതെങ്ങനെ ദൈവമാകും? അടുത്തവർ വായിച്ചേ. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യും. അവയെ തൊടാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? തൊഴുതുകൂടാ, നമസ്കരിച്ചുകൂടാ. നമസ്കരിച്ചിട്ടുണ്ടോ? പാവ ഏറ്റ് പറ. നരകത്തിൽ പോണ്ടെങ്കിൽ പാവ ഏറ്റ് പറ. അടുത്ത വരി. നീ കാണുന്നിടത്തല്ല തൊഴരുത്. യേശു മാത്രം കർത്താവ്. യേശുവിനെ മാത്രം വണങ്ങ്. അടുത്ത വരി. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ ഭയക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകത്തെ മൂന്നാമത്തെയും 4-ാമത്തെ തലമുറ വരെ മക്കളുടെ മേൽ സന്തോഷിക്കും. 4-ാമത്തെ തലമുറയുടെ കണ്ടോ, നമ്മള് ആവശ്യമില്ലാത്തവരെ നമസ്കരിച്ച് മക്കൾക്ക് ശാപം പിടിച്ച് വരുത്തി കൊടുക്കരുത്. നമ്മൾ അവിടെ എവിടെയും പോയി നമസ്കരിച്ച് പൈസ ഇട്ടിട്ട് വരൂല്ലേ, അവസാനം എന്ത് സംഭവിക്കും? നമ്മളെ തലമുറകൾക്ക് ശാപമായി മാറും. കൊടുക്കരുത്. വേദപുസ്തകത്തിൽ കിടക്കുന്ന വാക്യമാണ് ഞാൻ വായിച്ചേ. ആവർത്തന പുസ്തകം തന്നെ വായിക്കുമ്പോൾ അതിനകത്ത് 27 മുതൽ വായിച്ചേ. 27 മുതൽ. നീ അടുത്തു ചെന്ന് നമ്മുടെ ദൈവമായ യഹോവ അരുളിച്ചതൊക്കെയും കേൾക്ക. നമ്മുടെ ദൈവമായ യഹോവ നിന്നോട് അരുളിച്ചതൊക്കെയും. 26. ഞങ്ങളെ പോലെ യാതൊരു ജഡമെങ്കിലും തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ജീവനോടെ ഇരുന്നിട്ടുണ്ടോ? നീ അടുത്തു ചെന്ന് നമ്മുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നതൊക്കെയും കേൾക്ക. നമ്മുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്യുന്നതൊക്കെയും ഞങ്ങളോട് പറക. ഞങ്ങൾ കേട്ട് അനുസരിച്ചു കൊള്ളാം. അടുത്ത്, നിങ്ങൾ എന്നോട് സംസാരിച്ച വാക്കുകൾ യഹോവ കേട്ട് എന്നോട് കൽപ്പിച്ചത്. ഇനി നോക്കിയേ, 4-ാം അധ്യായം അതിന്റെ 25 മുതൽ വായിച്ചേ. 25 മുതൽ 4-ന്റെ ആവർത്തന പുസ്തകം 4-ന്റെ 25 മുതൽ വായിച്ചേ. 4-ന്റെ 25 മുതൽ വായിച്ചേ. നീ മക്കളെയും മക്കളുടെ മക്കളെയും ജനിപ്പിച്ച് ദേശത്ത് ഏറെ കാലം പാർത്ത് വഷളായി തീർന്നിട്ട് വല്ലതിന്റെയും സാദൃശ്യമായ വിഗ്രഹം ഉണ്ടാക്കി നിന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് അവനെ കോപിപ്പിച്ചൂടാ. പാപം ചെയ്യല്ലേ. അതേ അധ്യായം തന്നെ 15-ാം വാക്യം മുതൽ 16-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ വായിച്ചേ 16. അതുകൊണ്ട് നിങ്ങൾ 15 നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവിൻ. യഹോവ ഹോറബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപം ഒന്നും കണ്ടില്ലല്ലോ. നിങ്ങൾ പിന്നെ വെച്ചിരിക്കുന്ന രൂപം ഒന്നും കണ്ടില്ലല്ലോ. അടുത്ത വരി. അതുകൊണ്ട് നിങ്ങൾ ആണിന്റെയെങ്കിലും പെണ്ണിന്റെയെങ്കിലും സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെയും സാദൃശ്യമോ ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെ സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു പക്ഷിയെ നമസ്കരിക്കുക. പക്ഷി അലറുന്ന എന്തെന്നറിയാമോ? ദേവി ഇതിനെ നമസ്കരിക്കരുതേ, നിത്യ നരകത വന്ന് നിൽക്കുകയാണേ. മനസ്സിലാവുന്നുണ്ടോ? മണ്ണിന് നമസ്കരിക്കുമ്പോൾ മണ്ണ് കിടന്ന് അലറി വിളിക്കുകയാണ്, എന്നെ മാത്രം നമസ്കരിക്കല്ലേ, അയാളെടുത്ത് എന്നെ മിടഞ്ഞു കൊണ്ട് വച്ചിരിക്കുന്നേ ഉള്ളേ, എന്നെ സൃഷ്ടിച്ചൊരു സൃഷ്ടിതാവ് സ്വർഗത്തിലിരിക്കുന്നേ, അതാണ് ദൈവമേ, ഞാനൊന്നുമല്ലേ. ഇത് കാണാനുള്ള കണ്ണാർക്കില്ല, നമുക്കില്ല. അടുത്ത ഒരു വായിച്ചേ. ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെ സാദൃശ്യമോ ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി. വീട്ടിനകത്ത് പ്രതിമയായിട്ടുള്ള വിഗ്രഹം മത്സ്യത്തിൻ്റെത് അതിന്റെ ഇതിലേക്ക് എത്തിരിക്കുന്നു. അവിടെ റോഡെ പോയപ്പോൾ നമ്മൾ മക്കൾ കരഞ്ഞപ്പോൾ വാങ്ങിക്കൊടുത്ത് നല്ല ഭംഗിയെന്ന് ലൈറ്റ് വിട്ട് വെച്ചിരിക്കുന്നു. ഇത്രയുണ്ട്. നിന്റെ വീട്ടിനകത്ത് ദുർഭൂതം ഇറങ്ങി പോകണമെങ്കിൽ ഇതൊക്കെ എടുത്ത് മാറ്റി ദൈവത്തിനെ കരയിപ്പിക്കല്ലേ. ഹല്ലേലൂയ. വായിച്ചേ. യാതൊരു മത്സ്യത്തിന്റെയും സാദൃശ്യമോ ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കി കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനും
അവയെ ചെന്ന് നമസ്കരിക്കാൻ പാടില്ല. കാരണം എന്താ? സൂര്യൻ വിളിച്ച് പറയുകയാണ്, അയ്യോ എൻ്റെ മുകളിലൊരു ദൈവമുണ്ട്, ആ ദൈവത്തെ നമസ്കരിച്ച് ഞാൻ എപ്പം വേണോ തകരാം. ദൈവത്തിന് സ്തോത്രം. അടുത്ത വരി. നമസ്കരിപ്പാനും സേവിപ്പാനും വശീകരിക്കപ്പെടരുത്. സങ്കീർത്തനം 115 വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, വായിക്കാമോ? ടക്കനെ വായിച്ചു പോകണം. സങ്കീർത്തനം 115 4 മുതൽ അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ മനുഷ്യനുണ്ടാക്കുന്നു, അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്തിരിക്കുന്ന എല്ലാവരും സംസാരിക്കുന്നില്ല സ്നേഹിതരെ? പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് സംസാരിക്കുന്നുണ്ടോ നോക്കിയേ. അടുത്ത വരി. കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. ആ കണ്ണുണ്ട്, കാണുന്നില്ല. പക്ഷെ യേശുവിന് കണ്ണുണ്ട്, കാണും. നമ്മൾ ആരാധിക്കുന്ന കർത്താവിന് കണ്ണുണ്ട്, കാണും. അടുത്ത് ചെവി കൊണ്ട് കേൾക്കുന്നില്ല. നമ്മുടെ കർത്താവ് ചെവി കൊണ്ട് കേൾക്കുന്നു. മോശ സംസാരിച്ചു, മോശയോട് ദൈവം സംസാരിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഹല്ലേലൂയ, ദൈവമക്കൾ സംസാരിച്ചു, അവരോട് സംസാരിച്ചു. ഇന്നും ആ ദൈവം സംസാരിക്കുന്നു. മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല. എൻ്റെ ദൈവം മണക്കുന്ന ദൈവമാണ്. നോക്കിക്കേ, അവയ്ക്ക് കൈ ഉണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല. കൈയുണ്ട്, കൈ ഇങ്ങനെ തന്നെ ഇരിക്കും, കൈ കൊണ്ട് സ്പർശിക്കത്തില്ല. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ കൈ സ്പർശിക്കും. ഇന്ന് രാത്രി ഇതിനകത്ത് തൊടും, തൊടേണ്ടവരെ തൊടും. ദേശത്തെ തൊടുന്ന ഒരു കൈ ഉണ്ടെങ്കിൽ അത് യേശുവിൻ്റെ കൈയേ ഉള്ളൂ. അടുത്ത വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, കാലുണ്ടെങ്കിൽ നടക്കുന്നില്ല. നോക്കിയേ, നമ്മുടെ ദൈവം നടക്കുന്ന ദൈവമാണ്. ഓ ഹല്ലേലൂയ, സൈന്യത്തിന്റെ അധിപതി നടക്കുന്ന ദൈവമാണ്. 24 മണിക്കൂർ മുഴു ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന കർത്താവാണ് സത്യദൈവം. അത് യേശു ക്രിസ്തു. പാപത്തിൽ ജനിക്കാതെ, പാപത്തിൽ മരിക്കാതെ, ഓ സ്തോത്രം, ഹല്ലേലൂയ, സത്യത്തിൽ ജീവിച്ച്, പാപമില്ലാതെ ജനിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന, ഇനി വീണ്ടും വരാൻ പോകുന്ന ഒരാളെ ഉള്ളൂ. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, സേവിക്കരുത്, ആരാധിക്കരുത്. അടുത്ത വരി. നേരത്തെ വായിച്ച 1 കൊരിന്ത്യർ 6:10 മുതൽ വായിച്ച ടക്കനെ. വിഗ്രഹാരാധികൾ ദുർനടപ്പ് വിട്, മതിയാക്ക്. ദുർനടപ്പ് മതി. അടുത്ത് വ്യഭിചാരം വിട്, പാവ സ്വഭാവം വിട്. അടുത്ത് സ്വയഭോഗികൾ. അടുത്ത് പുരുഷകാമികൾ, കള്ളന്മാർ. 5 മിനിറ്റുള്ളിൽ ഏറ്റവും ക്ഷമിക്കുക. കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ. മദ്യപാന ദൈവരാജ്യ അവകാശമാക്കിയില്ല. നീ രഹസ്യത്തിൽ കൊണ്ടുവച്ച് കുപ്പി പൊട്ടിച്ച് അടിക്കുമ്പോ നിന്റെ വീട്ടുകാർ അറിഞ്ഞില്ലായിരിക്കാം, പക്ഷെ സ്വർഗം നോട്ട് ചെയ്തിട്ടുണ്ട്. അത് മതിയാക്ക്. ഒരു ദിവസം ഇത് അണലി പോലെ നിന്നെ കൊത്തും. ഈ മദ്യം കൊത്തും, നീ നരകത്തീക്കകത്ത് പോകും. അതിനേക്കാൾ നല്ലത് ആ മദ്യം വലിച്ചെറിഞ്ഞ് യേശുവിനെ കർത്താവായി സ്വീകരിക്കുക. പുകവലി മതിയാക്ക്, ശംഭു മതിയാക്ക്, തമ്പാക്ക് മതിയാക്ക്, സിഗരറ്റ് മതിയാക്ക്, വീടി മതിയാക്ക്. നിന്നെ നശിപ്പിക്കുന്ന, കുടുംബത്തെ നശിപ്പിക്കുന്ന, സമ്പത്തിനെ നശിപ്പിക്കുന്ന, കുടുംബ സമാധാനം നശിപ്പിക്കുന്ന ലഹരി വസ്തു വലിച്ചെറി. നീ ഉപയോഗിക്കുന്ന കണ്ട് നിന്റെ തലമുറകൾ ഉപയോഗിച്ച് അവരെയും കൂടെ തകർക്കുന്നത് എന്തിന്? അനേക കുടുംബങ്ങൾ സമാധാനമില്ല. മദ്യം സമാധാനം കെടുത്തുന്നു, ലഹരി വസ്തു സമാധാനം കെടുത്തുന്നു. ഹല്ലേലൂയ, ആമേ. തമ്പാക്കും കൂളും ശംഭുവും കവിടിനെ ആമേ സ്വത്രം ഹോള വിടുന്ന രീതിയിൽ ക്യാൻസർ എന്ന രോഗത്തിലേക്ക് അതുകൊണ്ട് എത്തിക്കുമ്പോൾ ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹിത സഹോദര, യേശു താങ്കൾക്ക് വേണ്ടി മരിച്ചു. ഇന്ന് രാത്രി ലഹരി വലിച്ചെറി. അടുത്ത വാക്യം. മദ്യപാനി സ്വർഗരാജ്യ അവകാശമാക്കത്തില്ല. ഭാവിഷ്ട സ്വഭാവം, ചീത്തവിളി. പള്ളി പോകും, ചീത്ത വിളിക്കും. കൺവെൻഷൻ വരും, തിരിച്ചെല്ലാം ചീത്ത വിളിക്കും. ആരൊക്കെ ഇന്നലെ ചീത്ത വിളിച്ചു? ഞാൻ ചീത്ത വിളിച്ചു, ഇന്ന് പകൽ ചീത്ത വിളിച്ചു. ഒന്ന് എഴുതിയിട്ടാ മതി. ഹല്ലേലൂയ. ഭാവിഷ്ട സ്വഭാവമുള്ള നേരെ നരകത്തിലാണ്. കണ്ണടച്ച് നേരെ തുറക്കുമ്പോൾ എവിടെ? വെള്ളത്തിനകത്ത് മുങ്ങി വരുമ്പോൾ അവിടെ തന്നെ. അടുത്തവരെ പിടിച്ച് മറ്റൊരുത്തന്റെ സാധനം നമുക്ക് വേണ്ട. നമ്മുടെ വീടിനകത്ത് വേറൊരാളുടെ സാധനം ഉണ്ടോ? ടക്കനെ എടുത്ത് കൊടുത്തു. വേറൊരുത്തന്റെ സാധനം നമ്മുടെ മേൽ വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? മറ്റൊരുത്തന്റെ സാധനം എൻ്റെ വീട്ടിനകത്തോ നിങ്ങളുടെ വീട്ടിനകത്തോ ഉണ്ട്, അത് നരകത്തിലേക്ക് കൊണ്ട് 5 രൂപയുടെ സാധനമായിരിക്കും കൊണ്ടുവെത്തുന്നത്. എവിടെ? 10 രൂപയുടെ സാധനമല്ല അടിച്ചു മാറ്റിയ കൊണ്ടെത്തുന്നത്. എവിടെ? നല്ലൊരു മാമ്പഴം കണ്ടു, എന്തൊരു ടേസ്റ്റ്. പതുക്കെ ആരും കാണാതെ അടിച്ചോണ്ട്. ഇതാര് കണ്ടു? സ്വർഗം കണ്ടു കേട്ടോ. ഭയങ്കര ആരാധന. അടിച്ചു മാറ്റുന്നതിന് കണക്കും ഇല്ല. എന്ത് കിട്ടിയാലും അടക്കും. ആൾക്കാരുടെ വസ്തുവിൽ കയറി ചക്കയും അടുത്തെടുത്തോണ്ട് പോകും. സ്വത്രം കഴിക്കാനല്ലേ. കള്ളം തന്നെ, പാവം തന്നെ. അതുകൊണ്ട് മതിയാക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം? വിടണം. ഹല്ലേലൂയ. അടുത്തവർ വായിച്ചേ. എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. എങ്ങനെ കർത്താവ് നോക്കാമെന്നാണോ പറഞ്ഞത്? നീ സ്വർഗത്തിൽ പോകത്തില്ലെന്നാ പറഞ്ഞത്. ഈ പാപം ചെയ്യുന്ന ഒരുത്തർ ഇവിടെ പോകത്തില്ല സ്വർഗത്തിൽ. വെളിപ്പാട് 21:8 ടക്കനെ വായിച്ചേ. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്രം നരകത്തിലെത്തിക്കും. അടുത്ത് ബിംബത്തെ ആരാധിക്കുന്നവർ നരകത്തിൽ പോകും. അടുത്ത് എന്നിവർക്കും കള്ളം. ചെറിയ കള്ളവും വലിയ കള്ളവും ഇല്ല. കള്ളം തന്നെ. വർഷത്തിൽ ഒരാൾ ഒരു ദിവസം മദ്യപിക്കുന്നതും, ഇനി മദ്യം കുറഞ്ഞെന്ന് പറഞ്ഞാൽ പാവമാകത്തില്ല. പാവം തന്നെ.
ദൈവത്തിന് സ്വന്തം. അടുത്ത വരി. ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. റോമർ 1:29, 30, 31, 32. വായിച്ചേ. റോമർക്ക് ലേഖനം 1:29, 30, 31, 32. ഗലാത്യർ 5:19, 20. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. അസൂയ ആർക്കൊക്കെ അസൂയുണ്ട്? മരുന്നില്ല. അസൂയ, കൊല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കൊലയുടെ അർത്ഥം എന്താ? സിസ്റ്ററെ, അതിൽ മാത്രം ഞാൻ ജയം എടുത്തു, ഞാൻ ആരെയും കൊന്നിട്ടില്ല. അങ്ങനല്ലേ? എത്ര പ്രാവശ്യം ഇന്ന് കോപിച്ചു. ഒരു പ്രാവശ്യം കോപിച്ചപ്പോൾ ഒരാളിനെ കൊന്നു. ഇപ്പൊ എത്ര വരെ കൊന്നു? ഇന്ന് എത്ര വരെ കൊന്നു? നമ്മൾ ആരാധനയ്ക്ക് വരും മുമ്പ് എത്ര വരെ കൊന്നു? സ്വത്രം. മനസ്സിലാകുന്നുണ്ടോ? കൊല കുറ്റവാ, കോപം. അടുത്ത വരി. പിണക്കം. ആരോടൊക്കെ പിണങ്ങിയിരിക്കുന്നു? പിണങ്ങിയിരിക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ വിട്ട് പോയെന്ന് വെച്ചാൽ നേരെ കണ്ണു തുറക്കുന്നത് വേറെ ഒരിടത്തുമല്ല, കൃമികൾക്കകത്ത്, പുഴുക്കൾക്കകത്ത് ഭയങ്കര ഗമയടിച്ചിരിക്കുക. നേരെ പോയി വീഴുന്ന അവിടെ. അതിനേക്കാൾ നല്ലത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, വായിക്കാൻ സമയം പോരാ, മത്തായി 5:21 നിങ്ങൾ വീട്ടിൽ പോയി വായിരും. വഴിയിലുള്ളപ്പോൾ നിന്റെ പ്രതിയോഗിയോട് വേഗത്തിൽ നിരന്നുകൊള്ളുക, അല്ല ഞാൻ പ്രതിയോഗി നിന്നെ ചേകം നിന്നെ ന്യായാധിപനെ ഏൽപ്പിച്ചിട്ട് ഒടുവിലത്തെ കാശ് പോലും തിരിച്ച് കിട്ടുപോകണം, നീ മടങ്ങി വരികയില്ലെന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നെന്ന് യേശു ക്രിസ്തു പറഞ്ഞത്. എന്നെ കേൾക്കുന്ന പൈതൽ, ഈ ലോകം, ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമ്പോൾ ആരോടെല്ലാം പിണങ്ങിയിരിക്കുന്നുണ്ടോ ക്ഷമ പറഞ്ഞ് ചെന്ന് മിണ്ടിക്കോ. അല്ലെങ്കിൽ നേരെ അവിടെ പോകും. അടുത്ത വരും. കപടം, കള്ളത്തനം വിട്. ദുശ്ശീലം എന്നിവ തിങ്ങർ, കുരളക്കാർ, 10 വരെ കാര്യം നോട്ടീസ് കൊണ്ടിരിക്കുന്നില്ലേ? കുരളക്കാർ, ഏഷണിക്കാർ, ഇല്ലാത്തതും കൂടെ ചേർത്ത് പറയത്തില്ലേ? കയ്യിന്നിട്ട് പറയുന്ന ആൾക്കാരില്ലേ? നിങ്ങൾക്ക് അറിയത്തില്ലല്ലേ? കയ്യിന്നിട്ട് 5 കിട്ടിയാൽ 250 കയ്യിന്നിട്ട് 255 കിട്ടും. സ്വന്തം. മറ്റൊരു പറയും, അയ്യോ ഇതൊന്നും നടന്നില്ല, ഇതൊറ്റ കാര്യവും നടന്നു. എത്ര കുടുംബത്തെ കലക്കി നരകമാ. അടുത്ത വരി. ഇതെല്ലാം ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കും. സ്വന്തം കണ്ണിലെ വലിയ തടി ഇട്ടിട്ട് കുഞ്ഞു കരടെടുക്കാൻ ഓടിക്കൊണ്ട് നടക്കും. നമ്മളെ തന്നെ നമുക്ക് നോക്കാം, നമ്മൾ പാപിയാണോ. അടുത്ത വരി. പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അപ്പനെ അമ്മയെ അനുസരിക്കാത്തവർ നരകത്തിലെ പോകും. അനുസരിക്കാത്തവർ ബുദ്ധിഹീനർ, നിയമലംഘനം, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നു. നിയമലംഘനം എന്നൊന്നാണ്. ട്രാഫിക് ഉണ്ടല്ലോ, നമ്മൾ തെറ്റിച്ചാൽ നിയമലംഘനം തന്നെ. ടക്കനെ വണ്ടി എടുത്തോണ്ട് പോകൂലേ? പോത്തില്ലേ? 2 മിനിറ്റ് തെറ്റിച്ചു, അപ്പുറത്തെ നീ കർത്താവ് പറയും 2 മിനിറ്റ് നീ ഇവിടെ വെട്ടിച്ചു. മറ്റുള്ളവരെല്ലാവരും അവിടെ നിൽക്കുമ്പോൾ നീ ചാടിക്കയറി പോകുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? നിയമം, ദൈവത്തിന് സ്വന്തം നിയമമുണ്ട്. ഹല്ലേലൂയ. അതങ്ങോട്ട് പറയുന്നില്ല. അടുത്തവർ വായിച്ച ഗലാത്യർക്ക് ലേഖനം അതിന്റെ ബാക്കി. ഈ വക പ്രവർത്തിക്കുന്നവർ അർത്ഥം നരകം. അടുത്ത ഗലാത്യർക്ക് ലേഖനം 5:19-20. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കില്ലെന്ന്, എവിടെ പോകത്തില്ല? സ്വർഗത്തിൽ പോകത്തില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കർത്താവ് ഇവിടെയും പറയുകയാണ്. സ്വർഗത്തിൽ പോകത്തില്ല. ഇന്ന് രാത്രി പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം, കള്ളത്തരം മതിയാക്കാം, കപടം മതിയാക്കാം, ലോക ഇഷ്ടങ്ങൾ മതിയാക്കാം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഭർത്താവിന് രക്ഷിക്കാൻ പറ്റാത്തൊരു ദിവസം, ഭാര്യയ്ക്ക് രക്ഷിക്കാൻ പറ്റാത്തൊരു ദിവസം, മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ രക്ഷിക്കാൻ പറ്റാത്തൊരു ദിവസം, മനുഷ്യൻ തന്റെ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? സ്വത്ര സഭാപ്രസംഗി പുസ്തകം 12-ാം അധ്യായത്തിനകത്ത് വീട്ടിൽ വായിച്ചാൽ മതി. യൗവനക്കാരാ, നീ ബോധിച്ചവണ്ണം ജീവിച്ചു കൊള്ളുക, എന്നാൽ നീ ന്യായ വിസ്താരത്തിലേക്ക് വരുമെന്ന് അറിയുക. പൊൻകിണ്ണം തകരും, വെള്ളിച്ചരട് അറ്റുപോകും, രോചനക്കുരു ഫലിക്കാതെ വരും. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? എന്നെ കേൾക്കുന്ന എന്റെ സഹോദര സഹോദരി, വീട്ടുകാർ മറക്കുന്നൊരു സമയം, സകലരും കൈ ടാറ്റ പറഞ്ഞു വിടുന്നൊരു സമയം. താങ്കൾ എവിടെ പോകും? എവിടെ കണ്ണു തുറക്കും? ഈ ഭൂമിയിൽ തന്ന ആയുസിൽ താങ്കൾ യേശുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? പാപം വിട്ടു തിരിഞ്ഞിട്ടുണ്ടോ? ലോക സ്നേഹം വിട്ടു തിരിഞ്ഞിട്ടുണ്ടോ? യേശു മാത്രം കർത്താവെന്ന് അറിഞ്ഞിട്ടും ഇന്ന് കർത്താവിനെ കണ്ടുമുട്ടാതെ, പാപം വിട്ടു തിരിയാതെ പാപ ജീവിതത്തിലേക്ക് നയിക്കുകയാണോ? ഇന്ന് രാത്രി യേശു നിന്നെ സ്നേഹത്തോടെ ഇരു കരവും നീട്ടി വിളിക്കുന്നു. മകനെ, മകളെ, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു. നീ ഇന്ന് എൻ്റെ അടുത്ത് വന്നാൽ നിന്റെ എല്ലാ പാപത്തെ പോക്കി, നിന്റെ പാപത്തെ കഴുകി, നിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ ഞാനിതാ ഇറങ്ങി വന്നിരിക്കുന്നു. ദേശ നിവാസികളെ, നിങ്ങൾ എത്ര കൊടും പാപം ചെയ്താലും ശരി, പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ
അറിയണമെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്നോടുള്ള നിങ്ങളുള്ള സ്നേഹം കൊണ്ട് മരിച്ച ഒരു യേശുവുണ്ട്. യഹൂദ ഗോത്രത്തിലെ സിംഹം, അൽഫയും ഒമേഗയുമായവൻ, ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ, ആരംഭവും അവസാനമായവൻ. ആ യേശു ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിന്റെ കവാടത്തെ മുട്ടിക്കൊണ്ട് ഇപ്രകാരം ചോദിക്കുന്നു, മകനെ, മകളെ, ആ ഹൃദയം എനിക്കായി തുറന്നരുമോ? നീ ഇതുവരെ പാപം ചെയ്തു, ഇഷ്ടപ്രകാരം ജീവിച്ചു. നിന്റെ കണ്ണിവിടെ അടയുമ്പോൾ എന്റെ ദൂതന്മാർ വന്ന് നിന്നെ സ്വീകരിക്കുമോ? പാതാളത്തിലെ പിശാചിന്റെ ദൂതന്മാർ സ്വീകരിക്കുമോ? അടുത്തുള്ള ജീവിതം നീ എവിടെ കഴിച്ചു കൂട്ടും? മനുഷ്യർ തന്റെ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? ദേശം മറക്കുന്ന ദിവസം, പട്ടണം മറക്കുന്ന ദിവസം, റൂം ടാറ്റ പറയുന്ന ദിവസം, ബന്ധുക്കൾ ടാറ്റ പറഞ്ഞു വിടുന്ന ദിവസം, പ്രിയപ്പെട്ടവരെല്ലാം ഒരു സ്ഥലത്ത് വന്ന് നിൽക്കും. നിങ്ങൾക്ക് അറിയാം, അവിടം വരെ അവർക്ക് വരാൻ പറ്റത്തുള്ളൂ. മനുഷ്യർ തന്റെ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? ഇന്ന് രാത്രി സ്നേഹിത, നീ രക്ഷിക്കപ്പെട്. മാനസാന്തരപ്പെട്. സ്നാനപ്പെട്ടില്ലെങ്കിൽ യേശു സ്നാനപ്പെട്ടതുപോലെ മുഴുവൻ സ്നാനപ്പെട്ട് യേശുവിനോട് ചേരാൻ സ്നാനപ്പെട്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിര്, ആത്മാവിന്റെ സത്യത്തിൽ ആരാധിര്, വിശുദ്ധന്മാരോട് കൂടെ അപ്പം നുറുക്കൽ പങ്കെടുത്ത് വിശുദ്ധന്മാരോട് കൂടെ ആരാധിച്ച് കർത്താവിനായി ജീവിന്. ഇന്ന് ഇവിടം വിട്ടു പോയാൽ നിനക്കൊരു സ്വർഗമുണ്ട്. യുഗായുഗം രോഗവും ദുരിതവും കണ്ണുനീരുമില്ലാത്ത ഒരു സ്വർഗമുണ്ട്. ഈ രാത്രി ഞാൻ ചോദിക്കട്ടെ സ്നേഹിതരെ, ഇന്ന് നമ്മുടെ കർത്താവ് വിളിച്ചാൽ നമ്മൾ എവിടെ പോകും? എവിടത്തേക്ക് വേണ്ടിയാണ് നമ്മുടെ ഓട്ടം? ഈ വഴി വളരെ ഇടുക്കവും ഞെരുക്കവും, ഇതിൽ കൂടി കടക്കുന്നവർ ചുരുക്കവുമാണ്. വേദപുസ്തകം അടച്ചു വെക്കുക, നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. കേട്ട വചനത്തെ ഹൃദയത്തിൽ ധ്യാനിക്കുക. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീ പൊയ്കയിൽ തള്ളിയിടും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഏത് തിരഞ്ഞെടുക്കും? ആരെ നിങ്ങൾക്ക് വേണം? ഈ രാത്രി എല്ലാവരും എഴുന്നേറ്റാട്ടെ. വേദപുസ്തകം മടക്കി വെച്ച് ഇരു കരങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി ഒരു ഉറപ്പോടെ, ഉടമ്പടിയോടെ ആർക്കൊക്കെ യേശുവിന് ആവശ്യമാണ്? ഇതുവരെ നിങ്ങൾ രക്ഷിക്കപ്പെടാത്ത ആളാണെങ്കിൽ, ഇന്ന് രാത്രി രക്ഷിക്കപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവർ നിൽക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ കരങ്ങളെ ഉയർത്താം. ഇനി എന്റെ യേശുവിനെ എനിക്ക് ജീവിക്കണം, എനിക്ക് സ്നാനപ്പെടണം, എനിക്ക് പാപം വിട്ടുതിരിച്ച് ജീവിക്കണം. യേശുവിനെ എനിക്ക് രക്ഷകനായി സ്വീകരിച്ച് എന്റെ പേര് ജീവപുസ്തകത്തിൽ വരണമെന്ന് ഇന്ന് ആരെങ്കിലും ഈ ഗ്രൗണ്ടിൽ വന്നവർ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ കരം സ്വർഗത്തിലേക്ക് ഉയർത്തുക. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവർക്ക് നിങ്ങൾ രക്ഷിക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ ബന്ധുക്കൾക്ക് നിങ്ങൾ രക്ഷിക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഭർത്താവിന് രക്ഷിക്കാൻ പറ്റത്തില്ല. എന്നാൽ രക്ഷിക്കാൻ കഴിയുന്ന ദൈവം നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ശബ്ദം കേട്ട് ദേശത്തിലായിരിക്കുന്ന സഹോദര, സഹോദരി, താങ്കളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ കരം ഒന്ന് ഉയർത്തുമോ? നിങ്ങളുടെ കരം പിടിക്കാൻ യേശു ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്നവരെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ യേശുവിനെ കണ്ടുമുട്ടിയവരാണോ? കർത്താവിന്റെ അടുത്ത് പോകുമോ? അതോ നിത്യ ദണ്ഡനത്തിനകത്ത് പോകുമോ? എവിടെ പോകും? ഇതുവരെ ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയിട്ടില്ല. എനിക്ക് എന്റെ യേശുവിനെ വേണം. ഇന്ന് മുതൽ ഞാൻ യേശുവിനായി ജീവിക്കും. എനിക്ക് പാപക്ഷമ വേണം. എനിക്ക് യേശുവിനായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങൾ അരക്കൈ ഉയർത്തരുത്, മുഴുവൻ കൈ ഉയർത്തിക്കും. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാ. കർത്താവ് നിങ്ങളെ തൊടും. ഞങ്ങൾ പ്രാർത്ഥിക്കും, സഭയായി പ്രാർത്ഥിക്കും. നിങ്ങൾ എന്റെ യേശു തൊടും. ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ പേര് ജീവപുസ്തകത്തിൽ വരണം, എനിക്ക് നരകത്തിൽ പോണ്ട, എനിക്ക് എന്റെ യേശുവിന്റെ അടുത്ത് പോയാൽ മതി എന്ന് പറയുന്നവർ കരങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് ഉയർത്തിക്കോ. ഈ ശബ്ദ പരിധിക്കുള്ളിൽ ദേശത്ത് എന്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹിത, സഹോദര, താങ്കൾ നിൽക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ കരം ഉയർത്തിക്കോ. എനിക്ക് നിങ്ങളെ ആരെയും അറിയത്തില്ല, എന്നാൽ നിങ്ങളെ അറിയുന്ന ഒരുവൻ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്. അവനിൽ ജീവനുണ്ടായിരുന്നു. അവന്റെ സംസാരം മറ്റുള്ളവരെ പോലെ അല്ലേ അല്ല. ഇന്ന് രാത്രി നിൽക്കുന്ന സ്ഥലത്ത് കരങ്ങളെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞേ, യേശുവേ എനിക്ക് അങ്ങ് വായി തുറന്ന് ഞാൻ പറയുമ്പോൾ, യേശുവേ എനിക്ക് അങ്ങ് ആവശ്യമാണ്, എന്നെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകണമെന്ന് പറഞ്ഞ്, യേശുവേ ഞാൻ പാപം ചെയ്തു, ദൈവം അല്ലാത്തതിന് ഞാൻ നമസ്കരിച്ചു, കള്ളത്തനം പറഞ്ഞു, കപടം പറഞ്ഞു, പല പാപങ്ങൾ ഞാൻ ചെയ്തു. യേശുപ്പാ ആ രക്തം കൊണ്ട് ഇന്ന് രാത്രി എല്ലാവരും പറഞ്ഞേ, വായി തുറന്ന് പറഞ്ഞേ, നിങ്ങൾ ആരോടൊക്കെ പാപം ചെയ്തു? ആമേൻ. അപ്പൻ അറിയാതെ, അമ്മ അറിയാതെ, മാതാപിതാക്കൾ അറിയാതെ, ഭാര്യ അറിയാതെ, ഭർത്താവ് അറിയാതെ, ദേശം അറിയാതെ, ആമേൻ, കള്ളവും പാപവും ചെയ്തുവോ? ഇന്ന് രാത്രി ഏറ്റുപറഞ്ഞ് യേശുവിന്റെ രക്തം 1 യോഹന്നാൻ 1:7 സകല പാപവും പോക്കും. യേശുവിന്റെ രക്തം പാപം പോക്കും. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ആർക്കല്ല ഇന്ന് മുതൽ യേശുവിനെ വേണമെന്ന് പറഞ്ഞ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറ, യേശുവേ അപ്പാ എനിക്ക് അങ്ങ് ആവശ്യമാണ്, എന്റെ ഹൃദയത്തിനകത്ത് വരണമേ. ഇനി മുതൽ എന്റെ ജീവിതം അങ്ങേക്കായി ഞാൻ സ്നാനപ്പെട്ട യേശുവിനായി ജീവിക്കുക ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പാ ഇന്ന് മുതൽ എനിക്ക് അങ്ങേക്കായി
ജീവിക്കണം. യേശുവേ, ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ ഞാൻ ചെയ്തു പോയ പാപക്കറകളെല്ലാം എന്നോട് ക്ഷമിക്കണമേ. ആ രക്തം കൊണ്ട് എന്നെ കഴുകണമേ. എന്റെ ഹൃദയത്തിനകത്ത് യേശുവേ അങ്ങ് വരണമേ. എന്റെ പാപത്തെ ക്ഷമിക്കണമേ. എന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. ഇന്നു മുതൽ ഞാൻ അങ്ങേക്കായി ജീവിക്കാം. യേശുവേ, എനിക്ക് സ്നാനപ്പെടാൻ അവസരം തരണമേ. പറഞ്ഞേ, യേശുവേ, എനിക്ക് സ്നാനപ്പെടാൻ അവസരം തരണമേ. യേശുവേ, നീ എന്നോട് വചനം സംസാരിക്കണമേ. സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ എനിക്ക് അവസരം തരണമേ. എനിക്ക് സാഹചര്യങ്ങളും സാധ്യതകൾ ഒരുക്കി തരണമേ. മറ്റെല്ലാത്തിനേക്കാൾ അധികമായി യേശുവിനെ സ്നേഹിപ്പാൻ കൃപ തരണമേ. യേശുവേ, അങ്ങ് എന്നെ തള്ളിക്കളയരുത്. ആ ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേര് ഒന്ന് എഴുതി ചേർക്കണമേ. ആരെല്ലാം ആഗ്രഹിക്കുന്ന കരം ഉയർത്തിപ്പിടിച്ചോ. കർത്താവേ, ഈ കരം ഉയർത്തിപ്പിടിച്ചോണ്ട് നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളോടായി ചർച്ച് അപ്പാ ഒരുമിച്ച് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദേശത്തിന് ശബ്ദം കേട്ട് അവിടെ ആ കരം ഉയർത്തി നിൽക്കുന്ന മക്കൾ യേശുവിന്റെ കരങ്ങൾ തരുന്നപ്പോ അങ്ങയുടെ രക്തം കൊണ്ട് കഴുകി ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതണമേ. ഇന്നു മുതൽ യേശുവിനായി ജീവിക്കട്ടെ. പാപമില്ലാത്ത വിശുദ്ധ മണവാട്ടിയായി ജീവിക്കട്ടെ. ഓ, രക്തത്താൽ കഴുകണമേ. എല്ലാവരുടെ പേര് മക്കളുടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. ഇന്നു മുതൽ വചനം വായിക്കട്ടെ അപ്പ, പ്രാർത്ഥിക്കട്ടെ അപ്പ. യേശുവേ, പരിശുദ്ധാത്മാവിനെ പകരണമേ അപ്പ. സത്യത്തിലും ആത്മാവിലും ആരാധിക്കട്ടെ. സ്നാനപ്പെടാനുള്ള അവസരം കൊടുക്കണേ. മുടികൾ സ്നാനമെടുത്ത് വിശുദ്ധന്മാരോട് കൂടെ കർത്തൃമേശ സ്വീകരിച്ച് ദൈവവചനപ്രകാരം ജീവിപ്പാ. എല്ലാവരെ സഹായിക്കുന്ന സ്തോത്രം അപ്പ. പ്രാർത്ഥനയുടെ സ്തോത്രം അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം കർത്താവേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.